Yes, good afternoon. കേൾക്കാമല്ലോ അല്ലേ? Yes, sir. കേൾക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 30th നമ്മുടെ സെം എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം നമ്മള് എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ വർഷവും SFI 3-5 ക്ലാസ് കമ്മിറ്റിയുടെ കീഴിൽ നമ്മള് എക്സാം ഓറിയന്റഡ് ക്ലാസ്സസ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഈ സെമ്മിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് ഈ ലോ ഓഫ് എവിഡൻസ്. അപ്പം ഇന്ന് നമുക്ക് ആ ലോ ഓഫ് എവിഡൻസിന്റെ തന്നെ എക്സാം റെമഡിയൽ ക്ലാസ്സസ് ആണുള്ളത്. അപ്പം ക്ലാസ് എടുത്ത് തരുന്നത് തിരുവനന്തപുരം ലോ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ആയിട്ടുള്ള ഡോക്ടർ സജികുമാർ സാറാണ്. അപ്പം സാറിന് പ്രത്യേകിച്ച് ഒരു ഇൻട്രഡക്ഷന്റെ ആവശ്യമില്ല. നമുക്കറിയാവുന്ന പോലെ തന്നെ എല്ലാ സെമസ്റ്ററിലും സാർ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമുക്ക് വളരെ വൈഡായിട്ട് തോന്നുന്ന അല്ലെങ്കിൽ വളരെ ടഫായിട്ട് തോന്നുന്ന പേപ്പേഴ്സ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ സാർ നമ്മളിലേക്ക് എല്ലാ സെമ്മിലും എത്തിക്കാറുണ്ട്. അപ്പം ഒത്തിരി ഡിലേ ആക്കുന്നില്ല. ക്ലാസ് ലീഡ് ചെയ്യാനായിട്ട് സാറിനെ വിളിക്കുകയാണ്. സർ, ഓവർ ടു യു സർ. ഓക്കെ മോളെ, ആരെങ്കിലും ഒരാളൊന്ന് ഹാങ് ആവുന്നില്ല, കേൾക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഞാൻ ചോദിക്കുമ്പോൾ യെസ് ഓർ നോ എന്ന് പറഞ്ഞോണേ, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമ്പോൾ കേട്ടോ. കേൾക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അവിടെ റേഞ്ച് ചെറിയ ഇഷ്യൂ ഉണ്ട്. ഓക്കെ, ആരാ ലീഡ് എടുക്കുന്നേ? ആരെങ്കിലും ഒന്ന് വോളണ്ടറി ചെയ്ത് പറഞ്ഞോളൂ. അപ്പൊ എനിക്കത് എളുപ്പമാവില്ല. ഒരാൾ പറഞ്ഞോളൂ ആരെങ്കിലും. ഷിബ അല്ലേ? ഓക്കെ, ലോ ഓഫ് എവിഡൻസ്. ഓക്കെ, അപ്പൊ ഈ പേപ്പർ നമ്മൾ പഠിക്കുമ്പോൾ നമ്മളൊരു ജഡ്ജായിട്ട് നമ്മൾ അങ്ങനെ ജഡ്ജാണെന്നുള്ള വിധത്തിൽ വിചാരിക്കും കേട്ടോ. ജഡ്ജിന്റെ ഒരു ആംഗിളിൽ ഇത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പോ ആരാ? യു ആർ ജഡ്ജസ്. അപ്പൊ അത് സിവിൽ കേസും വരും, ക്രിമിനൽ കേസ്. രണ്ട് ജഡ്ജ് എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ ഒരു സിവിൽ ജഡ്ജോ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ കേസ് ഡീൽ ചെയ്യുന്ന ക്രിമിനൽ കേസിന്റെ ഒരു ജഡ്ജാണെന്ന് ആലോചിക്കുക. ജഡ്ജ്. ഓക്കെ, കോർട്ട്, സിവിൽ കോർട്ടോ ക്രിമിനൽ കോർട്ടോ. കോർട്ട് മാർഷ്യൽ ആവാം. എന്നാൽ ആർബിട്രേറ്റർ ആവുമ്പം ഈ ലോ ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, അപ്പൊ ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ അല്ലെങ്കിൽ നമ്മുടെ എവിഡൻസ് ലോ, അപ്പോൾ എവിഡൻസ് ലോയുടെ ആപ്ലിക്കേഷൻ ലെവല് assume that you are a judge of a civil court or a criminal court but not an arbitrator. അപ്പൊ നിങ്ങൾ ആർബിട്രേറ്റർ അല്ല. അപ്പൊ ആർബിട്രേറ്റർ അല്ല എന്ന് പറയുമ്പോൾ എന്താണ്? ലോ ഓഫ് എവിഡൻസ് ആർബിട്രേറ്റർ ഏരിയയിൽ ആപ്ലിക്കബിൾ അല്ല എന്ന് മനസ്സിലാക്കും. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങൾ ആരാണ്? ആ ഒരു ആംഗിൾ പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സിവിൽ കേസിലോ അല്ലെങ്കിൽ ക്രിമിനൽ കേസോ കൈകാര്യം ചെയ്യുന്ന ഒരു ജഡ്ജാണ്. അതിലെ ഒരു സ്റ്റേജ് ആണ് ട്രയൽ. ഞാൻ ട്രയൽ നടത്താൻ പോകും. അപ്പൊ ട്രയൽ നിങ്ങൾക്ക് അറിയാമല്ലോ. ജഡ്ജ് ആ സീറ്റിലിരിക്കും, രണ്ട് സൈഡും അവരുടെ ഭാഗം പ്രസന്റ് ചെയ്യും. ആ രണ്ട് ഭാഗം പ്രസന്റ് ചെയ്യുന്ന കേട്ടിട്ട് അതിൽ നിന്നാണല്ലോ ഒരു ജഡ്ജ് എന്തിലെത്തുന്നത്? ജഡ്ജ്മെന്റ്. ഓക്കെ, ആ ജഡ്ജ്മെന്റിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കും? ആണെന്നോ അല്ലെന്നോ പ്രൂവ് ചെയ്യപ്പെടും അല്ലെ? അങ്ങനെയല്ലേ സാധാരണ കോടതികളിൽ നടക്കുന്നത് അല്ലേ? അപ്പൊ സിവിൽ കോർട്ട് ആവട്ടെ ക്രിമിനൽ കോർട്ട് ആവട്ടെ, നമ്മൾ ജഡ്ജായിട്ടിരിക്കുമ്പോൾ നമ്മളൊരു ട്രയൽ നടന്ന ജഡ്ജാണെന്ന് വിഷ്വലൈസ് ചെയ്യുക. അപ്പൊ നമ്മുടെ മുന്നിൽ രണ്ട് സൈഡിലെയും പാർട്ടീസ്, എയും ബി, രണ്ട് സൈഡ് മിനിമം ഉണ്ടല്ലോ ഒരു കേസിൽ. രണ്ട് സൈഡിലെയും പാർട്ടീസ് അവരുടെ ഭാഗം പറയുന്നു. അത് അവർ സമർത്ഥിക്കാൻ വേണ്ടി കുറെ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് തന്നുകൊണ്ടിരിക്കുക. ഇതെല്ലാം നമ്മൾ കേട്ടതിന് ശേഷം ഇതിന്റെ ബേസിലാണ് നമ്മൾ ജഡ്ജ്മെന്റിൽ എത്തേണ്ടത്. അപ്പൊ ജഡ്ജ്മെന്റിൽ എത്തുമ്പോൾ നമ്മൾ എവിഡൻസും പ്രൂഫും എന്നുള്ള രണ്ട് വാക്കുകളെ പഠിക്കണം. അപ്പൊ എവിഡൻസും പ്രൂഫും തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ലക്ഷ്യം എപ്പോഴും പ്രൂഫാണ്. ട്രയൽ നടത്തുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ്? ജഡ്ജിന്റെ അല്ലെങ്കിൽ ആ ട്രയലിന്റെ പേർപ്പസ് എന്താണ്? പ്രൂഫ്. ഒരു കാര്യം ആണെന്നോ അല്ലെന്നോ നമ്മൾ പ്രൂവ് ചെയ്യണം. അതിനാണല്ലോ നമ്മൾ ട്രയൽ നടത്തുന്നത്. അതിന്റെ മാർഗങ്ങളാണ് എവിഡൻസ്. ഓക്കെ, അപ്പൊ പ്രൂഫ് എവിഡൻസ് തമ്മിലുള്ള ബന്ധവും വ്യത്യാസവും മനസ്സിലായല്ലേ? നമ്മൾ പ്രൂഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലക്ഷ്യവും അതിന് നമ്മൾ അവലംബിക്കേണ്ട മാർഗങ്ങളെയാണ് നമ്മൾ എവിഡൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ ഈ ഒരു വിഷ്വല്, നിങ്ങളൊരു ജഡ്ജായിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മുന്നിൽ കുറെ കാര്യങ്ങൾ വരുന്നു. അപ്പൊ ആ മാർഗങ്ങൾ എവിഡൻസ് ആണ്. അതിൽ നിന്ന് നിങ്ങൾ എത്തേണ്ടത് എന്താണ്? ടു പ്രൂവ് സംതിങ്. അത് ആണെന്നോ അല്ലെന്നോ പ്രൂവ് ചെയ്യാം. അപ്പൊ ആ പ്രോസസ്സിൽ നമ്മുടെ ഗവേൺ ചെയ്യുന്ന മെയിൻ ഒരു ലോ ആണ് ജെയിംസ് ഫിറ്റ് സ്റ്റീഫൻ. 1872 ഡ്രാഫ്റ്റ് ചെയ്ത് നമുക്ക് തന്ന ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഓഫ് 1872. അപ്പൊ അന്ന് നമ്മൾ ആ വളരെ കോംപ്രിഹെൻസീവ് പോയിന്റ്സ് ഒക്കെ അതിലുണ്ടെങ്കിലും
ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻസ് നടത്തുന്ന ഓൺലൈനിലല്ലേ. അപ്പൊ തെളിവുകളും എന്താണ്, ഇലക്ട്രോണിക് തെളിവുകളാണ് കൂടുതൽ വരുന്നത്. അപ്പൊ ഇതൊന്നും നമ്മുടെ പഴയ നിയമത്തിൽ അഡ്രസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ജെയിംസ് സ്റ്റീഫൻ 1872 പാസ്സാക്കി നമുക്ക് തന്ന ഇന്ത്യൻ എവിഡൻസ് ആക്ട് സെക്ഷൻ 1 തൊട്ട് 167 വരെയുള്ള വകുപ്പുകളുള്ള നിയമം നമ്മളിപ്പോ അതിനെ മാറ്റിയിട്ട് BSA വന്നു അല്ലെ. 2024 ആയപ്പോൾ നമുക്ക് ഏത് നിലവിൽ വന്നു, ഭാരതീയ സാക്ഷ്യ അധിനിയം. അപ്പൊ അതിലാകെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പേര് മാറി 3 വകുപ്പ് മാത്രമേ പുതിയ ലോയിൽ കൂടിയിട്ടുള്ളൂ. മറ്റു 2 CRPC വെച്ച് നോക്കിയാൽ, ഇന്ത്യൻ പീനൽ കോഡ് വെച്ച് നോക്കിയാൽ വളരെ ചെറിയ മാറ്റം മാത്രമേ ഈ ഇതിൽ വന്നിട്ടുള്ളൂ എന്നാണ് നിങ്ങൾ ഇൻട്രോ എഴുതേണ്ടത്. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ 2023 പാർലമെന്റ് കൊണ്ടുവന്ന ഭാരതീയ സാക്ഷി അധിനിയം അത് 2024 തൊട്ട് പ്രാബല്യത്തിൽ വന്നു. അപ്പൊ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ സിലബസ്. ഇപ്പൊ ലോ ഓഫ് എവിഡൻസ് എന്നുള്ള എന്റെ ആശയം മനസ്സിലായല്ലോ. അപ്പൊ ഇത്രയാണ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾ എഴുതേണ്ടത്. ഒന്നുകൂടെ ഇൻട്രൊഡക്ഷൻ റീക്യാപ്പ് ചെയ്യാം. Assume that we are judges of a civil court or criminal court, but not an arbitrator. അപ്പൊ ആർബിട്രേറ്ററിന്റെ മുന്നിൽ ഈ നിയമം ആപ്ലിക്കബിൾ അല്ല എന്നാണ് എന്റെ അർത്ഥം. അപ്പൊ ഒരു കോർട്ടിന്റെ മുന്നിലുള്ള ജുഡീഷ്യൽ പ്രൊസീഡിങ്സിലെല്ലാം ഇത് വരും. അപ്പൊ ഇതിനകത്ത് സ്പെസിഫിക്കലി ആ ജുഡീഷ്യൽ പ്രൊസീഡിങ്സിൽ ഒരു വലിയ മേഖലയാണ് ട്രയൽ. ഓക്കെ. അപ്പൊ ആ ട്രയലിനകത്ത് എന്താ നടക്കുന്നത് ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ അതില് 2 ഭാഗവും എന്തെങ്കിലുമൊക്കെ കൊണ്ടുതരും. അത് വെച്ചിട്ട് ജഡ്ജ് അതിന്റെ ബേസിലാണ് ജഡ്ജ്മെന്റിൽ എത്തേണ്ടത്. ഓക്കെ. അപ്പൊ ജഡ്ജ്മെന്റിൽ എത്തുമ്പോൾ സംതിങ് വിൽ ബി പ്രൂവ്ഡ് എന്നാണ്, ആണെന്നോ അല്ലെന്നോ പ്രൂവ് ചെയ്യപ്പെടും. ഇത് വന്നതിന് ശേഷം 3 വാക്കാണ് ഈ ആക്ടിൽ നമ്മൾ ബേസിക് ആയിട്ട് എസ്സേ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഫാക്ട്, ഫാക്ട് ഇൻ ഇഷ്യൂ, റെലവന്റ് ഫാക്ട്, ഈ 3 വാക്ക് വെച്ചിട്ടാണ് ഈ നിയമം ഫുൾ ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഫാക്ട്, ഫാക്ട് ഇൻ ഇഷ്യൂ, റെലവന്റ് ഫാക്ട്. അപ്പൊ ഇതിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ട്രയൽ ജഡ്ജായിട്ട് നിങ്ങളുടെ മുന്നിൽ 2 ഭാഗത്തുനിന്നും വക്കീലന്മാർ എന്തെങ്കിലുമൊക്കെ കൊണ്ട് തരുമല്ലോ അല്ലേ, ആണല്ലോ. ആ തരുന്നതെല്ലാം നിങ്ങൾ സ്വീകരിക്കാൻ പറ്റില്ല. പഴയ നമ്മുടെ നിയമത്തിലെ 5 to 55 എന്നൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. 5 to 55. ഇപ്പൊ 5, 6, 7, 8, 9 ഇങ്ങനെ 55 വരെയുള്ള പഴയ ചാപ്റ്റർ. ഓക്കെ. അതിപ്പോ 3 to 50 ആയെന്ന് വകുപ്പ് മാറിയെന്നേ ഉള്ളൂ. അപ്പൊ അതിലുള്ള കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ആ കൊടുത്തിരിക്കുന്ന ഓരോ വകുപ്പും ഓരോ റെലവന്റ് ആയിട്ടുള്ള ഫാക്ട്സിനെ പറഞ്ഞു പോണേ. അപ്പൊ നിങ്ങൾ ജഡ്ജായിട്ടിരുന്ന സമയത്ത് ഞാനൊരു അഡ്വക്കേറ്റ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു കാര്യം എന്റെ കക്ഷിക്ക് വേണ്ടി പ്രസന്റ് ചെയ്യുമ്പോൾ ഞാൻ തെളിവെന്ന് പറഞ്ഞാണല്ലോ കൊണ്ടുവരുന്നത്. അപ്പൊ നിങ്ങൾ അത് വെരിഫൈ ചെയ്യേണ്ട ഏതിലുണ്ടോ എന്ന് നോക്കണം. പഴയ 5ലോ 5ലാ പറഞ്ഞത് 6ലോ 7ലോ 8ലോ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കോടതിക്ക് റെലവന്റ് ആണ്. അപ്പൊ റെലവന്റ് ഫാക്ട് എന്താണെന്ന് മനസ്സിലായല്ലോ. ഷബാ 3 വാക്കാണ് ഞാൻ പറഞ്ഞത്. ഫാക്ട്, ഫാക്ട് ഇൻ ഇഷ്യൂ, റെലവന്റ് ഫാക്ട്. അപ്പൊ റെലവന്റ് ഫാക്ട് എന്നുള്ള കോൺസെപ്റ്റ് ഈ ആക്ടിൽ എവിടെ വരുന്നു എന്ന് മനസ്സിലായല്ലോ. പഴയ 5 to 55, പുതിയതിൽ 3 തൊട്ട് 50. ആ വകുപ്പ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ അതിനകത്ത് പഴയ നിയമം തന്നെ പഠിച്ചിട്ട് അതിന്റെ കണ്ടന്റ് നല്ലോണം മനസ്സിലാക്കിയിട്ട് പുതിയ വകുപ്പ് മാത്രം ഒന്ന് മാറ്റി പഠിച്ചാൽ മതി കേട്ടോ. പുതിയതിലോട്ട് വരാൻ വലിയ പാടില്ല. എവിഡൻസ് ആക്ടിന് അങ്ങോട്ട് ഗുണമുണ്ട്. മാറിയെങ്കിലും വകുപ്പുകളാണ് കൂടുതൽ. പേരും മാറി, വകുപ്പുകളുടെ അറേഞ്ച്മെന്റ്സ് മാറി എന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത് പ്രസക്തം. ഓക്കെ. അപ്പൊ ആദ്യം നമ്മളിപ്പോ 3 വാക്ക് പറഞ്ഞു. ഫാക്ട്, ഫാക്ട് ഇൻ ഇഷ്യൂ, റെലവന്റ് ഫാക്ട്. അപ്പൊ റെലവന്റ് ഫാക്ട് എന്നുള്ള കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. ഇതിനകത്ത് എവിടെയാണ് വരുന്നത്, എവിടെ പറഞ്ഞിരിക്കുന്നതാണ് റെലവന്റ് ഫാക്ട്. അതിനാണ് ആദ്യം തുടങ്ങുന്നത്. 3 എണ്ണം ഞാൻ ഓർഡറിൽ പറഞ്ഞെങ്കിലും ഞാൻ ആദ്യം നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞു തന്ന വാക്ക് എന്താണ്? റെലവന്റ് ഫാക്ട് എന്ന് പറയുമ്പോൾ അത് എവിടെയാ കൊടുത്തിരിക്കുന്നു എന്ന് മനസ്സിലായല്ലേ. എവിടെയാ പറഞ്ഞിരിക്കുന്നത്? പഴയ ഇത് 3 to 50 വരെയുള്ള വകുപ്പ്. അപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു അഡ്വക്കേറ്റ് ആയിട്ട് ഒരു തെളിവ് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ അത് സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ഏത് വകുപ്പിൽ വരുമെന്ന് നോക്കിയിട്ടാണ് അത് അക്സെപ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ. ഒരു എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. മരിക്കുന്നതിന് മുമ്പ്, ഇപ്പൊ നിങ്ങൾ ജഡ്ജാണല്ലോ, മരിക്കുന്നതിന് മുമ്പ് മരണകാരണം സൂചിപ്പിക്കുന്ന ഒരു കാര്യം, അത് ഇപ്പൊ ഒരാൾ തൂങ്ങി മരിച്ചു നിൽക്കുക. അപ്പൊ അയാളുടെ കയ്യിൽ ഒരു ബോഡിയിൽ നിന്ന് പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് ഒരു മരിക്കാനുണ്ടായ സാഹചര്യത്തിന്റെ ഒരു കുറിപ്പ് അയാളുടെ കയ്യിലിരിക്കുക റൈറ്റിംഗിൽ. അപ്പൊ അത് പ്രോസിക്യൂഷൻ കൊണ്ടുവരുമ്പോൾ ജഡ്ജ് അത് സ്വീകരിക്കുമോ? അത് ഞാൻ ചോദിക്കാം. എന്റെ പേര് ഡയൻ ഡിക്ലറേഷൻ എന്നാണ്. മരിക്കുന്നതിന് മുമ്പ് മരണത്തിന് ഇടയാക്കിയ സാഹചര്യത്തിനെ പറ്റി അത് പല വിധത്തിലുണ്ട്. ആംഗ്യമുണ്ട്. ഗസ്റ്റ് ഹൗസ് വെച്ചാവാം, അല്ലെങ്കിൽ എഴുതി വെക്കാം, അല്ലെങ്കിൽ വാക്കാൽ പറയാം. അതിനെ നമ്മൾ ഡയൻ ഡിക്ലറേഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഡയൻ ഡിക്ലറേഷൻ ഒരു കേസിൽ കൊണ്ടുവന്നാൽ നിങ്ങൾ അത് സ്വീകരിക്കുമല്ലോ, ഇല്ലേ? സ്വീകരിക്കില്ലേ? അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ പഴയ 5 to 55 ഇടയ്ക്ക് വരുന്ന വകുപ്പല്ലേ 32ലുള്ള ഒരു പ്രൊവിഷൻ വെച്ചിട്ടാണ് നമ്മൾ ഏത് സ്വീകരിക്കുന്നത്? ഡൈൻ ഡിക്ലറേഷൻ. ക്ലിയർ? ഒരു എക്സാമ്പിൾ ക്ലിയർ അല്ലേ?
അപ്പൊ ആ 5-നും 55-നും ഇടയ്ക്കുള്ളതാണ് നമ്മൾ മനസ്സിൽ വെക്കേണ്ടത്. അതിനെയാണ് നമ്മൾ റിലവന്റ് ഫാക്ട് എന്ന് പറയുന്നത്. ഇനി റിലവന്റ് ഫാക്ട് പറഞ്ഞു. ഇനി അടുത്ത എന്താണ്? ഫാക്ട് എന്താണെന്നുള്ള ഡെഫിനേഷൻ പറഞ്ഞുതരാം. ഒരു മനുഷ്യന് നമ്മുടെ സെൻസസിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എല്ലാം ഫാക്ട് എന്നാണ് ഈ ആക്ട് നിർവഹിച്ചിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇന്നിപ്പോ ചൂടാണെന്ന് പറയുന്നെങ്കിൽ അല്ലെങ്കിൽ തണുപ്പാണെന്ന് പറയുമ്പോൾ എന്റെ സ്കിൻ വഴിയല്ലേ ഞാനത് ഫീൽ ചെയ്യുന്നത്, അല്ലേ? അപ്പൊ എനിത്തിങ് സ്റ്റേറ്റ് ഓഫ് തിങ്സ് ഓർ റിലേഷൻ കേപ്പബിൾ ഓഫ് പെർസീവിങ് ബൈ സെൻസസ്, ഒരു മനുഷ്യന്റെ സെൻസസ് വെച്ചിട്ട് പെർസീവ് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഫാക്റ്റ് ആണ്. ഓക്കെ. അല്ലെങ്കിൽ പിന്നെ ഒരു രണ്ട് ഡെഫിനിഷനാണ്. ഒരു മെന്റൽ ഒരു കണ്ടീഷൻ, ഒരു പേഴ്സണിലുള്ള മെന്റൽ കണ്ടീഷനും അതിനകത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ജസ്റ്റ് ഒരു ഡെഫിനിഷൻ പഠിക്കുക. ഫാക്ട്, കാരണം ഇതാ എസ്സേ ചോദിക്കുന്നത്. ഫാക്ട് ഇൻ ഇഷ്യൂ ആൻഡ് റിലവന്റ് ഫാക്ട്. ആ ഫാക്ടിന്റെ നിർവചനം ഒന്നും കൂടെ ഞാൻ സ്റ്റാറ്റ്യൂട്ടറി തന്നെ നിർവചനം പറയുന്നുണ്ട്. ഒരു വ്യക്തിക്ക് എന്താണ് സെൻസസ് വഴി പെർസീവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമോ അല്ലെങ്കിൽ ഒരു അവസ്ഥയോ എന്തും അതിനകത്ത് ഏതിൽ വരും, ഇറ്റ്സ് എ ഫാക്ട്. അപ്പൊ ഇപ്പൊ ഒരാൾ ഒരു ബോംബ് പൊട്ടി ഞാൻ കേട്ടു എന്ന് ഞാൻ പറയുമ്പോൾ എന്റെ കേൾവിയല്ലേ, എന്റെ അല്ലേ കാതിലല്ലേ ഞാനത് കേട്ടത്. അപ്പൊ ഞാനത് കേട്ടു എന്ന് പറയുന്നത് ഒരു ഫാക്ട് അല്ലേ, അല്ലേ? ഒരു ഫാക്ട് അല്ലേ? അപ്പൊ അതാണ് ഫാക്ട്. പിന്നെ ഒരു കണ്ടീഷനെ പറയുന്നത് എനി മെന്റൽ കണ്ടീഷൻ ഓഫ് വിച്ച് എനി പേഴ്സൺ ഈസ് കോൺഷ്യസ്. ഈ രണ്ടെണ്ണമാണ് ആ ഡെഫിനേഷൻ ബൈ ഹാർട്ട് ചെയ്തിട്ട് പോകണം, കാരണം അതിൽ ചോദിച്ചിട്ടുണ്ട്. ഫാക്ട് എന്ന് പറയുമ്പോൾ എനി സ്റ്റേറ്റ് ഓഫ് തിങ്സ് ഓർ എനി റിലേഷൻ ബിറ്റ്വീൻ തിങ് കേപ്പബിൾ ഓഫ് ബീങ് പെർസീവ്ഡ് ബൈ സെൻസസ്, പ്ലസ് ഒരു ഐറ്റം കൂടെ ഉണ്ട്, എനി മെന്റൽ കണ്ടീഷൻ ഓഫ് വിച്ച് എനി പേഴ്സൺ ഈസ് കോൺഷ്യസ്. ഇത് രണ്ടുമാണ് നമ്മുടെ ആക്ടിൽ നിർവഹിച്ചിരുന്ന ഫാക്ട്സ്. ഇനി അടുത്ത ഫാക്ടിന് ഇഷ്യൂ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒരു കേസിൽ ഒരു ഭാഗം ആണെന്നും മറുഭാഗം അല്ലെന്നും പറയുന്നതെല്ലാം ആ കേസിലെ ഇഷ്യൂ ആയി മാറും. നിങ്ങൾ പ്രോബ്ലം പാർട്ടൊക്കെ എടുക്കുമ്പോൾ അതിൽ പ്രോബ്ലം പാർട്ടിൽ ചെയ്യാറുണ്ടല്ലോ, ഫാക്ട്സ് ഓഫ് ദ കേസിന്റെ ഇഷ്യൂ അല്ലേ. അപ്പൊ ഇഷ്യൂ ഞാൻ അതിന്റെ ടെക്നിക്കൽ ഡെഫിനേഷൻ പറയാം. ഒരു ഫാക്ടിനെ എന്ത് ചെയ്യുന്നു, ഒരു സൈഡ് എന്ത് ചെയ്യുന്നു, അസേർട്ട് ചെയ്യുന്നു, മറു സൈഡ് എന്ത് ചെയ്യുന്നു, ഡിനേ ചെയ്യുന്നു. ഓക്കെ. അപ്പൊ അസേർട്ട് ചെയ്യുകയും ഡിനേ ചെയ്യുകയും ചെയ്യുമ്പോൾ അത് ആ കേസിൽ എന്തായി മാറും, ഫാക്ട്സ് ഓഫ് ദ കേസ്. ഇപ്പൊ അസ്യൂം ദാറ്റ് യു ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഒരു എന്നെ ഇപ്പൊ ഒരു പ്രതിയായിട്ടൊരു സെഷൻസ് ജഡ്ജാണ് നിങ്ങൾ. അപ്പൊ നിങ്ങളുടെ മുന്നിൽ എന്നെ ഒരു മർഡർ കേസിൽ അക്യൂസ്ഡ് ആയിട്ട് കൊണ്ട് നിർത്തിയിരിക്കുക. ഓക്കെ. അപ്പൊ ഇവിടെ ഫാക്ടിന് ഇഷ്യൂ എന്താണ്, പോലീസ് എന്നെ എന്ത് ചെയ്തിരിക്കുക, അക്യൂസ് ചെയ്ത് മർഡർ ചെയ്തത് ഞാനെന്ന് പറഞ്ഞാൽ എന്നെ മർഡർ കേസ് പ്രതിയായിട്ട് നിങ്ങളുടെ മുന്നിൽ കൊണ്ട് നിർത്തിയിരിക്കുക. അപ്പൊ നമ്മുടെ കോടതിയുടെ മുന്നിലുള്ള ഇഷ്യൂ എന്താണ്, ഫസ്റ്റ് ഇഷ്യൂ എന്താണ്, മർഡർ ചെയ്തിട്ടുണ്ടോന്നുള്ളത്. മർഡർ എന്നുള്ള വാക്ക് അവിടെ പറയണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ആദ്യത്തെ വാക്ക് പ്രതിയുടെ കൈകൾ കൊണ്ടാണോ മരിച്ചയാളുടെ മരണം സംഭവിച്ചു എന്നുള്ളതാണ് ഫസ്റ്റ് ഒരു ഇഷ്യൂ. അതായത് പ്രതിയാണോ ആ ഡെത്ത് കോസ് ചെയ്തു എന്നാണ്. അപ്പൊ അതിനകത്ത് അപ്പം പ്രോസിക്യൂഷൻ അപ്പൊ എന്താ പറയാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞു. ഇപ്പൊ രണ്ട് കേസിൽ പ്രോസിക്യൂഷൻ അപ്പൊ എന്താ പറയാൻ, ഇഷ്യൂ ക്ലിയർ അല്ലേ, വെദർ ദ അക്യൂസ്ഡ് ഹാവ് കോസ്ഡ് ദ ഡെത്ത് ഓഫ് ദ ഡിസീസ്. ഇതാണ് ഇഷ്യൂ നമ്പർ 1. ക്വസ്റ്റ്യൻ മാർക്കിൽ നിർത്തണം. പ്രോസിക്യൂഷൻ എന്താ പറയാൻ ശ്രമിക്കുന്നേ, പ്രോസിക്യൂഷൻ എന്തായാലും എസ് ആണോ നോ ആണോ പറയാൻ പോണേ, യെസ്. അപ്പൊ എന്റെ വക്കീലിന് പറഞ്ഞൂടെ ട്രിവാൻഡ്രത്തിട്ട് വെട്ടിക്കൊന്നു എന്നാണ് പോലീസിന്റെ മൊഴി അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്. ആ സമയത്ത് ഞാൻ ന്യൂയോർക്കിലായിരുന്നു എന്ന് പറയാൻ പറ്റില്ലേ, പറ്റുമോ? പറ്റും. ബിക്കോസ് എന്താണ്, ഈ രണ്ട് ഫാക്ട് ഒരുമിച്ച് നിൽക്കുവോ? ട്രിവാൻഡ്രത്തിട്ട് വെട്ടിക്കൊന്ന കേസിൽ പ്രതിയായ ഞാൻ ആ സമയത്ത് ന്യൂയോർക്കിലായിരുന്നു എന്ന് പറയുമ്പോൾ ട്രിവാൻഡ്രത്താണ് മരണം നടന്നു എന്നുള്ള വസ്തുത അല്ലേ, അത് ഫാക്ട് അല്ലേ? ആ ഫാക്ട് അല്ലേ അത്? പക്ഷെ അതേ സമയത്ത് ന്യൂയോർക്കിൽ ഇരുന്ന ഒരാൾക്ക് ട്രിവാൻഡ്രത്ത് അതേ സമയത്ത് വെട്ടിക്കൊല്ലാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, കേസിലുള്ളൊരു ഫാക്ടിനെ ഒരു വിധത്തിലും ബന്ധപ്പെട്ട് പോകാൻ പറ്റാത്ത ടോട്ടലി ഇൻകൺസിസ്റ്റന്റ് ആയിട്ടൊരു ഫാക്ട് വന്നാൽ നിങ്ങൾ എന്റെ വക്കീൽ പോയി പറയുമ്പോഴത്തേക്ക് നിങ്ങൾ അത് പരിഗണിക്കണോ വേണ്ടേ? ആ സമയത്ത് ഞാൻ ന്യൂയോർക്കിലായിരുന്നു എന്നുള്ളത് പരിഗണിക്കണം. പരിഗണിക്കുന്നത് എന്തുകൊണ്ടാണ്, ഈ 5-നും 55-നും ഇടയ്ക്കുള്ള വകുപ്പിലാണ് ഇത് പറഞ്ഞു പോകുന്നത്. ഓക്കെ. അതിനെ നമ്മൾ ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ എക്സാമ്പിളാണ് പ്ലീ ഓഫ് അലേബി എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയുന്നത് പ്ലീ ഓഫ് അലേബി, അലേബി. അപ്പൊ അതിന്റെ അർത്ഥം എന്തെന്ന് മനസ്സിലായില്ലേ? എ പേഴ്സൺ അക്യൂസ്ഡ് ഓഫ് ആൻ ഒഫൻസ് ഓർ സംവെയർ എൽസ് അറ്റ് ദ ടൈം ഓഫ് ദ അലജഡ് ആക്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ ട്രിവാൻഡ്രത്തില്ലായിരുന്നു എന്നും ന്യൂയോർക്കിൽ ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുത ഈസ് ഇറ്റ് റെലവന്റ്? റെലവന്റ് ആണ്. അപ്പൊ ഇഷ്യൂ മനസ്സിലായല്ലോ. അപ്പൊ ആദ്യത്തെ ഇഷ്യൂ എന്താണ്, പ്രതിയുടെ കൈകൾ കൊണ്ടാണോ എന്താണ്, വെദർ ദ അക്യൂസ് ഹാസ് കോസ്ഡ് ദ ഡെത്ത് ഓഫ് ദ ഡിസീസ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ 1. ഇനി നിങ്ങൾ പഠിച്ചില്ലേ,
മർഡർ കേസിലെ പ്രതിയെ ശിക്ഷിക്കണമെങ്കിൽ അടുത്ത ചോദ്യം എന്താണ്? ആ സമയത്ത് ചെയ്തു എന്ന് പറയപ്പെടുന്ന സമയത്ത് ആ പ്രതിക്ക് എന്ത് വേണം? എന്ത് വേണം? മർഡറിൽ നിങ്ങൾ പഠിച്ചില്ലേ? ആക്ടസ് നോൺ ഫാസിട്രിയം. ആക്ടസ് നോൺ ഫാസിട്രിയം പഠിച്ചില്ലേ? അപ്പോ രണ്ടാമത്തെ ചോദ്യം അപ്പൊ എന്തായിരിക്കും? അറ്റ് ദ ടൈം ഓഫ് കമ്മിറ്റിംഗ് ദ ആക്ട് വെദർ ദ അക്യൂസ്ഡ് ഹാഡ് ഇന്റൻഷൻ. അപ്പൊ പ്രോസിക്യൂഷൻ എന്ത് പറയാം? അല്ല, ഞാൻ ചോദിക്കും, പ്രോസിക്യൂഷൻ എന്താ പറയാൻ പോണേ? ഇന്റൻഷൻ അല്ല, പ്രോസിക്യൂഷൻ ഉണ്ട്. അപ്പൊ എന്റെ വക്കീലിന് പറഞ്ഞൂടെ എനിക്ക് ആ സമയത്ത് വട്ടായിരുന്നു എന്ന് പറഞ്ഞൂടെ? പറഞ്ഞൂടെ? ഓക്കെ. അപ്പൊ എന്താണ് ആ ഫാക്ടിന് ഇഷ്യൂ എന്നുള്ള കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? വാട്ട് ഈസ് ദ ഇഷ്യൂ ഓഫ് എ കേസ് എന്ന് മനസ്സിലായില്ലേ? ഇനി സിവിൽ കേസ് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഒരു സിവിൽ കേസിൽ എ എന്ന് പറഞ്ഞ ആള് ബിയുടെ നിന്ന് ഒരു കരാറ് വെച്ചിട്ട് ഒരു വീട് കെട്ടി കൺസ്ട്രക്ട് ചെയ്ത് 1 വർഷത്തിനകത്ത് കൊടുക്കാമെന്ന് കരാറ് വെച്ചു എന്നാണ് ഫാക്സ്. പക്ഷെ പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞ് 2 വർഷമായിട്ട് ഈ എഞ്ചിനീയർ കൊടുക്കുന്നില്ല. അപ്പൊ വാദിക്ക് എന്താണ്? നിങ്ങൾ പഠിച്ചില്ലേ? സിവിൽ കോടതി പോയി എന്താ ഫയൽ ചെയ്യുന്നത്? ഒരു സ്യൂട്ടല്ലേ ഫയൽ ചെയ്യുന്നത് അല്ലേ? പ്രതിയായ എന്താണ് എഞ്ചിനീയറുടെ നമുക്ക് ഒരു റിക്കവറി മണി ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിന്റെ കോമ്പൻസേഷൻ ക്ലെയിം ചെയ്തുകൂടെ അല്ലേ? അപ്പൊ സിവിൽ കേസിലെ ഫസ്റ്റ് ചോദ്യം എന്താണ്? വെദർ ദ ഡിഫൻഡന്റ് എക്സിക്യൂട്ടഡ് എ കോൺട്രാക്ട് ഇൻ ഫേവർ ഓഫ് ദ പ്ലെയിന്റിഫ്. ഒരു ഇഷ്യൂ അല്ലേ അതിലാണോ അല്ലയോ? അതെ. അപ്പൊ അത് എയുടെ വക്കീൽ എന്താ പറയാൻ പോണേ? ആണെന്ന് പറയും. ബിയുടെ വക്കീലിന് പറഞ്ഞൂടെ? അല്ല, അങ്ങനെ കരാറ് ഫോർജ്ഡ് അല്ലെങ്കിൽ വ്യാജം ഉണ്ടാക്കി എന്ന് പറഞ്ഞൂടെ? അല്ല, ഞാൻ ചോദിക്കാം, പറയാമോ? പറഞ്ഞൂടെ എന്ന് ഞാൻ ചോദിക്കുക. പറയാമല്ലോ? പറയാം. അപ്പൊ അത് അവിടുത്തെ ഒരു ഇഷ്യൂ ആണ്. വെദർ ദ ഡിഫൻഡന്റ് എക്സിക്യൂട്ടഡ് എ കോൺട്രാക്ട് ഇൻ ഫേവർ ഓഫ് ദ പ്ലെയിന്റിഫ്. ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ മാർക്കുമാണ്. അത് ഒരു ഭാഗം അസേർട്ട് ചെയ്യും, മറുഭാഗം ഡിനൈ ചെയ്യും. ഇനി രണ്ടാമത്തെ ഇഷ്യൂ എന്താണ്? മനഃപൂർവ്വം ബ്രീച്ച് ചെയ്താലല്ലേ കോമ്പൻസേഷൻ കൊടുക്കേണ്ടിയുള്ളൂ അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്. അപ്പൊ ബ്രീച്ച് ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഓക്കെ. ഇപ്പൊ ചിലപ്പോ ഒരു എഞ്ചിനീയർ വീട് കെട്ടി കൺസ്ട്രക്ട് ചെയ്ത് ഫുൾ തീർന്ന സമയത്ത് ഭൂമി കുലുക്കം വന്ന് മുകളിലത്തെ രണ്ട് ഇടിഞ്ഞ് വീണെങ്കിലോ? ബ്രീച്ച് ആണോ അത്? ബ്രീച്ച് ആണോ? ആദ്യം പറയുന്ന നിനക്ക് ബ്രീച്ചിനും കോമ്പൻസേഷനും എലിജിബിൾ ആവുമോ? ഇല്ലല്ലോ. നിങ്ങൾ പണ്ട് ടോട്ടലൊക്കെ പഠിച്ചില്ലേ അല്ലെ? ഡിഫൻസസ് ഒക്കെ പഠിച്ചിട്ടില്ലേ അല്ലേ? അപ്പൊ ആ ആശയം മനസ്സിലായല്ലോ. എന്താണ് ഇപ്പം ഞാൻ ഫസ്റ്റ് ഇപ്പൊ എവിഡൻസ് ആക്ടിനെ പറ്റി ഞാൻ ഇത്രയും ജസ്റ്റ് പറഞ്ഞു തന്നത് ലീഗലി ആ പറഞ്ഞു തന്നത്. ലോ ഓഫ് എവിഡൻസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഇന്ത്യയിലെ എന്താണ് ഒരു ജുഡീഷ്യൽ പ്രൊസീഡിംഗ് നടത്തുന്ന ഒരു കോർട്ട്. ആ ജുഡീഷ്യൽ പ്രൊസീഡിംഗിലെ മെയിൻ ഒരു പ്രൊസീഡിംഗ് പലതും ചെയ്യുന്നല്ലോ. പ്രൊസീഡിങ്ങിനകത്ത് പലതും വരും. പക്ഷെ അവിടെ ഞാനിപ്പോൾ ഒരു ട്രയൽ എന്നൊരു വലിയ പ്രൊസീഡിങ്ങിനെയാണ് ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ട്രയൽ ജഡ്ജായിട്ട് നിങ്ങൾ ഇരിക്കുമ്പോൾ ഇതിലുള്ള കാര്യങ്ങൾ വരും. പ്രൊസീഡിങ്ങിൽ വേറെ പലതും വരും. പക്ഷെ ഇപ്പൊ ഞാൻ ഒരു എളുപ്പത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു ട്രയൽ നടത്തുന്നത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. അപ്പൊ അവിടെ ആദ്യം നമ്മൾ എന്താ പറയുന്നത്? വരുന്നതെല്ലാം ഫാക്ട്സ് ആണ് അല്ലേ? ഫാക്ട്സിൽ നിന്ന് നമ്മൾ അടുത്ത കോടതിക്ക് ആവശ്യമുള്ളത് ഏതേ ഉള്ളൂ? ഫാക്ടിൻ ഇഷ്യൂ. ഇനി ആ ഫാക്ടിൻ ഇഷ്യൂനെ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ഏത് വെച്ചിട്ടാണ്? എവിഡൻസ് ആണോ റെലവന്റ് ഫാക്ട് ആണോ? റെലവന്റ് ഫാക്ട് ആണ് കേട്ടോ. അതിനെ ഞാൻ പറഞ്ഞു. ആ റെലവന്റ് ഫാക്ട് പണ്ട് എവിടെ കൊടുത്തിട്ടുണ്ട്? 5 to അതിപ്പോ എവിടെ ആയി മാറി? പുതിയ BSc വന്നപ്പോ 5ന് പകരം 3 to 50. കാര്യം മനസ്സിലായി. ഞാനൊരു കണക്ഷൻ പറഞ്ഞു തരിക. അപ്പൊ രണ്ടും നമ്മൾ ലോ വലിയ വ്യത്യാസം ഇല്ല എന്ന് മനസ്സിലായില്ലേ? അപ്പൊ ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണല്ലോ. അപ്പൊ എവിഡൻസ് ലോയുടെ ആപ്ലിക്കേഷൻ മനസ്സിലായല്ലോ. എന്നിട്ട് അത് ജെയിംസ് ഫിറ്റ് സ്റ്റീഫൻ ഡ്രാഫ്റ്റ് ചെയ്തു എന്നും ഇൻട്രോ എഴുതാൻ വേണ്ടി പറയാം. ജെയിംസ് ഫിറ്റ് സ്റ്റീഫൻ ഡ്രാഫ്റ്റ് ചെയ്ത് 1872 തന്നു എന്നും ഈ പറഞ്ഞ എന്താണ് ഇലക്ട്രോണിക് റെക്കോർഡ്സും ഇലക്ട്രോണിക് എവിഡൻസിന്റെ ആധികാരികത വരേണ്ട പശ്ചാത്തലത്തിലാണ് നമ്മളിതും റീപ്ലേസ് ചെയ്ത് മാറ്റിയെങ്കിലും 3 വകുപ്പേ കൂടിയിട്ടുള്ളൂ. പണ്ട് 167, ഇപ്പൊ 170. ഓക്കെ. അപ്പൊ ആ 3 വകുപ്പും കൂടിയത് ഏതിനെ ചുറ്റിപ്പറ്റിയാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇലക്ട്രോണിക് എവിഡൻസിന്റെ ആധികാരികതയെ പറ്റിയാണ്. അതുവരെ പറഞ്ഞു വെച്ചു. പിന്നെ ഞാൻ നേരെ അടുത്ത ടോപ്പിക് രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞു തന്നത്? 3 വാക്കാണ് ഇതിൽ ഏറ്റവും ഈ സ്റ്റാറ്റ്യൂട്ടിനകത്ത് ഏറ്റവും ആവശ്യമുള്ള 3 വാക്കാണ്. അല്ല, എല്ലാം ആവശ്യമുള്ളതാണ്. പക്ഷെ ഏറ്റവും ആവശ്യമുള്ള വാക്കുകളാണ് ഇത്. ഫാക്ട് ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ടതാ. 3 ഓർഡറിൽ പഠിക്കണം. ഫാക്ട് അതിന്റെ ഡെഫിനേഷൻ നമ്മൾ വകുപ്പ് ഇപ്പൊ സെക്ഷൻ 2 ബൈഹാർട്ട് ചെയ്യണം. പിന്നെ എന്ത് പഠിക്കണം? ഫാക്ട് ഇഷ്യൂ. വളരെ ലൈറ്റ് ആയിട്ട് അതിന്റെ ഇൻഗ്രീഡിയൻസ് ഫാക്ടിന് ഇഷ്യൂ എന്താണെന്ന് ഞാൻ 2 ക്രിമിനൽ കേസിലും പറഞ്ഞു തന്നു, സിവിൽ കേസിലും പറഞ്ഞു തന്നു. ഓക്കെ. അതാണ് ചോദ്യം. അപ്പൊ അത് ഒരു ഭാഗം ആണെന്നും മറുഭാഗം അല്ലെന്നും അല്ലേ? ഒരു ഭാഗം അസേർട്ട് ചെയ്യും, മറുഭാഗം ഡിനൈ ചെയ്യും. അപ്പൊ ഡിനൈ ചെയ്യുന്ന വ്യക്തികളും എന്ത് ചെയ്യണം? ആ ഡിനൈ ചെയ്യുന്നതിനെ പറ്റി തെളിയിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരണം. അപ്പൊ അതെല്ലാം എന്താണ് റെലവന്റ് ആണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കോടതി സ്വീകരിക്കേണ്ടത്. അതിനെ നമ്മൾ എന്ത് പറയുന്നത്? റെലവൻസ്. ഓക്കെ.
അതിനുവേണ്ടി ഒരു സെപ്പറേറ്റ് ചാപ്റ്റർ നമ്മുടെ പഴയ നിയമത്തിലുണ്ട്, പുതിയ നിയമത്തിലുണ്ട്. പഴയത് 5 to 55, പുതിയത് 3 to 50. അതുവരെ ക്ലിയർ ആണല്ലോ? ഇനി ക്ലിയർ ആണല്ലോ അതും? ഇനി അടുത്ത നമ്മൾ ഇനി അപ്പൊ ഒരു തത്വം പറഞ്ഞു. ഇനി അടുത്തൊരു തത്വം എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് എവിഡൻസ് റൂൾ എന്നാണ് പറയുന്നത്. അപ്പൊ എവിഡൻസ് ആക്ടിൽ നമ്മൾ വായിച്ച് ഫസ്റ്റ് ലാസ്റ്റ് മനസ്സിലാക്കുമ്പോൾ നമ്മൾ മൊത്തത്തിൽ മനസ്സിലാക്കേണ്ട റൂളാണ് ബെസ്റ്റ് എവിഡൻസ് റൂൾ. ബെസ്റ്റ് എവിഡൻസ് റൂൾ. അപ്പൊ ബെസ്റ്റ് എവിഡൻസ് റൂൾ എന്ന് പറയുമ്പോൾ ഈ ആക്ടിൽ, ഈ നിയമത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്, നിങ്ങൾ ജഡ്ജായിട്ടിരിക്കുമ്പോൾ ബെസ്റ്റ് ആണ് എടുക്കേണ്ടത്. ഒരു ഉദാഹരണം, ഒരു എ ബിയെ വെട്ടിക്കൊല്ലുന്ന ഞാൻ നേരിട്ട് കണ്ട, ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒന്ന് പറയാം ഞാൻ നേരിട്ട് കണ്ടു എന്ന് പറയുന്നു. വേറൊരു എക്സാമ്പിള് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, എന്റെ കൂട്ടുകാരി എടുത്ത് വേറൊരു കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞു എന്ന് ഞാൻ കയറി പറയുന്നു. ഇതിൽ ബെസ്റ്റ് ഏതാ? യെസ്. അപ്പൊ അതിന്റെ അർത്ഥം എവിഡൻസ് ഓറൽ, വാക്കാലുള്ള എവിഡൻസ് ആണെങ്കിൽ അതിന്റെ പേര് ഓറൽ എവിഡൻസ് എന്നാണ്. ടൈപ്സ് ഓഫ് എവിഡൻസ് കൊണ്ട് പറഞ്ഞു. അപ്പൊ എവിഡൻസ് ഓറലി കൊടുക്കാം. ഓറലി കൊടുക്കുമ്പോൾ അതിൽ ബെസ്റ്റ് ഏതാ? ഡയറക്റ്റ് എവിഡൻസ് എന്നാ പറയുന്നത്. അപ്പൊ ഐ വിറ്റ്നസിന്റേതാണ് ബെസ്റ്റ്. പക്ഷെ എല്ലാം പ്രതികൾ, കുറ്റം ചെയ്യുന്നവരെല്ലാം സാക്ഷി വെച്ചിട്ടല്ലല്ലോ ചെയ്യുന്നത്, ആണോ? സാക്ഷി വെച്ചിട്ടല്ലല്ലോ ചെയ്യുന്നേ. അപ്പൊ അവിടെ എന്ത് ചെയ്യാം? ചില സമയത്ത് നമുക്ക് ഹിയർസേ എടുക്കേണ്ടി വരും, ചില സമയത്ത് രണ്ടും കാണില്ല, നേരിട്ട് കണ്ടതും ഇല്ല, പറഞ്ഞു കേട്ടതും ഇല്ല. അപ്പോഴാണ് നമ്മൾ സാഹചര്യ തെളിവിലോട്ട് പോകണത്. ഓക്കെ, അതിന്റെ പേരാ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ്. അപ്പൊ അത് ബെസ്റ്റ് അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ അത് ഓറൽ എവിഡൻസിൽ ബെസ്റ്റ് ഏതാ? ഡയറക്റ്റ് എവിഡൻസ്. പക്ഷെ ഡയറക്റ്റ് എവിഡൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഏത് സ്വീകരിക്കാം? ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എവിഡൻസ്. ഇൻഡയറക്റ്റ് എവിഡൻസ് സ്വീകരിക്കാം. അതിലൊരു എക്സാമ്പിൾ ആണ് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ്. ഇനി സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസിലെ ഒരു കാര്യം കൂടെ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. നമ്മളെ ഇവിടുത്തെ ബേസിക് ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിന്റെ ഏറ്റവും ബേസിക് തത്വം എന്താണ്? ഇപ്പൊ എന്നെ പ്രതിയായിട്ട് കൂട്ടിക്കൊണ്ട് നിർത്തി, നിങ്ങൾ എന്തേ കാണാവൂ? പ്രിസംഷൻ. എന്ത് പ്രിസംഷൻ? അൺടിൽ ആൻഡ് അൺലെസ് ദ ഗിൽറ്റി ഈസ് പ്രൂവ്ഡ് ബിയോണ്ട് റീസണബിൾ ഡൗട്ട്, ഞാൻ ഇന്നസെന്റ് എന്നല്ലേ നിങ്ങൾ കാണേണ്ടതല്ലേ? അല്ലേ? അപ്പൊ എപ്പോഴും എന്താണ്? പ്രതിയുടെ അനുകൂലമായിട്ടല്ലോ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം നിൽക്കുന്നത്, അല്ലേ? അങ്ങനല്ലേ? അതൊരിക്കൽ ചോദിച്ചു, അതിന് പ്രിസംഷൻ ഓഫ് ഇന്നസെൻസ്. അപ്പൊ പ്രിസംഷൻ ഓഫ് ഇന്നസെൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇന്ത്യയിലെ ക്രിമിനൽ കോടതികളിൽ ഒരു പ്രതിസ്ഥാനത്ത് ഒരാളെ കൊണ്ട് നിർത്തിയാൽ ആ പ്രതി എന്താണ്? പ്രിസ്യൂം ടു ബി ഇന്നസെന്റ്. ഏതുവരെ? until and unless his guilt is proved beyond the shadow of reasonable doubt. അപ്പൊ സംശയത്തിന്റെ ഒരു കണികയെങ്കിലും ഉണ്ടെങ്കിൽ അത് ആർക്ക് അനുകൂലമായിട്ടാവും? അത് ആർക്ക് അനുകൂലമാവും? പ്രതിക്ക്. എന്നിട്ട് പ്രതി വിട്ടുവെക്കപ്പെടും. അപ്പൊ അതിന്റെ പോയിന്റ് അത് അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കണ്ടവരും ഇല്ല, കേട്ടവരും ഇല്ല, എല്ലാ സാഹചര്യം തെളിവ് വെച്ച് മാത്രമാണ് നിങ്ങൾ ജഡ്ജ് ഒരാളെ ശിക്ഷിക്കാൻ പോണത്. അപ്പൊ എല്ലാ തെളിവും പ്രതിക്കെതിരെ വരണോ വേണ്ടേ? പ്രതിക്കെതിരെ വരണോ വേണ്ടേ? അപ്പൊ ഒരു ഇല്ലസ്ട്രേഷൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാനാണ് പ്രതി, നിങ്ങളുടെ കോടതിയുടെ മുമ്പാകെ പ്രോസിക്യൂഷൻ എനിക്കെതിരെ 10 പോയിന്റ്സ് റേസ് ചെയ്ത് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക, സാഹചര്യങ്ങൾ കൊണ്ടുവരിക. എന്നാൽ അതിൽ നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞത് ഈ 10 സാഹചര്യവും ഒരു ചങ്ങലയുടെ കണ്ണികളില്ലേ, ചങ്ങല കണ്ണി എന്നറിയാലോ, ചങ്ങല കണക്ട് ചെയ്യുന്ന അതിനെ കണക്റ്റഡ്, ചങ്ങല ഒരു അടുത്ത കണക്ട് ചെയ്തല്ലേ പോണേ, അല്ലേ? അങ്ങനല്ലേ ചങ്ങല കണ്ണികൾ കണക്റ്റഡ് ആവുന്ന. അത് ഈ 10 എണ്ണവും ചങ്ങല പോലെ, കണ്ണികൾ പോലെ കണക്ട് ചെയ്യാൻ വേണം. ഈ 10 എണ്ണവും എനിക്കെതിരെ വിരൽ ചൂണ്ടിയാൽ മാത്രമേ എന്നെ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ശിക്ഷിക്കാൻ പാടുള്ളൂ. അതൊരിക്കൽ ചോദിച്ചിട്ടുണ്ട്, സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസിനെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ടെസ്റ്റ് എന്താണ്? അപ്പൊ അതിന്റെ പേരാ ചെയിൻ ഓഫ് ഈവന്റ് ടെസ്റ്റ് എന്നാ പറയുന്നത്. എനിക്കെതിരെ കൊണ്ടുവരുന്ന എല്ലാ സാഹചര്യ തെളിവുകളും അതൊരു ചങ്ങല കണ്ണി പോലെ കോർത്ത് പോവുകയും വേണം. അപ്പൊ ഒന്നുപോലും കോർക്കാതെ മാറി നിൽക്കാൻ പാടില്ല, മനസ്സിലായില്ലേ? അപ്പൊ എനിക്കെതിരെ അങ്ങനെ കോർത്ത് വരെയും വേണം. എനിക്കെതിരെ വിരൽ ചൂണ്ടിയാൽ മാത്രമേ എന്നെ ശിക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഫസ്റ്റ് ടൈപ്പ് ഓഫ് എവിഡൻസ് എന്നുള്ള വാക്കിനകത്ത് ആദ്യം വരുന്ന പോയിന്റ് എന്താണ്? ആദ്യത്തെ ഒരു ടൈപ്പ് ഓഫ് എവിഡൻസ് ഏതാ? ഞാനിപ്പോ പറഞ്ഞ ഏതാ? ഫസ്റ്റ് ടൈപ്പ് ഓഫ് എവിഡൻസ് എന്താണ്? പറഞ്ഞില്ലേ, ഫസ്റ്റ് ടൈപ്പ് ഓഫ് എവിഡൻസ് ഞാൻ പറഞ്ഞു. ബെസ്റ്റ് എവിഡൻസ് റൂള്, ബെസ്റ്റ് എവിഡൻസ് എടുക്കാവുള്ളൂ എന്ന് പറയുമ്പോൾ അതിൽ ബെസ്റ്റ് ഏത്? ആദ്യത്തെ ടൈപ്പ് ഓഫ് എവിഡൻസ് ഞാൻ പറഞ്ഞ എന്താണ്? ഓറലി ഗിവൺ ആണെങ്കിൽ അതിന്റെ പേരെന്താണ്? ഡയറക്റ്റ് എവിഡൻസ്. ഓറൽ എവിഡൻസിൽ ബെസ്റ്റ് ഏതാ? ഡയറക്റ്റ് എവിഡൻസ്. ഇനി അടുത്ത ഒരു ടൈപ്പ് ഓഫ് എവിഡൻസ് ഡോക്യുമെന്റ്സ്. ഇപ്പൊ ഒരു വീട് എന്റേതാണെന്ന് ഞാൻ വാദിച്ചു വരുമ്പോൾ വീട് എന്റേതാണെന്നുള്ളതിന് സാക്ഷിമൊഴി പോരല്ലോ, എന്ത് വേണ്ടി വരും? എന്റെ വീടിന്റെ പ്രമാണവും ബാക്കി എല്ലാം കൊണ്ടുവരില്ലേ? അപ്പൊ അവിടെ നമുക്ക് വാക്കാലുള്ള മൊഴി എവിഡൻസ് അല്ലല്ലോ. അതിന്റെ പേരെന്ത് എവിഡൻസാ? അതെന്ത് എവിഡൻസാ? ഡോക്യുമെന്ററി എവിഡൻസ്.
അപ്പോ അടുത്ത ഡോക്യുമെന്ററി എവിഡൻസ് ആണ് അടുത്ത ടൈപ്പ്. അതിലെ ബെസ്റ്റ് ഏതാണ്? ഡോക്യുമെന്റിന്റെ ഒറിജിനൽ കൊണ്ടുവരുന്നതാണോ ബെസ്റ്റ്, അതോ അതിന്റെ കോപ്പി കൊണ്ടുവരുന്നതാണോ ബെസ്റ്റ്? ഒറിജിനൽ. അങ്ങനെ ഒറിജിനൽ കൊണ്ടുവന്നതിന്റെ പേരാണ് പ്രൈമറി എവിഡൻസ്. ഓക്കെ. പക്ഷെ പ്രൈമറി എവിഡൻസ് കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യത്തിൽ കോടതിക്ക് മുമ്പോട്ട് പോകേണ്ടതായിട്ട് ആവശ്യമുള്ളത് കൊണ്ട് കോപ്പീസ് കൊടുത്താൽ മതി. ആ കോപ്പീസിന്റെ പേരാണ് സെക്കൻഡറി എവിഡൻസ്. അപ്പൊ ക്ലിയർ ആണല്ലോ. അപ്പൊ രണ്ടാമത്തെ കാറ്റഗറി എന്താ? ആദ്യത്തെ കാറ്റഗറി ഓറൽ എവിഡൻസ് എന്ന് ഞാൻ പറഞ്ഞു തന്നു. ആ ഓറൽ എവിഡൻസ് കൊടുക്കുമ്പോൾ അതിൽ ബെസ്റ്റ് ഏതെന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. അതേതാ? ഡയറക്റ്റ് എവിഡൻസ്. യെസ്. പിന്നെ ഇൻഡയറക്റ്റിൽ വരുന്നത് ഏത് പറഞ്ഞു തന്നു? ഹിയർസേ ഉണ്ട്, സർക്കംസ്റ്റാൻഷ്യലൊക്കെ അത് എടുക്കാം ബെസ്റ്റ്. പക്ഷെ എപ്പോഴും ബെസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഏതാണ്? ഡയറക്റ്റ് ആണ്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് എവിഡൻസ് എന്താണ്? രണ്ടാമത്തെ ടൈപ്പ് ഓഫ് എവിഡൻസ് ഡോക്യുമെന്ററി എവിഡൻസ് സ്വീകരിക്കുമ്പോൾ ജഡ്ജസ് ബെസ്റ്റ് ആയിട്ട് എന്താ സ്വീകരിക്കേണ്ടത്? പ്രൈമറി എവിഡൻസ്, ഒറിജിനൽ ഡോക്യുമെന്റ്. ഒറിജിനലാണ് പ്രൈമറി. അപ്പൊ അതിന്റെ പേര് പ്രൈമറി. പക്ഷേ അണ്ടർ സർട്ടൻ സർക്കംസ്റ്റാൻസസ് നമുക്ക് ഏത് കൊടുക്കേണ്ടി വരും? കോപ്പി കൊടുക്കും. അതിന്റെ പേര് സെക്കൻഡറി. പഴയ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്. ഒരു എക്സാമ്പിളാ, സെക്ഷൻ 65 പഴയ നിയമത്തിൽ പറയുന്ന പറഞ്ഞാൽ ഒറിജിനൽ ഈസ് ലോസ്റ്റ്, ഒറിജിനൽ ഈസ് ഡിസ്ട്രോയിഡ്, അല്ലെ ഒറിജിനൽ ഓപ്പോസിറ്റ് പാർട്ടിയുടെ കയ്യിലായി പോയി, അല്ലെങ്കിൽ ഒറിജിനൽ ഒരു പബ്ലിക് ഡോക്യുമെന്റിന്റെ ഭാഗമാണ്, കോടതിക്ക് ആ ഡോക്യുമെന്റ് കോടതിയിൽ വിളിച്ചു വരുത്താൻ പ്രയാസമാണ്. അപ്പൊ എന്ത് മതി? ഉദാഹരണത്തിന് ഞാൻ കോടതിയിൽ നിങ്ങളുടെ പറയാം, ആ സമയത്ത് ഞാൻ മെഡിക്കൽ കോളേജിൽ IC യൂണിറ്റിൽ അഡ്മിറ്റഡ് ആണെന്ന് ഞാൻ പറയുമ്പോൾ എന്റെ വക്കീലിന്റെ വാദം അതാണ്. അപ്പൊ അവിടുത്തെ മെഡിക്കൽ കോളേജിന്റെ സ്ഥിരമായിട്ട് വെച്ചിരിക്കുന്ന ഇൻപേഷ്യന്റ് രജിസ്റ്ററോ അഡ്മിഷൻ രജിസ്റ്ററോ അവരുടെ വലിയ ബുക്കല്ലേ, അതിലല്ലേ അവർ എഴുതി പോണേ അല്ലേ? അപ്പൊ അതോടൊപ്പം തന്നെ ഒരു കോടതി എന്റെ കേസിൽ വിളിച്ചു വരുത്താൻ നിന്നാൽ ഈ ബുക്ക് ഒരിക്കലും അവിടെ ആ മെഡിക്കൽ കോളേജിൽ വെക്കാൻ സമയം കാണില്ല. കാരണം ഓരോ കേസിൽ വിളിച്ചു വരുത്തേണ്ട ആവശ്യമില്ല. പക്ഷെ പേടിക്കേണ്ട, ആ ദിവസത്തെ എന്ത് മതി? ആ ദിവസത്തെ ആ പ്രിന്റ് എന്ത് ചെയ്താൽ മതി? ഫോട്ടോ എടുത്തിട്ട് അതിന്റെ എന്താണ് കോപ്പി എടുത്തിട്ട് സൂപ്രണ്ട് അറ്റസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ സർട്ടിഫൈഡ് കോപ്പി ചെയ്യാം. പക്ഷെ അതിനെന്തേ നമ്മൾ വിളിക്കുള്ളൂ? അത് സെക്കൻഡറി എവിഡൻസ് ആണ്. അപ്പൊ ഒറിജിനലും അല്ലെ കോപ്പിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി. ഒറിജിനലാണ് പ്രൈമറി എവിഡൻസ്. ഡോക്യുമെന്ററി എവിഡൻസിന്റെ ഒറിജിനൽ ഈസ് കോൾഡ് പ്രൈമറി എവിഡൻസ് ആൻഡ് ഇറ്റ്സ് കോപ്പി ഈസ് കോൾഡ് സെക്കൻഡറി എവിഡൻസ്. അപ്പൊ സെക്കൻഡറി എവിഡൻസ് അനുവദനീയമാണ്. പക്ഷെ ബെസ്റ്റ് ഏതാ? പ്രൈമറി എവിഡൻസ്. ഓക്കെ. ഇനി അപ്പൊ രണ്ട് ടൈപ്പ് ഓഫ് എവിഡൻസ്. ഇനി ഒരു ടൈപ്പ് ഓഫ് എവിഡൻസ് ഇതുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പൊ നമ്മുടെ പുതിയ നിയമത്തിനകത്ത് അത് ഒരു ജഡ്ജസിന് 168 ഇപ്പോഴത്തെ വകുപ്പ്, അതിന്റെ കണ്ടന്റ് ഇത്രയേ ഉള്ളൂ. ജഡ്ജസിന് എന്ത് വേണോ തിങ് എന്നുള്ള ഒന്ന് ടു ഡയറക്ട് ദ പേഴ്സൺ ടു പ്രൊഡ്യൂസ് എനി തിങ് എന്ന് പറയുന്നുണ്ട്. തിങ്, ആ തിങ്ങിനെയാണ് നമ്മൾ മെറ്റീരിയൽ ഓബ്ജക്റ്റ്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ഒരു കേസിൽ എന്താ ഉപയോഗിച്ച വടിവാളോ കത്തിയോ ഇതെല്ലാം അതിന് നമുക്ക് അപ്പൊ തിങ് അതും എന്താണ് എവിഡൻഷ്യറി വാല്യൂ ഉള്ളതാണ്. ഓക്കെ. അത് നമ്മൾ ആ ഒരു വകുപ്പ് വെച്ചിട്ടാണ് ജഡ്ജസിന് എന്ത് ചെയ്യാം, പ്രൊഡക്ഷൻ ഓഫ് എനി തിങ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഒരു കോടതിക്ക് എപ്പോഴെങ്കിലും അത്യാവശ്യം വരുന്ന ഒരു എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കോർട്ട് ക്യാൻ ഡയറക്ട് എനിത്തിങ് ടു ബി പ്രൊഡ്യൂസ്ഡ്. അപ്പൊ ആ തിങ്ങും കോടതിക്ക് എന്തായിട്ട് എടുക്കാം? ഇറ്റ് ക്യാൻ ബി റിഗാർഡഡ് ആസ് എവിഡൻസ്. അതിന് മെറ്റീരിയൽ ഓബ്ജക്ട് എന്നാണ്. മെറ്റീരിയൽ ഓബ്ജക്ട് റിയൽ എവിഡൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി നമ്മൾ ഇപ്പോൾ പുതിയതായിട്ട് വന്ന ഒരു കൂടുതൽ വരുന്ന ഒരു എവിഡൻസ് ആണ് ഇലക്ട്രോണിക് എവിഡൻസ്. എന്താണ് ഇലക്ട്രോണിക് എവിഡൻസ്? അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നിങ്ങൾ കോടതിയിൽ ജഡ്ജായിട്ടിരുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ ടൈപ്സ് ഓഫ് കാര്യങ്ങളാണ് കോടതിയിൽ നിങ്ങൾ എവിഡൻസ് ആയിട്ട് വരേണ്ടത്. ഒന്നുകിൽ ഓറൽ എവിഡൻസ് ആവാം, അതിന് നിങ്ങൾ ബെസ്റ്റ് ഏതേ എടുക്കാവൂ? ഡയറക്റ്റ് എവിഡൻസ്. ഓക്കെ. അടുത്ത എവിഡൻസ് എന്ത് ടൈപ്പാണ് ഞാൻ കൊണ്ടുവരുന്നത്? എന്തായിരിക്കും ഞാൻ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? ഡോക്യുമെന്റ് ബേസ്ഡ് ആണെങ്കിൽ അതിനെ ഡോക്യുമെന്റ് എവിഡൻസ് എന്ന് വിളിക്കും. അതിന്റെ ഒറിജിനലിന്റെ പേരാണ് പ്രൈമറി എവിഡൻസ്. പക്ഷേ ഒറിജിനൽ കൊടുക്കാൻ പറ്റാത്ത കാര്യത്തിൽ എന്ത് കൊടുക്കാം? സെക്കൻഡറി. യെസ്. ഇനി മൂന്നാമത്തെ ഒരു ടൈപ്പ് ഓഫ് എവിഡൻസിലാണ് ഞാൻ പറഞ്ഞത് മെറ്റീരിയൽ ഓബ്ജക്റ്റോ അങ്ങനെ എന്തെങ്കിലും തിങ് എന്നുള്ളൊരു വാക്ക്. അപ്പൊ അത് കൊണ്ടുവരുമ്പോൾ കോടതി എടുക്കേണ്ടി വരും. പിന്നെ നാലാമത് ഒരു പുതിയ അതിനകത്ത് വരുന്ന ഒരു മെയിൻ ഒരു ഏരിയയാണ് എന്താണ്? ഇലക്ട്രോണിക് എവിഡൻസ്. ആ ഇലക്ട്രോണിക് എവിഡൻസ് നമ്മുടെ പുതിയ നിയമത്തിനകത്ത് ഡോക്യുമെന്ററി എവിഡൻസിനകത്താണ് കയറ്റിയിരിക്കുന്നത്. അതുവരെ ക്ലിയർ ആണല്ലോ. അപ്പൊ ഇലക്ട്രോണിക് എവിഡൻസ് എന്നുള്ളത് ഏതിൽ വരും? ഡോക്യുമെന്ററി എവിഡൻസ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഡോക്യുമെന്ററി എവിഡൻസിൽ കൊണ്ടുവരുമ്പോ ബെസ്റ്റ് ഏതാ കൊടുക്കേണ്ടത്? ഒറിജിനൽ പ്രൈമറി എവിഡൻസ്. അപ്പോ ഇലക്ട്രോണിക് തെളിവ് കൊടുക്കുമ്പോഴും അതിന് ഡോക്യുമെന്റ് എന്ന് പറയുമ്പോൾ അതില് നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്? അതിന്റെ പ്രൈമറി എവിഡൻസ് ആണോ കൊടുക്കേണ്ടത്, സെക്കൻഡറി എവിഡൻസ് ആണോ കൊടുക്കേണ്ടത്? ബെസ്റ്റ് പ്രൈമറി. അതുകൊണ്ട് അതിൽ പുതിയൊരു ഏരിയ ആണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ഡോക്യുമെന്ററി എവിഡൻസിനകത്താണ് ഏത് വരുന്നതെന്ന് മനസ്സിലായല്ലോ. ഏതാ വരുന്നേ? ഇലക്ട്രോണിക് എവിഡൻസ്. അപ്പോൾ ഇലക്ട്രോണിക് എവിഡൻസും ഇപ്പൊ കൂടുതൽ കോടതിയിൽ ഹാജരാക്കുന്നതിനെ പറ്റി ഭയങ്കരമായിട്ട് വിവാദമായിട്ട് ഒരുപാട് സുപ്രീം കോടതിയുടെ കോൺട്രഡിക്ടറി വിധികൾ ഉണ്ടായിരുന്നു. PV അൻവറുടെ കേസ്
കുറെ കേസസ് ഉണ്ട്. PV അൻവറിന്റെ കേസ്, മുഹമ്മദ് ഷാഫിയുടെ കേസ്, പിന്നെ അർജുൻ പണ്ഡിറ്റ് റാവു. ഈ 3 കേസ് ഇലക്ട്രോണിക് എവിഡൻസ് വെച്ച് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറഞ്ഞുതരാം. അതൊക്കെ കേസ് കേട്ടല്ലോ. ഇലക്ട്രോണിക് എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കോടതി സ്വീകരിക്കേണ്ടതിനെ ചുറ്റിപ്പറ്റി കുറെ കോൺട്രഡിക്ടറി വ്യൂസ് ഉണ്ടായിരുന്നു. ഒന്ന് PV അൻവർ. ഓക്കെ, നോക്കിയാ നിങ്ങൾ റെഫർ ചെയ്ത് ആഡ് ചെയ്താൽ മതി കേട്ടോ. കേട്ടല്ലോ ആ കേസ്. PV അൻവറുടെ കേസുണ്ട്, മുഹമ്മദ് ഷാഫിയുടെ കേസുണ്ട്, വേറെ കുറെ ഉണ്ട്. പക്ഷേ ഞാൻ ഏറ്റവും അതോറിറ്റി. പിന്നെ നമ്മൾ 2020 വന്നൊരു കേസുണ്ട്, അർജുൻ പണ്ഡിറ്റ് റാവു കേസ് കേട്ടോ. അതൊന്ന് നോക്കിയാണ്, ഫാക്ട്സ് ഒക്കെ ഒന്ന് നോക്കിയാണ് കേട്ടോ. അർജുൻ പണ്ഡിറ്റ് റാവു. അതിന്റെ ഫാക്ട്സ് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം. അതിന്റെ ഫാക്ട്സ് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഇലക്ഷൻ ലോ പ്രകാരം നമ്മൾ നോമിനേഷൻ ഒരു ടൈം പറഞ്ഞിരുന്നാൽ കൃത്യമായിട്ട് നോമിനേഷൻ ആ ടൈമിനുള്ളിലേ എന്ത് ചെയ്യാവൂ. നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നവരല്ലേ. ആ നോമിനേഷന്റെ ടൈം പറഞ്ഞാൽ ആ ടൈമിനകത്തല്ലേ സ്വീകരിക്കാവൂ. ടൈം കഴിഞ്ഞ് സ്വീകരിച്ചൂടല്ലോ. ഇല്ല. പക്ഷെ ഈ കേസിന് ലാസ്റ്റിന് അർജുൻ പണ്ഡിറ്റ് കേസിൽ ഒരു ഇലക്ഷന് ഒരു നോമിനേഷൻ അവിടെയുള്ള ഉദ്യോഗസ്ഥർ എന്ത് ചെയ്തു, കളക്ടറേറ്റില് ടൈം കഴിഞ്ഞ് കളക്ട് ചെയ്തു, സ്വീകരിച്ചു. അപ്പൊ അതിനെ ചലഞ്ച് ചെയ്ത് പോയപ്പോ അവിടെ ഇരുന്ന CCTV ഡെയിലി റുട്ടീൻ അവിടുത്തെ ഫിക്സ് ചെയ്തിരുന്ന CCTVയുടെ ദൃശ്യങ്ങളിലാണ് അവരത് തെളിവായിട്ട് കൊണ്ടു കൊടുത്തത്. ടൈമിന് ശേഷം അപ്രൂവ് ചെയ്തു എന്നുള്ളതിന് ക്ലിയർ ആണല്ലോ. അപ്പൊ അവിടെ ഒരുപാട് വാദങ്ങളൊക്കെ വന്നെങ്കിലും കോടതി അതിനകത്ത് കണ്ടെത്തിയത് സ്ഥിരമായിട്ട് ആ ഓഫീസിൽ വെച്ചിരിക്കുന്ന CCTV ഓട്ടോമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നതല്ലേ, അല്ലേ? ഓട്ടോമാറ്റിക് റെക്കോർഡായിട്ട് പ്രോപ്പർ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനമല്ലേ അത്. അപ്പൊ അതിന്റെ CCTV ദൃശ്യങ്ങൾ കോടതി സ്വീകരിച്ചിട്ട് പറഞ്ഞു ഇത് പ്രൈമറി എവിഡൻസ് ആയിട്ട് എടുത്തോളാൻ പറഞ്ഞു. ഓക്കെ, എക്സാമ്പിൾ മനസ്സിലായല്ലോ. ഇനി ഇവിടുത്തെ വീണ്ടും അതിനകത്തൊരു നിയമ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഇലക്ട്രോണിക് ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് പ്രൈമറിയും കൊടുക്കാം സെക്കൻഡറിയും കൊടുക്കാം എന്ന് മനസ്സിലായല്ലോ. അപ്പൊ അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. പുതിയ നമ്മുടെ നിയമത്തിനകത്ത് സെക്ഷൻ 57 എടുക്കണം. 57 എടുത്തിട്ട് എക്സ്പ്ലനേഷൻ 4, 5, 6, 7 വരെ ബൈഹാർട്ട് ചെയ്യണം. കാരണം ഇത് essay ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയാണ്. ഇത് പുതിയ നിയമത്തിന്റെ ഒരു എസ്സയോ ഹൈലൈറ്റോ ചോദിച്ചാൽ നിങ്ങൾ ഈ ഏരിയ മാത്രമാണ് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇലക്ട്രോണിക് എവിഡൻസിന്റെ ആധികാരികതയെ പറ്റി പറഞ്ഞ വകുപ്പ് ഏതാണ്? 57. പുതിയ നിയമത്തിലെ 57 ഏതാ? എക്സ്പ്ലനേഷൻ 4, 5, 6, 7 എടുത്ത് വായിക്കണം. ഞാൻ പറഞ്ഞുതരാം. വകുപ്പ് നോട്ട് ചെയ്തോ? തീർന്നില്ല. ഇതേ പുതിയ നിയമത്തിലെ 61, 62, 63 കൂടെ നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് മനസ്സിലാക്കി വെച്ചേക്കണം. അത്രേ ഉള്ളൂ, തീർന്നു. ഞാൻ സമ്മറി പറഞ്ഞുതരാം. ഇത്രയാണ് വെച്ച് ലീഗലി എഴുതേണ്ടത്. അപ്പൊ ഇലക്ട്രോണിക് എവിഡൻസിന്റെ ആധികാരികത ചോദിച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ട് ഞാൻ പഴയ നിയമം കളഞ്ഞേക്കും, പുതിയതിലോട്ട് വന്നു. അപ്പൊ പുതിയ നിയമം വരാനുള്ള സാഹചര്യമാണ് സുപ്രീം കോർട്ടിൽ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നു ഇതിനെ ചുറ്റിപ്പറ്റി, ഈ ഇലക്ട്രോണിക് എവിഡൻസിന്റെ ആധികാരികതയെ പറ്റി. അത് തെളിവിൽ സ്വീകരിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞൊരു അവ്യക്തത നിലവിലുള്ളതിനെ ക്ലിയർ ആയിട്ടൊന്ന് മാറ്റാൻ വേണ്ടിയാണ് നമ്മളിപ്പോ ഞാൻ ഈ 3 വകുപ്പുകൾ പറഞ്ഞു തന്നത്. ആദ്യം 3+1 ആദ്യം പറഞ്ഞ 57 ഏതാ? 57 എക്സ്പ്ലനേഷൻ 4, 5, 6, 7. ഓക്കെ, അതുവരെ മനസ്സിലാക്കണം. പ്ലസ് 61, 62, 63 ഇത്രയും വകുപ്പ് വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒറ്റ കാര്യം ഞാൻ വളരെ എഡിറ്റ് ചെയ്ത് പറയാം. അത് വായിക്കുമ്പോൾ ചില ഡോക്യുമെന്റ്സ് എല്ലാം പ്രൈമറി എവിഡൻസ്, അപ്പൊ ഇലക്ട്രോണിക് എവിഡൻസ് ആയിട്ട് കൊണ്ടുവരുമ്പോൾ പ്രൈമറി എവിഡൻസ് ആണെന്ന് ഈ വകുപ്പുകളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ പെടാത്തയൊക്കെ അപ്പൊ എന്തായിരിക്കും? തീർന്നു. അതിൽ പറയാത്തതെല്ലാം എന്തായി മാറും? പ്രൈമറി. യെസ്, സെക്കൻഡറി എവിഡൻസിലായുള്ള അപകടം പറഞ്ഞുതരാം. ഈ പുതിയ വന്ന നിയമത്തിന്റെ ബാക്കിൽ സ്കെഡ്യൂളിനകത്ത് ഒരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ടുണ്ട്, ഒരു ഫോർമാറ്റ്. ആ സർട്ടിഫിക്കറ്റും കൂടെ കൊണ്ടുവന്നാലേ തെളിവ് ജഡ്ജസ് എടുക്കാവുള്ളൂ. അപ്പൊ ഇപ്പോഴത്തെ ഇലക്ട്രോണിക് എവിഡൻസിന്റെ അപ്രീസിയേഷന്റെ പ്രാക്ടിക്കൽ ആസ്പെക്ട് മനസ്സിലായാൽ വളരെ സിമ്പിൾ ആയിട്ട് എഡിറ്റ് ചെയ്ത് പറഞ്ഞുതരാം. അപ്പൊ ഇലക്ട്രോണിക് എവിഡൻസ് നമ്മൾ കൊണ്ടുവരുമ്പോൾ പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ടെന്ന് മനസ്സിലായല്ലോ, അല്ലേ? അതില് പ്രൈമറി എവിഡൻസിൽ എന്തെല്ലാം വരുമെന്ന് സ്പഷ്ടമായിട്ട് ഞാനിപ്പോ ഈ പറഞ്ഞ വകുപ്പുകൾ 4 വകുപ്പുകൾ വായിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. 57 എക്സ്പ്ലനേഷൻ 4, 5, 6, 7 എടുത്ത് വായിക്കണം. പ്ലസ് 61, 62, 63 വായിക്കുമ്പോൾ അതിന്റെ ആശയത്തിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനകത്ത് പ്രൈമറി എവിഡൻസ് എന്താണെന്ന് തെളിഞ്ഞു വരും. അതിൽ വരാത്ത എല്ലാം എന്തായി മാറും? സെക്കൻഡറി ആയി പോയാൽ നിങ്ങൾ ജഡ്ജായിട്ടിരിക്കുന്ന സമയത്ത് കക്ഷിയുടെ അടുത്ത് ഏതും കൂടെ തരാൻ പറയണം. പുതിയ വന്ന നിയമത്തിന്റെ വേറെ ആയിട്ട് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കി മനസ്സിലാക്കുക കേട്ടോ. ഈ പുതിയ വന്ന നിയമത്തിന്റെ
പട്ടികയിൽ ഒരു സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ വെച്ചാലേ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്വീകാര്യമാവുള്ളൂ. അപ്പൊ ഇപ്പോഴത്തെ ഇലക്ട്രോണിക് എവിഡൻസിന്റെ കണ്ടന്റിന്റെ പോയിന്റ് മനസ്സിലായില്ലേ? എന്താണ് എന്റെ എവിഡൻസ് വാല്യൂ ആയിട്ട് ബന്ധപ്പെട്ട എക്സിസ്റ്റിംഗ് ലോ മനസ്സിലായോ ഷെബ? യെസ് സർ. ബാക്കിയുള്ളവർക്കും കേൾക്കുന്നവർക്കും മനസ്സിലായല്ലോ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന്. ഡോക്യുമെന്റ് എവിഡൻസിനകത്ത് കൊണ്ടുവന്നു. അപ്പൊ എല്ലാം പോലെ തന്നെ ഒറിജിനലും അതിന്റെ കോപ്പിയും ഉണ്ടെന്നാണ് അർത്ഥം. അപ്പൊ അല്ലെങ്കിൽ ലീഗലി പറഞ്ഞാൽ പ്രൈമറി എവിഡൻസും ഉണ്ട്, സെക്കൻഡറി എവിഡൻസും ഉണ്ട്. അപ്പൊ ഇലക്ട്രോണിക് ഡോക്യുമെന്റിന്റെ പ്രൈമറി എവിഡൻസിനെ പറ്റിയും സെക്കൻഡറി എവിഡൻസിനെ പറ്റിയും മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഇതൊക്കെ നോക്കണം. 57-ാം വകുപ്പിലെ എക്സ്പ്ലനേഷൻ 4, 5, 6, 7 നോക്കണം. സോറി, പ്ലസ് പിന്നെ ഏതാ പറഞ്ഞ 61 അല്ലേ, 61, 62, 63. ഇത് എത്ര വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ കോടതികളിൽ ഇലക്ട്രോണിക് എവിഡൻസ് കൊണ്ടുചെല്ലുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ ആ പ്രൈമറി എവിഡൻസ് എന്ന് നമ്മുടെ ലോ പറഞ്ഞു വെച്ചിരിക്കുന്നതൊക്കെ കൊണ്ടുവന്നാൽ നമുക്ക് ഏത് പ്രൊഡ്യൂസ് ചെയ്യേണ്ട അതിന്റെ കൂടെ? കക്ഷി ഏത് പിന്നെ കൊടുക്കണ്ട? പ്രൈമറി എവിഡൻസ് ആണ് ഡെഫിനേഷനിൽ വരുന്നതാണെങ്കിൽ നമ്മൾ ഏത് പ്രൊഡ്യൂസ് ചെയ്യേണ്ട? യെസ്, ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ട. അതിൽ പെടാത്തത് വന്നാൽ അതിനോടൊപ്പം ഏത് വെക്കേണ്ടി വരും? ഷെഡ്യൂൾഡ് പറയുന്ന ക്ലിയർ അല്ലേ? അപ്പൊ അതുവരെ മനസ്സിലായല്ലോ. അപ്പൊ ബെസ്റ്റ് എവിഡൻസ് റൂളിന്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ക്ലിയർ ആണ്. ഇനി അടുത്ത യൂണിറ്റ് 4 canons of exclusion. ഞാൻ അങ്ങനെ മനഃപൂർവ്വം ഒരു എസ്സേ ടൈപ്പിൽ പറഞ്ഞിരുന്ന 4 canons of exclusion. 4 canons of exclusion ഞാൻ ഇന്ത്യൻ എവിഡൻസിന്റെ പെർവിൽ നിന്ന് ജനറലി 4 കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. 4 അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. എക്സ്പ്ലെയിൻ the 4 canons of exclusion. The 4 canons of എക്സ്ക്ലൂഷൻ. അപ്പൊ 4 കാര്യങ്ങൾ ഒഴിവാക്കി എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ അതിൽ ആദ്യത്തെ എക്സാമ്പിൾ ശ്രദ്ധിച്ചോ. 4 ഒഴിവാക്കി. 4 എസ് ആയിട്ട് വേറെ ചോദിച്ചിട്ടുണ്ട്. ഒരു എസ് എ ഫസ്റ്റ്ലി ഇപ്പൊ എന്നെ കൂട്ടിക്കയറ്റി നിർത്തിയിട്ട് 50 പേര് വന്ന് നിങ്ങളുടെ മുന്നിൽ പറയാ കണ്ടാൽ തന്നെ അറിയാം ഇയാൾ തന്നെ കൊന്നു എന്ന് പറഞ്ഞാൽ ആ ഒപ്പീനിയൻ വെച്ച് നിങ്ങൾക്ക് ശിക്ഷിക്കാൻ പറ്റൂ എന്നെ? നോ സർ. അപ്പൊ അതിനർത്ഥം ഒപ്പീനിയൻ ആണ് ആദ്യത്തെ ഒഴിവാക്കൽ. അപ്പൊ പക്ഷെ അതിനകത്ത് ഇങ്ങനെ നമ്മൾ പറയേണ്ടത് ഒപ്പീനിയൻ ഈസ് ജനറലി ഇൻഅഡ്മിസിബിൾ. ജനറലി എന്നുള്ള വാക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ എന്ത് മനസ്സിലാക്കണം, അതിനകത്ത് എക്സെപ്ഷൻ ഉണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ ഫസ്റ്റ് കാനൺ ഏതാ? ഒഴിവാക്കലിന്റെ ഫസ്റ്റ് കാനൺ ഏതാ? ഒപ്പീനിയൻ. പക്ഷേ നമ്മുടെ നിയമം തന്നെ പറയുന്നുണ്ട് എക്സ്പേർട്സിന്റെ മൊഴിയെടുക്കാം. അതാണ് എക്സ്പെർട്ട് ഒപ്പീനിയൻ. അപ്പൊ എക്സ്പെർട്ട് ആരെന്നും ഏതൊക്കെ തരത്തിലുള്ള എക്സ്പേർട്സ് ഉണ്ടെന്നും നിങ്ങൾക്ക് പഴയ നമ്മുടെ നിയമത്തിനകത്ത് 45 to 50 വരെയായിരുന്നു പണ്ട് കൊടുത്തിരുന്നത്. ഇപ്പൊ അത് 39 to 45 ആയി മാറി. അപ്പൊ ഞാൻ വീണ്ടും നിങ്ങളടുത്ത് കണക്ട് ചെയ്യാം. അപ്പൊ ഒപ്പീനിയൻ, എക്സ്പെർട്ട് ഒപ്പീനിയൻ കോടതി സ്വീകരിക്കുമല്ലോ, ഇപ്പൊ സ്വീകരിക്കാമല്ലോ അല്ലേ? അല്ലേ? അതെന്തുകൊണ്ടാണ്? അത് റെലവന്റ് ആണെന്ന് എവിടെ പറഞ്ഞിരിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ആ 5 to 55 ഇടയ്ക്ക് കിടന്നതിനകത്ത് കുറെ കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഡൈൻ ഡിക്ലറേഷൻ റിലവന്റ് എന്ന് പറഞ്ഞു തന്നു, പ്ലീ ഓഫ് അലേബിയ റിലവന്റ് ആണെന്ന് പറഞ്ഞു തന്നു. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? എക്സ്പെർട്ടിന്റെ ഒപ്പീനിയൻ. അപ്പൊ അത് തന്നെ നോക്കിയേ, പഴയ നിയമത്തില് 45, 46, 47, 48, 49. അപ്പൊ അത്രയും വകുപ്പ് എക്സ്പെർട്ടിന്റെ ഒപ്പീനിയനെ പറ്റി പറഞ്ഞു പോവേ. അപ്പൊ അതൊക്കെ കോടതിയിൽ വേണം. അപ്പൊ എക്സ്പെർട്ട് ആരാണെന്ന് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് പഠിക്കുക. സയന്റിഫിക് എക്സ്പേർട്സ്, ഹാൻഡ് റൈറ്റിംഗ് എക്സ്പേർട്സ്, ഫിംഗർ പ്രിന്റ് എക്സ്പേർട്സ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട്. പിന്നെ ഇതിന് പുറമെ നമ്മുടെ പുതിയ CRPC മാറി വന്നപ്പോൾ CRPCക്കകത്ത് നിങ്ങൾ പണ്ട് പഠിച്ചതാണ് FS ഫോറൻസിക് ലാബിന്റെ ഡയറക്ടറുടെ റിപ്പോർട്ട്, അല്ലെങ്കിൽ കെമിക്കൽ അനലിസ്റ്റിന്റെ റിപ്പോർട്ട്, അല്ലെങ്കിൽ എക്സ്പ്ലോസീവ്സിന്റെ ഹെഡ് അങ്ങനെ റിപ്പോർട്ട്, അല്ലെങ്കിൽ മുംബൈയിലുള്ള ഹാസ്കിൻ ഹെൽത്ത് അതിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇവരൊക്കെ എന്താണ്? എക്സ്പേർട്സ് ആണ്. അപ്പൊ ഇവരുടെയൊക്കെ ഇപ്പൊ മെഡിക്കൽ എക്സ്പേർട്സ് എന്ന് പഠിച്ചില്ലേ? അപ്പോൾ ഒരു ആത്മഹത്യയാണോ കൊല ചെയ്ത് കെട്ടിത്തൂക്കി എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ മെഡിക്കൽ ഒപ്പീനിയൻ അല്ലേ വരുന്നത്. അപ്പോൾ ജനറൽ റൂൾ എന്താണ്? ഒപ്പീനിയൻ ഈസ് ജനറലി ഇൻഅഡ്മിസിബിൾ, ബട്ട് ദർ ആർ എക്സെപ്ഷൻസ്. ആ എക്സെപ്ഷൻസ് നമ്മുടെ റിലവൻറ്റ് ഫാക്ടിന്റെ ചാപ്റ്ററിൽ ഉള്ളത് കൊണ്ട് കോടതി അതിനെ റിലവന്റ് ആയിട്ട് പരിഗണിച്ചേ പറ്റൂ അല്ലേ? ഫിംഗർ പ്രിന്റ് ഉണ്ട്, ബാലിസ്റ്റിക് എക്സ്പേർട്സ് ഉണ്ട്, മെഡിക്കൽ എക്സ്പേർട്സ് ഉണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ തെളിവ് ഏത് തെളിവാ വരുന്നത് കോടതിയുടെ മുമ്പാകെ? ഇലക്ട്രോണിക് തെളിവല്ലേ? അപ്പൊ അവിടുത്തെ എക്സ്പെർട്ട് ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യയിലെ IT ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിന്റെ കീഴിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത EEE എക്സാമിനർ ഓഫ് ഇലക്ട്രോണിക് എവിഡൻസ് എന്നുള്ള ഒരു എക്സാമിനർ ആണ് സൈബർ എക്സ്പെർട്ട് ആയിട്ട് വരേണ്ടത്. ക്ലിയർ ആണല്ലോ?
അപ്പൊ Yes, sir, ഇലക്ട്രോണിക് clear ആണ്. തെളിവ് കോടതിയിൽ വരുമ്പോൾ ഇലക്ട്രോണിക് തെളിവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒപ്പീനിയൻ വരണമെങ്കിൽ കോടതി ആരെയെ വിളിച്ചു വരുത്തേണ്ടത്? IT ആക്ടിൽ സ്ഥാപിതമായിട്ടുള്ള IT ആക്ട് പ്രകാരം നമ്മൾ ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന ഇ എന്നാണ് പറയുന്നതിനകത്ത്. നിങ്ങൾ IT ആക്ട് പഠിച്ചോ സൈബർ ലോ? No, sir. അപ്പൊ ഇപ്പൊ ഓർത്തു വെച്ചോ, ഇത് ഇതാ എഴുതണം. കാരണം ഈ എവിഡൻസ് ആക്ടിൽ ഇതിന്റെ സൈബർ എക്സ്പെർട്ട് ആയിട്ട് ആരെയാണ് പറഞ്ഞിരിക്കുന്നത്? IT ആക്ടിലുള്ള ഇ എക്സാമിനർ ഓഫ് ഇലക്ട്രോണിക് എവിഡൻസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതാണ് നമ്മൾ ഇവിടുത്തെ സൈബർ എക്സ്പെർട്ട്. അപ്പൊ ഇതാണ് ഫസ്റ്റ് എക്സ്ക്ലൂഷൻ. ഒപ്പീനിയൻ ഈസ് ജനറലി അഡ്മിസിബിൾ ബട്ട് ദർ ആർ എക്സെപ്ഷൻസ്. അടുത്ത ഒഴിവാക്കൽ എന്താന്ന് ചോദിച്ചാൽ ഹിയർസേ. അപ്പൊ രണ്ടാമത്തെ ക്യാൻ എന്താണ്? ഹിയർസേ. അപ്പൊ ഹിയർസേ നിങ്ങൾ ജനറലി ആണ് അഡ്മിസിബിൾ എന്ന് എഴുതാറ്. ജനറലി ഇൻഅഡ്മിസിബിൾ എന്ന് പറയുമ്പോൾ ദർ ആർ എക്സെപ്ഷൻസ്. അതിലൊരു എക്സെപ്ഷൻ ആണ് റെസ് ഗെസ്റ്റേ. പഴയ സെക്ഷൻ 6 പറഞ്ഞിരുന്ന ഒരു സാധനമുണ്ട്. റെസ് ഗെസ്റ്റേ എന്ന് പറയുമ്പോൾ ഒരു സംഭവം നടക്കുന്ന സമയത്ത് അതിനെ ചുറ്റിപ്പറ്റി പറയപ്പെടുകയോ ചെയ്യപ്പെടുകയോ എല്ലാ കാര്യവും ആ കേസിൽ റിലവന്റ് എന്നാണ്. അതിന്റെ പേരാ റെസ് ഗെസ്റ്റേ. റെസ് ഗെസ്റ്റേയുടെ എനിത്തിങ് ഡൺ ഓർ സെറ്റ് വിച്ച് ഫോംസ് പാർട്ട് ഓഫ് ദ ട്രാൻസ്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഞാൻ ഒരാളെ കൊല്ലുന്നതിന് മുമ്പ് ഞാൻ ചിലപ്പം ഇങ്ങനെ പറഞ്ഞിട്ട് 5 വർഷമായിട്ട് നിന്നെ നോക്കി നടക്കുമായിരുന്നു, ഇപ്പോഴാണ് നിന്നെ കിട്ടിയത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വെട്ടി എന്ന് പറഞ്ഞിട്ട് 2 സാക്ഷികൾ കോർട്ടിൽ കയറി പറയുമ്പോൾ ആ സാക്ഷി മൊഴി രണ്ടുപേരും ഇത് കേട്ടല്ലോ ഞാൻ പറയുന്നത് അല്ലേ? ഈ പറഞ്ഞതിനെ 2 സാക്ഷികൾ പറഞ്ഞു എന്ന് നിങ്ങളുടെ ജഡ്ജിന്റെ മുന്നിൽ പറയുമ്പോൾ നിങ്ങൾ അതിനെ ഏതായിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്? അത് റെലവന്റ് അല്ലേ? പ്രതി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു എന്നുള്ളത് ആ കേസിൽ റെലവന്റ് അല്ലേ? അല്ല, ആണോ അല്ലയോ? യെസ് സർ. അതിനെ നമ്മൾ പഴയ നിയമത്തിലെ സെക്ഷൻ 6 പ്രകാരമാണ് റെസ് ഗെസ്റ്റേ എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? കോടതി സ്വീകരിക്കേണ്ടത്. അപ്പൊ റെസ് ഗെസ്റ്റേ ആണ് ഇതിന്റെ ഒരു എക്സെപ്ഷൻ. ഹിയർസേ റൂളിന്റെ എക്സെപ്ഷൻ ആണ് റെസ് ഗെസ്റ്റേ. ഇനി ഒന്നും കൂടെ ഉണ്ട്. ഡൈൻ ഡിക്ലറേഷൻ ആണ് കോടതിയുടെ മുമ്പാകെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ കോടതി ഒരിക്കലും അത് ഡയറക്റ്റ് ആയിട്ട് കേട്ട ആള് തന്നെ വരണമെന്ന് പറയാറില്ല. അപ്പൊ ഹിയർസേ ഏതിലെടുക്കാം? ഡൈൻ ഡിക്ലറേഷനിൽ എടുക്കാം. ഞാൻ ഇല്ലസ്ട്രേഷൻ വേണം, ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിപ്പോ ഒരു ഓട്ടോ ഡ്രൈവർ രാത്രി ഓട്ടം തീർന്നിട്ട് വീട്ടിലോട്ട് പോണ വഴി പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു വിയോജനമായ സ്ഥലത്തൂടെ പോയപ്പോഴത്തേക്ക് ഒരു വീട്ടിന്റെ അതിനകത്ത് ഭയങ്കരമായിട്ട് പോകുകയും ഒരു കരച്ചിലും കേൾക്കുന്നു, കുടിൽ വീട്. അപ്പൊ നോക്കിയപ്പോഴത്തേക്ക് ആ ഒരു സ്ത്രീ കത്തി ഇങ്ങനെ പറയാം. അപ്പോൾ തന്നെ ഇയാൾ എന്ത് ചെയ്തു? ചാടി അവിടെ കഥയൊക്കെ പൊളിച്ച് ക്ലിയർ ചെയ്ത് എന്ത് ചെയ്തു? ആ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തി ഓട്ടോയിൽ ഇട്ടുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുക, ഹോസ്പിറ്റലൈസിൽ കൊണ്ടുപോകാൻ. അപ്പൊ ഈ ഓട്ടോയിലോട്ട് കയറ്റുന്ന സമയത്ത് അവിടെ എന്തുകൊണ്ടാണ് ഇവിടെ നടന്ന സംഭവം മൊത്തം ഈ സ്ത്രീ പറഞ്ഞു, ഈ ഓട്ടോ ഡ്രൈവറുടെ അടുത്ത് പറഞ്ഞു. പക്ഷെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഇവരുടെ ബോധം പോയി. ഓക്കെ, ബോധം പോയപ്പോൾ ഇയാളെ നേരെ കൊണ്ടുവന്ന് അവിടുത്തെ അഡ്മിറ്റ് ചെയ്തിട്ട് കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തിട്ട് എമർജൻസി വാർഡ് കയറ്റിയിട്ട് അവിടുത്തെ ഡ്യൂട്ടി നഴ്സിന്റെ അടുത്ത് പറഞ്ഞു, എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടാണ് ബോധം പോയെന്ന് നഴ്സിന്റെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് ഇയാൾ അവിടെ നിന്നിട്ട് എന്ത് ചെയ്തു? പെട്ടെന്ന് നിന്നാ പിന്നെ ഇയാൾക്ക് പണിയാവില്ല. കാരണം സാക്ഷിയായിട്ട് പോലീസിൽ അറിയാലോ, കയറി ഇറങ്ങും. നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം അതല്ലേ. ഒരു കേസ് ക്രൈം കേസിൽ കയറിയ വാദിയും പ്രതിയും രാജിയായിട്ട് വെളിയിൽ പോവുകയും ചെയ്യും. സാക്ഷി പറഞ്ഞവന്റെ ജീവിതം പോവില്ലേ ഓട്ടെ. അപ്പൊ അതുകൊണ്ട് ഇയാൾ എന്ത് ചെയ്തു? സാക്ഷിയാവാൻ മടിച്ച് ഇയാൾ അവിടെ നിന്ന് എന്ത് ചെയ്തില്ല, നിൽക്കാതെ മുങ്ങിപ്പോയി, അവിടെ നിന്ന് മാറി. പക്ഷെ ഇവരവിടെ കിടന്ന് മരിച്ചു എന്നായിരിക്കും. അപ്പൊ ഈ പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ ഈ സിസ്റ്ററുടെ മൊഴി പോലീസ് റെക്കോർഡ് ചെയ്യുമ്പോൾ സിസ്റ്റർ എന്ത്, ഡ്യൂട്ടി നേഴ്സ് എന്ത് പറഞ്ഞു കാണും? കൊണ്ടുവന്ന ആൾ ഇങ്ങനെ പറഞ്ഞിട്ടാണ് കൊണ്ടുപോയെന്ന് പറഞ്ഞല്ലോ ഈ സ്ത്രീ. പക്ഷെ ഈ സിസ്റ്റർ അത് കേട്ടിട്ടുണ്ടോ? ഓട്ടോയിൽ ഡ്രൈവർ അടുത്ത് പറഞ്ഞു എന്ന് ഡ്രൈവറല്ലേ പറഞ്ഞിരിക്കുന്നത്. ഈ സ്ത്രീ ഡ്യൂട്ടി നേഴ്സ് കേട്ടിട്ടുണ്ടോ? നോ സർ. അപ്പൊ ഡ്യൂട്ടി നേഴ്സിന്റെ മൊഴി ആ കേസിൽ കോടതി എടുക്കും. അത് ഹിയർസേ അല്ലേ? വൈ? ബിക്കോസ് എന്താണ്? ആ മൊഴി എന്തിനു തുല്യമാണ്? ഡൈൻ ഡിക്ലറേഷൻ. പക്ഷെ ഈ ഓട്ടോ ഡ്രൈവർ കയറി പറഞ്ഞാൽ എന്ത് തെളിവായി മാറും? നേരത്തെ പറഞ്ഞിരുന്നില്ലേ, ഓട്ടോ ഡ്രൈവർ അല്ലേ കേട്ടത്. അപ്പൊ ഓട്ടോ ഡ്രൈവർ കോടതി കയറി എന്ത് പറയാ? ഞാൻ എന്റെ അടുത്ത് പറഞ്ഞിട്ടാണ് ബോധം പോയെന്ന് പറഞ്ഞാൽ അതെന്ത് എവിഡൻസ് ആയി മാറും? ഓറൽ എവിഡൻസ്, ഡയറക്റ്റ് എവിഡൻസ് ആവും. അത് അപ്പൊ അത് അക്സെപ്റ്റ്. പക്ഷെ ഇവിടെ ഞാൻ അതല്ലല്ലോ പറഞ്ഞത്. ഇവിടെ അയാള് കേട്ടു എന്ന് പറഞ്ഞത് ആര് കേട്ടിട്ടില്ല? സിസ്റ്റർ കേട്ടിട്ടില്ലല്ലോ. അപ്പൊ ഡ്യൂട്ടി നഴ്സിന്റെ മൊഴി അതിനകത്ത് ഏതായിട്ട് എടുക്കാം കോടതിക്ക്? ഹിയർസേ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ രണ്ടാമത്തെ 4 കാനൺസിൽ 2 എണ്ണമാണ് ആയത്. അപ്പൊ ഫസ്റ്റ് കാനൺ ഒപ്പീനിയൻ. പക്ഷെ ഞാൻ പറഞ്ഞു ഒപ്പീനിയൻ നിങ്ങൾ എഴുതുമ്പോൾ ഒപ്പീനിയൻ ഈസ് ഇൻഅഡ്മിസിബിൾ എന്ന് എഴുതല്, ജനറലി എന്നുള്ള വാക്ക് ആഡ് ചെയ്യണം കേട്ടോ. ജനറലി എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയാലോ, ദർ വിൽ ബി എക്സെപ്ഷൻസ്. എക്സെപ്ഷനും പറഞ്ഞു തന്നു. രണ്ടാമത്തെ ഞാൻ എന്താ പറഞ്ഞത്? ഹിയർസേ ഈസ് ജനറലി ഇൻഅഡ്മിസിബിൾ എന്ന് എഴുതണം. അപ്പൊ അതിനകത്ത് എന്തുണ്ട്? ജനറലി എന്ന് പറയുമ്പോൾ ഏത് വാക്കിടുമ്പോൾ ഏത് അർത്ഥം ആയി കഴിഞ്ഞു? ദർ ആർ എക്സെപ്ഷൻസ്. ആ എക്സെപ്ഷൻ ഏതൊക്കെയാ?
ആ മെയിൻ എക്സെപ്ഷൻ ഏതാ? റെസ്ക് സ്റ്റേ, പിന്നെ ഏതാ? റെസ്ക് സ്റ്റേ, പിന്നെ ഏതാ പറഞ്ഞത്? ഡൈയിങ് ഡിക്ലറേഷൻ. അടുത്ത ഏതാ? തേർഡ് കാനൺ. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പൊ? യെസ് സർ, കേൾക്കാം. മൂന്നാമത്തെ എക്സെപ്ഷൻ ആണ് ക്യാരക്ടർ. ക്യാരക്ടർ നോക്കാൻ പാടില്ല. ഇപ്പൊ നിങ്ങൾ ജഡ്ജി ആയിരുന്ന സമയത്ത് ഒരാൾ അവിടെ വരുമ്പോൾ അവരുടെ ക്യാരക്ടർ ഒന്നും നോക്കാൻ പാടില്ല. അതായത് നിങ്ങൾ അതിന്റെ അർത്ഥം എന്തെന്ന് പറയുമ്പോൾ ജഡ്ജസ് പ്രിജുഡിസ്ഡ് ആവരുന്ന ഒരാൾ കുഴപ്പക്കാരനാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ എല്ലാ സമയത്തും കുഴപ്പക്കാരനാവണമെന്നില്ലല്ലോ. അതേപോലെ വളരെ നല്ലൊരാളാണ് എന്ന് പറഞ്ഞ് ഒരു കുറ്റം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തുകൂടാന്നും ഇല്ലല്ലോ, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ക്യാരക്ടർ എവിഡൻസ് ആണ് മൂന്നാമത്തെ ഒഴിവാക്കൽ. അപ്പൊ നിങ്ങൾ അവിടെയും പക്ഷെ എന്ത് പറയണം? ക്യാരക്ടർ ഈസ് ജനറലി ഇൻഅഡ്മിസിബിൾ. പക്ഷെ അതിലും നമ്മുടെ നിയമം എക്സെപ്ഷൻ പറയുന്നുണ്ട്. ഒരു എക്സാമ്പിള്, നിങ്ങളിപ്പം ഒരു സിവിൽ കേസിൽ ജഡ്ജി മാനനഷ്ട കേസിൽ ഒരാൾ 2 കോടി രൂപ ചോദിച്ച് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുക. അപ്പൊ അവർ ചോദിക്കുന്ന എമൗണ്ട് എത്രയാണ്? ക്ലെയിം. അപ്പൊ 2 കോടി കൊടുക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുമ്പോ ജഡ്ജ് ആ ക്യാരക്ടർ ഒന്ന് നോക്കണോ വേണ്ടേ? അപ്പൊ അതിന്റെ അർത്ഥം സിവിൽ കേസിൽ ക്വാണ്ടം ഓഫ് ഡാമേജസ് അല്ലെങ്കിൽ ആ എമൗണ്ട് ഓഫ് ഡാമേജസ് ഫിക്സ് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ കോടതിക്ക് ഏത് നോക്കാം? നോക്കാം. പിന്നെ അടുത്ത അതേപോലെ തന്നെ തൊട്ട് താഴെ പറയുന്നുണ്ട്, ഇതെല്ലാം ഞാൻ പറഞ്ഞ പഴയ ഫൈറ്റ് 55 തീർത്തുകൊണ്ടിരിക്കുക. ഞാൻ ഈ വകുപ്പ് പറയുന്നില്ലെങ്കിലും ആ ഫൈറ്റ് 55 കാര്യങ്ങൾ തീർന്നുകൊണ്ടിരിക്കുക. അപ്പോ അവിടെ തന്നെ ലോ എന്ത് പറയുന്നുണ്ട്? ക്രിമിനൽ കേസിലും ഹാബിച്വൽ ഒഫൻഡേഴ്സിന്റെ കേസസിൽ സ്ഥിരമായിട്ട് കേസ് നടക്കുന്നവരുടെ ക്യാരക്ടർ കോടതിക്ക് എടുത്തൂടെ? അല്ലേ? ഹാബിച്വൽ ഒഫൻഡേഴ്സ് പഠിച്ചില്ലേ? അല്ലേ? ഹാബിച്വൽ ഒഫൻഡർ സ്ഥിരമായിട്ട് കുറ്റം ചെയ്തിട്ട് അവൻ അത് നിരപരാധിയാണെന്ന് പറയുമ്പോൾ എല്ലാം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ എടുത്തൂടെ? എടുക്കാം. പിന്നെ അതേപോലെ തന്നെ ചില പ്രത്യേക ക്രിമിനൽ കേസസിനകത്ത് ഗുഡ് ക്യാരക്ടർ, പ്രതിയുടെ ഗുഡ് ക്യാരക്ടർ വേണമെങ്കിലും ചില സമയത്ത് കോടതിക്ക് നോക്കാവുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ക്യാരക്ടർ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും there are exceptions. ഇനി അടുത്ത ലാസ്റ്റ് ഒഴിവാക്കാനാണ് സിമിലർ ഫാക്ട്സ്. സിമിലർ ഫാക്ട്സ് അത് ഞാൻ സമാനമായ ഒരു വസ്തുത. ഇപ്പൊ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ ഒരാളുടെ ഒരു ലോറി ഇടിച്ചു ഒരാൾ മരിച്ചു. ഓക്കെ, അപ്പൊ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത ലോറി ഇടിച്ചു ഒരാൾ മരിച്ചു. ഓക്കെ, അപ്പൊ കോടതി കൊണ്ടുവരുമ്പോഴത്തേക്ക് എനിക്ക് ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഡിഫൻസ് കിട്ടുമോ ഇല്ലയോ? ഞാൻ അയാളെ മർഡർ ചെയ്തു എന്ന് പറഞ്ഞ് കൊണ്ട് നിർത്തിയിരിക്കുക. അപ്പൊ എനിക്ക് ഡിഫൻസ് പറഞ്ഞൂടെ? ഡിഫൻസ് ഓഫ് ആക്സിഡന്റ് റേസ് ചെയ്യാമല്ലോ. അപ്പൊ ഒരു പ്രതി അതിനകത്ത് ഡിഫൻസ് ആക്സിഡന്റ് റേസ് ചെയ്യുന്നു വിചാരിക്കുക. ഓക്കെ, ഏതെങ്കിലും ഒരു കേസ് മർഡറിലല്ല, ജസ്റ്റ് ജനറലി ഇപ്പൊ ഞാൻ ഇലസ്ട്രേഷൻ പറയുന്നില്ല, ഒരു കേസിൽ ആക്സിഡന്റ് ഡിഫൻസ് ഇട്ടു. അപ്പൊ ഈ കേസിൽ ഇപ്പൊ ഞാൻ അയാളെ കൊണ്ട് വണ്ടി ഇടിച്ചു, അയാളിപ്പോ അബോധാവസ്ഥയിൽ കിടക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ ആക്സിഡന്റ് പറ്റുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ജഡ്ജ് എന്നെ വെറുതെ വിടൂല, ആക്സിഡന്റ് പറ്റിയാൽ എന്നെ ശിക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ പ്രോസിക്യൂഷൻ വേറൊരു തെളിവ് കൊണ്ടുവരാ, ഇതേ ഞാൻ 2 വർഷം മുമ്പ് ഒരു കാറ് കൊണ്ട് ആരെ തട്ടിയിട്ടിട്ടുണ്ട്, ഇപ്പോഴത്തെ വിക്ടിമിനെ അന്ന് ഞാൻ 2 വർഷം കൊണ്ട് ഒരു കാറ് കൊണ്ട് ഇടിച്ചിട്ടിട്ടുണ്ട്, അയാൾ അന്നും ഇതേപോലെ ഒരാഴ്ച ബോധമില്ലാതെ ഹോസ്പിറ്റലിൽ കിടന്നു. അതിനൊരു 6 വർഷം മുമ്പ് ഞാനൊരു ബുള്ളറ്റ് ഓട്ടിച്ചുകൊണ്ട് വന്ന് ഇയാളെ ഇടിച്ച് ഇയാളെ കാലൊടിഞ്ഞ് കിടന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഈ കേസിൽ പരിഗണിക്കണോ വേണ്ടേ? പരിഗണിക്കണമോ? പരിഗണിക്കണം. അപ്പൊ ഒരു പ്രതി അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് എന്നുള്ള ഡിഫൻസ് എടുക്കുമ്പോൾ അത് റിബട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏത് നോക്കാം? ഏതെടുക്കാം? സിമിലർ ഫാക്ട്സ്. ക്ലിയർ അല്ലേ? അത് വേറെ ഇല്ലസ്ട്രേഷൻ ജസ്റ്റ് പറയാം. ഇവിടെ ട്രിവാൻഡ്രത്ത് ഒരു നാടോടി ഉണ്ടല്ലോ, നമ്മൾ ഇപ്പോഴത് കാണാറില്ല, നമ്മുടെ ഉണ്ട് പക്ഷെ കുറവാണ്. നമ്മുടെ റെയിൽവേ ട്രാക്കിന്റെ ഒക്കെ സൈഡിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് ടെന്റൊക്കെ അടിച്ച് കിടക്കുമല്ലോ, അല്ലേ? അപ്പൊ ഒരു കേസിൽ ഒരു ടെന്റ് അടിച്ച് കിടന്ന ഒരു ഗ്രൂപ്പിന്റെ ഇടയിൽ ഒരു പെൺകുട്ടി, ഒരു അഡോളസന്റ് ഏജ് ഒരു പെൺകുട്ടി അകത്ത് പോയിസൺ പോയി മരിച്ചുപോയി. ആ കുട്ടി മരിച്ചു. അപ്പോൾ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടന്ന സമയത്തൊക്കെ അതിലൊരു അപകടമായിട്ട് പട്ടിയൊക്കെ വരാതിരിക്കാൻ വേണ്ടി കലക്കി വെച്ച വിഷം ഈ കുട്ടിയുടെ ഉള്ളിൽ പോയി ആക്സിഡന്റലി മരിച്ചു എന്നാണ് അവർ പറഞ്ഞു വന്നു. പക്ഷെ പിന്നെ അത് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ തുറന്നു വന്നപ്പോൾ ഈ ടീം ചെന്നൈയിലുള്ള സമയത്തും അവരുടെ ആ ഗ്രൂപ്പിൽ നിന്ന് 2 പെൺകുട്ടികൾ ഇതേപോലെ അപകടമായിട്ട് അൺനാച്ചുറൽ ആയിട്ട് എന്ത് ചെയ്ത് വിഷം ഉള്ളിൽ പോയി മരിച്ചിട്ടുണ്ട്. ഇതേ ടീം ആന്ധ്രയിലുള്ള സമയത്ത് ഇവരുടെ ഇടയിലുള്ള ഒരു 1-2 പെൺകുട്ടികൾ മരിച്ചാൽ ആ വസ്തുത പ്രോസിക്യൂഷൻ കൊണ്ടുവന്നാൽ അത് നമ്മൾ പരിഗണിക്കുമോ ഇല്ലയോ? ആസ് എ ജഡ്ജ് പരിഗണിക്കണമോ ഇല്ലയോ? പരിഗണിക്കണം. അപ്പൊ അതാണ് സിമിലർ ഫാക്ട്സ്. എന്താണ്? ദേ ക്യാൻ ബി അഡ്മിറ്റഡ് ഇൻ സർട്ടൺ കണ്ടിജൻസീസ്. ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത ഷോർട്ട് ക്വസ്റ്റ്യൻ തീർക്കുക. അപ്പൊ പറഞ്ഞെന്താണ്?
വാട്ട് ആർ ദ 4 canons ഓഫ് എക്സ്ക്ലൂഷൻ. അപ്പൊ അതിലെ 4 ഒരു എസ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് ചോദിക്കാം. അപ്പോൾ പറഞ്ഞ ഏതൊക്കെ ഫസ്റ്റ് കാനൺ ഏതാ? കാനൺ മാത്രം പറഞ്ഞു മതി. ഒപ്പീനിയൻ ഈസ് ജനറൽ ഇൻഅഡ്മിസിബിൾ, there are exceptions. 2, hearsay is generally inadmissible, there are exceptions. പിന്നെ character is inadmissible, there are exceptions. And last one, similar facts are എന്താണ് inadmissible but there are exceptions. അതൊരു ക്ലിയർ ആണല്ലോ? യെസ് സർ. യെസ്. ഇനി നമ്മൾ ഇത്ര ജസ്റ്റ് തീർക്കുക. നമ്മൾ ഇതിനകത്ത് ഇനി ഇത്ര നേരം പറഞ്ഞു വെച്ചതിനകത്ത് അടുത്തൊരു ഏരിയ ജസ്റ്റ് പറയാം. അടുത്തൊരു ഏരിയ ഫാക്ട്സ്. നമ്മൾ പറഞ്ഞ എന്താണ് ഫാക്ട്സ്, പിന്നെ ഫാക്ട് ഇൻ ഇഷ്യൂ, പിന്നെ റിലവന്റ് ഫാക്ട് എന്നല്ലേ പറഞ്ഞു തന്നെ അല്ലേ? യെസ് സർ. അപ്പോ ഫാക്ട്സ് ഇൻ ഇഷ്യൂയെ എന്ത് വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യേണ്ടത്? റിലവന്റ് ഫാക്ട് വെച്ചിട്ടല്ലേ അല്ലേ? അപ്പൊ ഇവിടെ ഇന്ത്യയിൽ നിങ്ങൾ ജഡ്ജ് ആയിരുന്ന സമയത്ത് ഈ ആക്ടിൽ റിലവന്റ് ആണെന്ന് പറഞ്ഞത് മാത്രമാണ് നമ്മൾ റിലവന്റ് ആക്കാൻ പറ്റുള്ളൂ. ലോജിക്കലി പലതും നമുക്ക് റിലവന്റ് ആണെന്ന് തോന്നിയാലും നമുക്ക് ഇവിടുത്തെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ലോജിക്കൽ റിലവൻസി വേഴ്സസ് ലീഗൽ റിലവൻസി എന്ന് പറഞ്ഞു പോണേ. അപ്പൊ ഇന്ത്യയിൽ നിങ്ങൾ ജഡ്ജായിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തെളിവ് എടുക്കുന്നതിനകത്ത് ഒരു ലിമിറ്റേഷൻ പറഞ്ഞു തരിക. നിങ്ങൾക്ക് എന്തേ പറ്റൂ? ഈ ആക്ടിൽ ലീഗലായിട്ട് ഓരോ വകുപ്പിൽ പറഞ്ഞു പോണ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റിലവൻസി ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പൊ പല ലോജിക്കലി റിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് എന്താവണമെന്നില്ല. ലീഗലി കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, കേൾക്കാം സർ. അപ്പൊ ആ കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ലോജിക്കൽ റിലവൻസി ആൻഡ് ലീഗൽ റിലവൻസി. അപ്പൊ ആ റിലവൻസി ഓഫ് ഫാക്ട്സ് എന്നുള്ള ചാപ്റ്റർ നല്ലോണം നിങ്ങൾ പ്രാക്ടിക്കലി ഇപ്പൊ പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂലല്ല ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഒറിജിനലി നമ്മൾ കോടതിയിലോട്ടൊക്കെ പോകുമ്പോഴും ഈ എവിഡൻസ് ആക്ടിന്റെ റിലവന്റ് ഫാക്ട്സ് ഭയങ്കര പ്രാധാന്യമാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ആ പറഞ്ഞ 5 to 55 ഇടയ്ക്കുള്ള കുറെ എക്സാമ്പിൾസ് ക്ലിയർ അല്ലേ? യെസ് സർ. ഇനി അടുത്തൊരു എസ്സേയിലോട്ട് പോവേ. ഇനി 2-3 ചെറിയ എസ്സേസും കൂടെ ഉള്ളൂ. അടുത്തൊരു എസ്സേ എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം ഫാക്ട്സ് മസ്റ്റ് ബി പ്രൂവ്ഡ് എന്നല്ലേ പറഞ്ഞു തരുന്നേ അല്ലേ? അതിന്റെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഫാക്ട്സ് വിച്ച് നീഡ് നോട്ട് ബി പ്രൂവ്ഡ് എന്ന് പറഞ്ഞൊരു എസ്സേ ചോദിച്ചിട്ടുണ്ട്. ഫാക്ട്സ് വിച്ച് നീഡ് നോട്ട് ബി പ്രൂവ്ഡ്. അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഫാക്ട്സ് മസ്റ്റ് ബി പ്രൂവ്ഡ് എന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നേ അല്ലേ? അതെ. ഇനി പറയാൻ പോണത് ഫാക്ട്സ് വിച്ച് നീഡ് നോട്ട് ബി പ്രൂവ്ഡ് എന്ന് പറയുമ്പോൾ എവിഡൻസ് ആക്ടിൽ 3 കാറ്റഗറി ഓഫ് ഫാക്ട്സിനെ പ്രൂവ് ചെയ്യേണ്ട എന്നാണ് പറഞ്ഞു പോയിരിക്കുന്നത് കേട്ടോ. 3 എണ്ണം. അതിൽ ഒന്നാണ് അഡ്മിറ്റഡ് ഫാക്ട്സ്. എന്താണ്? എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കും, എക്സാമിൻ ദ ഫാക്ട്സ് വിച്ച് നീഡ് നോട്ട് ബി പ്രൂവ്ഡ്. അത് 1 ഏതാ? അഡ്മിറ്റഡ് ഫാക്ട്സ്. അപ്പൊ അതിലിപ്പോ ഉദാഹരണത്തിന് ഇപ്പൊ പ്രതിയായ ഞാനിപ്പോ ക്രൈം സീനിൽ നിന്ന് ഇറങ്ങി ഓടിയെന്ന് ഞാൻ പ്രോസിക്യൂഷൻ പറയാം. കണ്ടവർ 2 പേരും ഉണ്ട്. ഓക്കെ, ഞാനും പറയാണ് അവിടെ നിന്ന് ഓടി എന്ന് പറയുകയാണെങ്കിൽ പ്രശ്നമില്ലല്ലോ. പിന്നെ എന്റെ ഭാഗം പിന്നെ ഫെർദർ തെളിവിന്റെ കാര്യമില്ല, ബിക്കോസ് ഞാൻ അഡ്മിറ്റ് ചെയ്യല്ലേ അത് അല്ലേ? യെസ്. അപ്പൊ അഡ്മിറ്റഡ് ഫാക്ട്സ് പ്രൂവ് ചെയ്യണ്ട. രണ്ടാമത്തെ ഒരു കാര്യം ജുഡീഷ്യൽ, അത് പരീക്ഷയ്ക്ക് അല്ലാതെ സെപ്പറേറ്റ് എസ്സേ ചോദിക്കും. ജുഡീഷ്യൽ നോട്ടീസ്. ജുഡീഷ്യൽ അതൊരു ലിസ്റ്റ് നമ്മുടെ നിയമത്തിൽ കൊടുത്തിട്ടുണ്ട്. ആ നിയമത്തിലെ ലിസ്റ്റ് ഞാൻ ഇന്ത്യയിൽ നിലവിലുള്ള എല്ലാ നിയമങ്ങളും സ്റ്റാറ്റ്യൂട്ട്സ് ഒക്കെ ഇല്ലേ, റൂൾസ്, റെഗുലേഷൻ, സ്റ്റാറ്റ്യൂട്ട്സ്, പിന്നെ നമ്മുടെ ഇന്ത്യയുടെ ടെറിട്ടോറിയൽ സ്റ്റേറ്റിന്റെ ഡിവിഷൻസ്, നമ്മുടെ ഗസറ്റഡ് പോസ്റ്റുകൾ ഏതൊക്കെയാണ്, അങ്ങനെ അത് ബൈഹാർട്ട് ചെയ്തോണേ. ആ ലിസ്റ്റിലുള്ളതൊന്നും എന്ത് ചെയ്യണം? അതിന്റെ ജുഡീഷ്യൽ നോട്ടീസ് എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്നേ. ജുഡീഷ്യൽ നോട്ടീസ്. 2 കാര്യം. ഇനി ഒന്നെന്ന് പറഞ്ഞാൽ ചില അനുമാനങ്ങൾ, സർട്ടൺ പ്രിസംഷൻസും പ്രൂവ് ചെയ്യണ്ട. ഓക്കെ, അപ്പൊ എല്ലാ അനുമാനങ്ങളും എന്നല്ല, ചില പ്രിസംഷൻസും നമ്മൾ പ്രൂവ്. നിങ്ങൾ ഒരുപാട് പ്രിസംഷൻസ് പണ്ട് പഠിച്ചില്ലേ? ഒന്ന് നിങ്ങൾ IPC പഠിച്ചില്ലേ? ചൈൽഡ് ബിലോ 7 years എന്തില്ല? പഠിച്ചില്ലേ? മെൻസ്ട്രിയ ഇല്ലല്ലോ അല്ലെ? അങ്ങനെ നിങ്ങൾ പഠിച്ച ഒരു പ്രിസംഷൻ അല്ലേ? 7 വയസ്സിൽ താഴെ കുട്ടികൾക്ക് മെൻസ്ട്രിയ ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല, നിങ്ങൾ പഠിച്ച പ്രിസംഷൻ അല്ലേ അത്? ഡോൾ ഇൻകാപ്രിസ് എന്ന് പഠിച്ചില്ലേ? വേറൊന്നും നിങ്ങൾ പഠിച്ചില്ലേ? അൺഹേർഡ് ഫോർ 7 years, 7 വർഷത്തിന് അല്ലേ? കാണാനില്ലെങ്കിൽ നമ്മൾ എന്ത് അനുമാനം എടുക്കുന്നേ? മരിച്ചു. യെസ്. പിന്നെ വേറൊന്നും നിങ്ങൾ പഠിച്ചില്ലേ? വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ ക്രൂവൽറ്റിയോ മറ്റ് ഡൗ ഡിമാൻഡ് എന്തെങ്കിലും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു വെക്കുകയും അസ്വാഭാവികമായിട്ട് ഭാര്യ മരിച്ചാൽ അതെന്താ നമ്മൾ അനുമാനിക്കുന്നത് എന്താണെന്നത്? മരണം. യെസ്. പിന്നെ നിങ്ങൾ തന്നെ പഠിച്ചില്ലേ? ചില റേപ്പ് കേസിനകത്ത് ആ സ്ത്രീ കൺസെന്റ് കൊടുത്തിട്ടില്ല എന്നല്ലേ നമ്മൾ അനുമാനിക്കുന്നത് അല്ലേ? അല്ലെ? അങ്ങനെ കുറെ പ്രിസംഷൻ പഠിച്ചില്ലേ അല്ലേ? അപ്പൊ പ്രിസംഷൻ എന്താണെന്ന് ആശയം മനസ്സിലായാലും ഇറ്റ്സ് എ അസംഷൻ ദാറ്റ് സംതിങ് ഈസ് ലൈക്ക് ദിസ് ആൻഡ് ലൈക്ക് ദാറ്റ്. ക്ലിയർ അല്ലേ? അതേപോലെ നമ്മുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലും വേറെ ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞുതരാം.
30 വർഷം പഴക്കമുള്ള ഒരു ഡോക്യുമെന്റ് നിങ്ങളുടെ മുന്നിൽ കോടതി പ്രൊഡ്യൂസ് ചെയ്താൽ നമ്മളതിനെ ലീഗലി ഏൻഷ്യൻ ഡോക്യുമെന്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ 2 മാർക്സ് ചോദിച്ചിട്ടുണ്ട് ഏൻഷ്യൻ ഡോക്യുമെന്റ് എന്താണ്. അപ്പൊ എത്ര വർഷം പഴക്കമുള്ള ഡോക്യുമെന്റിനെ നമ്മളെ വിളിക്കുന്ന ഏൻഷ്യന്റ് എന്ന്? 30. അപ്പൊ 30 വർഷം പഴക്കമുള്ള ഒരു ഡോക്യുമെന്റ് കോടതിയിൽ നിങ്ങളുടെ ജഡ്ജായിരിക്കുന്ന സമയത്ത് ഹാജരാക്കിയാൽ നിങ്ങൾക്ക് ലോ തന്നെ പറയുന്നത് നിങ്ങൾക്ക് ജഡ്ജസിനെ അനുമാനിക്കാം അതിലുള്ള പാർട്ടീസൊക്കെ ജെന്യൂനായിട്ട് ഒപ്പിട്ടിട്ടുണ്ട്, അതിൽ തമ്മിൽ എല്ലാം മനസ്സിലാക്കി ഒപ്പിട്ടു എന്നൊക്കെ നിങ്ങൾക്ക് അനുമാനം. അപ്പൊ ജെന്യൂൻ ആണെന്ന് നിങ്ങൾക്ക് അനുമാനിക്കാം. കണ്ടില്ല, അതും ഒരു അനുമാനമാണ്. അപ്പൊ 30 years ഓൾഡ് ഡോക്യുമെന്റ്സ് കൊണ്ടുവരുമ്പോൾ എന്താണ് നമ്മുടെ ലോ തന്നെ ഒരു എക്സാമ്പിളാ. എവിഡൻസ് ആക്ട് തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദാറ്റ് ഡോക്യുമെന്റ് ഈസ് presumed to be genuine. അതിന്റെ ലോജിക്ക് മനസ്സിലല്ല. അത് അങ്ങനെ അനുമാനിച്ചില്ല എന്ത് ചെയ്യും? അന്ന് എഴുതി തയ്യാറാക്കിയവരും സാക്ഷി വെച്ചവരും ഒക്കെ ചിലപ്പോൾ മരിച്ചു കാണും, അവിടെയൊക്കെ മെമ്മറി ഒക്കെ പോയി കാണും. അപ്പൊ അതിനെല്ലാം നമ്മൾ കണ്ടസ്റ്റ് ചെയ്ത് റീഓപ്പൺ ചെയ്താലുള്ള കുഴപ്പം മനസ്സിലായില്ലേ? വലിയ തർക്കത്തിലോട്ട് പോവില്ലേ? അതുകൊണ്ടാണ് ലോ പറയുന്നത് അതെല്ലാം നിങ്ങൾ എന്തായിട്ട് അനുമാനിച്ചോളാൻ. അങ്ങനെയുള്ള അതേ ജെന്യുവൻ. അപ്പൊ എന്താണ് ഈ അനുമാനം എന്ന് മനസ്സിലായല്ലോ അല്ലെ? ഇനി കമ്മിങ് ടു ദ സബ്ജക്ട് മാറ്റർ, പ്രിസംപ്ഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞു. ഡിഫറെന്റ് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു തന്നു. ഇനി നമ്മൾ പ്രിസംപ്ഷൻസിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ടിൽ 3 ടൈപ്പാണ്. പ്രിസംപ്ഷൻ ഓഫ് ഫാക്ട് ഉണ്ട്, പ്രിസംപ്ഷൻ ഓഫ് ലോ ഉണ്ട്, മിക്സഡ് ഉണ്ട്. രണ്ടിലും മിക്സഡ്. അപ്പൊ പ്രിസംപ്ഷൻ ഓഫ് ലോ ഉണ്ട്, പ്രിസംപ്ഷൻ ഓഫ് ഫാക്ട് ഉണ്ട്, മിക്സഡ് ഉണ്ട്. അപ്പൊ നമുക്ക് വസ്തുതയുടെ മുകളിൽ അനുമാനങ്ങളുണ്ട്, ലോ പറയുന്ന ലീഗലി കുറെ അനുമാനം, പിന്നെ മിക്സഡ് ഉണ്ട്. അപ്പൊ ഇതിലുള്ള ഒരു വ്യത്യാസം ഞാൻ പ്രിസംപ്ഷൻ ഓഫ് ലോ എപ്പോഴും അല്ലാതാക്കാൻ പറ്റും. പ്രിസംപ്ഷൻ ഓഫ് ഫാക്ട് എപ്പോഴും റീബട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ എപ്പോഴും പ്രിസംപ്ഷൻ ഓഫ് ഫാക്ട് എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം? റിബട്ട് മീൻസ് അല്ലാതാക്കാവുന്നതാണ്. പ്രിസംപ്ഷൻ ഓഫ് ലോ 2 തരത്തിലുണ്ട്, റീബട്ടബിളും ഉണ്ട്, ഇറിബട്ടബിളും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇറിബട്ടബിൾ ആകുമ്പോൾ നമുക്ക് അതിനെ കൺക്ലൂസീവ് പ്രൂഫ് എന്ന് പറയും. ഉദാഹരണത്തിന് ഒരു കുട്ടി ക്രൈം ചെയ്ത ഒരു കേസിൽ പ്രതിയായ ഒരു കുട്ടിയുടെ പ്രായം ചെയ്ത സമയത്ത് 7 താഴെയാണെന്നൊരു എവിഡൻസ് വന്നാൽ നിങ്ങൾക്ക് എന്ത് തീരുമാനം എടുക്കാം? ആ കുട്ടിക്ക് എന്തില്ല എന്ന്? മെൻസ്ട്രിയില്ല. അപ്പൊ ആ മെൻസ്ട്രിയ ഇല്ല എന്നുള്ളതിന് ഒരു കൺക്ലൂസീവ് പ്രൂഫ് അല്ലേ ആ 7 വയസ്സിൽ താഴെ ആയിരുന്നു എന്നുള്ളത് അല്ലേ? പിന്നെ ഫർദർ എവിഡൻസിന്റെ കാര്യം ഉണ്ടോ? അത് ഇല്ല. പിന്നെ കോടതി ജഡ്ജ് ക്രോസ് ചെക്ക് ചെയ്യേണ്ട കാര്യം ഉണ്ടോ? ജഡ്ജിന് പറയാൻ പറ്റില്ല ഇതിനെ ഒന്നും കൂടെ മനോനില ഉണ്ടോ എന്ന് നോക്കണം എന്നൊക്കെ പറയാൻ പറ്റില്ലല്ലോ. ബിക്കോസ് അതിലെ എന്ത് ഫാക്ട് ആണ് പ്രൂവ് ചെയ്യപ്പെട്ടത്? അറ്റ് ദ ടൈം ഓഫ് കമ്മിറ്റിംഗ് ദ ആക്ട് എന്ത് പ്രൂവ് ചെയ്യപ്പെട്ടു? 7 yearsൽ താഴെയാണ്. അപ്പൊ 7 years താഴെയാണെന്നുള്ളത് പ്രൂവ് ചെയ്യപ്പെട്ട അത് കൺക്ലൂസീവ് ആണ്. എന്താണ് പിന്നെ അതിനെപ്പറ്റി ചുറ്റിപ്പറ്റി? അപ്പൊ ഇതാണ് കൺക്ലൂസീവ് പ്രൂഫ്. ക്ലിയർ? അപ്പൊ അതിനകത്ത് എന്താണ് നമ്മൾ പറഞ്ഞില്ലേ? അപ്പോ പ്രിസംപ്ഷൻ എന്താണെന്നും ചില തരത്തിലുള്ള പ്രിസംപ്ഷൻ അത് പ്രൂവ് ചെയ്യേണ്ടെന്ന് മനസ്സിലായല്ലേ? അപ്പൊ പ്രിസംപ്ഷൻ എന്താന്ന് പറഞ്ഞു തന്നു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രിസംപ്ഷൻ എന്താന്ന് പറഞ്ഞു തന്നു. അതിലുള്ള ഒരു വ്യത്യാസമാണ് പ്രിസംപ്ഷൻ ഓഫ് ഫാക്ട് ഓൾവേസ് റീബട്ടബിൾ ആണ്, പക്ഷെ പ്രിസംപ്ഷൻ ഓഫ് ലോ റീബട്ടബിളും ഉണ്ട്, ഇറീബട്ടബിളും ഉണ്ട്. ഇപ്പൊ ഡൗറിടത്തിന്റെ ഒക്കെ അത് റീബട്ടബിൾ അല്ലേ? ഇപ്പൊ ഒരു അക്യൂസ്, ഇപ്പൊ ഒരു ഭാര്യ അസ്വാഭാവികമായിട്ട് മരിച്ചാൽ ഭർത്താവിനെ വേണമെങ്കിൽ തിരിച്ച് പ്രൂവ് ചെയ്തുകൂടെ? അല്ലേ? തിരിച്ച് പ്രൂവ് ചെയ്തുകൂടെ? റിബട്ട് ചെയ്തുകൂടെ അത്? അപ്പൊ അതാണ് റിബട്ടബിളും ഉണ്ട്, ഇറിബട്ടബിളും ഉണ്ട്. ഓക്കെ, ഇറിബട്ടബിൾ നിൽക്കുമ്പോൾ കൺക്ലൂസീവ് എന്നൊരു കോൺസെപ്റ്റ് പറഞ്ഞു. ഇനി അടുത്ത വേറെ യൂണിറ്റിലോട്ട് പോവാം. ഇവിടെ പറഞ്ഞു വെച്ചത് ഫാക്ട്സ് വിച്ച് നീഡ് നോട്ട് ബി പ്രൂവ്ഡ്, എന്തൊക്കെയാണ് പ്രൂവ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു വെച്ചു. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് അഡ്മിഷൻ ആൻഡ് കൺഫെഷൻ. അഡ്മിഷൻ ആൻഡ് കൺഫെഷൻ. ഈ അഡ്മിഷനും കൺഫെഷനും നമ്മുടെ നേരത്തെ പറഞ്ഞ റിലവൻസി എന്നുള്ള ചാപ്റ്ററിനകത്ത് വരും. അപ്പൊ അതിനർത്ഥം എന്താണ്? കോടതി നിങ്ങൾ ജഡ്ജായിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് റിലവന്റ് ആക്കാം? അഡ്മിഷനും നിങ്ങൾക്ക് എടുക്കാം, ഏതും എടുക്കാം, കൺഫെഷൻ. അപ്പൊ അഡ്മിഷനും കൺഫെഷനും റിലവന്റ് ഫാക്ട്സ് ആണെന്ന് ഞാൻ പറഞ്ഞു പോവുക. അപ്പൊ ആദ്യം അഡ്മിഷനെ പറ്റി നിയമത്തിൽ പറഞ്ഞ പഴയ വകുപ്പ് സെക്ഷൻ 17 പറഞ്ഞു പോണത്. അഡ്മിഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫാക്ട് അഡ്മിറ്റ് ചെയ്യുമ്പോൾ അഡ്മിഷനും, ഗിൽറ്റ് അഡ്മിറ്റ് ചെയ്യുമ്പോൾ അഡ്മിഷൻ എന്തായി മാറും? കൺഫെഷൻ. അപ്പൊ കൺഫെഷൻ. അപ്പൊ കൺഫെഷൻ രണ്ടായിട്ട്. അപ്പൊ അഡ്മിഷൻസ് നമുക്ക് ഓൾറെഡി അറിയാം. ഒരു കോടതി കയറി നമ്മൾ എന്താണ് പാർട്ടിയുടെ വക്കീലോ അല്ലെങ്കിൽ അവരുടെ റെപ്പോ ഇവരൊക്കെ പറയുന്നതല്ല എന്താണ്? അഡ്മിഷൻ കോടതിക്ക് റിലവന്റ് ആയിട്ട് സ്വീകരിച്ച് മുമ്പോട്ട് പോകാം. ഇനി കുറ്റം കയറി അഡ്മിറ്റ് ചെയ്യുമ്പോൾ അത് കൺഫെഷൻ ആവും. അപ്പൊ അവിടെ നമ്മൾ കൺഫെഷനെ 2 ടൈപ്പ് ഓഫ് മാറ്റുകയാണ്. ഒന്ന് നമുക്ക് അറിയാവുന്നതാണ്, ജുഡീഷ്യൽ കൺഫെഷനും എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷനും. ജുഡീഷ്യൽ കൺഫെഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ? ആരുടെ മുമ്പാകെ കൊടുത്തതാണ്? കോടതിയുടെ മുമ്പ്. അപ്പൊ എക്സ്ട്രാ ജുഡീഷ്യൽ ആകുമ്പോൾ കോടതിയല്ല, പോലീസ് ആവാം, കൂട്ടുകാരനാവാം, നാട്ടുകാരനാവാം, ഡോക്ടർ ആരും ആവാം. ഇതില്
പോലീസിന്റെ മുന്നിൽ കൊടുത്തതിൽ വിലയില്ല എന്നൊരു അനുമാനം. അത് പറയാം, നമ്മുടെ പോലീസ് പ്രശ്നം ഞാൻ നമ്മുടെ ഇതിനകത്ത് അതിന്റെ കോൺസെപ്റ്റ് പറഞ്ഞുതരാം. നമ്മുടെ അപ്പൊ കൺഫ്യൂഷൻ നിൽക്കട്ടെ, ഞാൻ വേറൊരു ആംഗിൾ പറയാം. നമ്മൾ ലോക രാജ്യങ്ങളെ നമ്മൾ മിക്കവാറും ഈ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിന് വേണ്ടി ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ബ്രിട്ടീഷുകാർ ഭരിച്ച രാജ്യങ്ങളെല്ലാം നമ്മൾ കോമൺ ലോ രാജ്യങ്ങൾ എന്നാ പറയുന്നത്, അറിയാലോ? കോമൺ ലോ, ഇന്ത്യ അടക്കം കോമൺ ലോ രാജ്യങ്ങളാണ്, ബ്രിട്ടീഷ് കോളനി. ഇനി ബ്രിട്ടീഷുകാർ തൊടാത്ത നമ്മുടെ നെപ്പോളിയൻ ടീമും ഒക്കെ ഉള്ള രാജ്യങ്ങളെ നമ്മൾ കോണ്ടിനെന്റൽ രാജ്യങ്ങൾ എന്നാ പറയുന്നത്. എന്താണ് കോണ്ടിനെന്റൽ? അപ്പൊ ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി എല്ലാം അതിൽ വരും. അപ്പൊ രണ്ട് തരം രാജ്യങ്ങളെ നമ്മൾ ഡിമാർക്കേറ്റ് ചെയ്ത് എന്താണ് കോമൺ ലോ രാജ്യങ്ങളും കോണ്ടിനെന്റൽ. അപ്പോ അതിലുള്ള ഒരു വ്യത്യാസം, കോമൺ ലോ രാജ്യങ്ങളിലെല്ലാം ഒരു ക്രൈം കേസിന്റെ ഇൻവെസ്റ്റിഗേഷനിൽ കോടതിക്ക് റോളേ ഇല്ല. നിങ്ങൾ CRPC പഠിച്ചേരും, ഇൻവെസ്റ്റിഗേഷന്റെ ഡെഫിനിഷൻ തന്നെ എന്താണ്? ആരാണ്? ബൈ പോലീസ് ഓർ എനി അതർ ഏജൻസി അതർ ദാൻ ദ കോർട്ട് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് നമ്മുടെ ബ്രിട്ടീഷ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഇന്ത്യ അടക്കമുള്ള എന്താണ് രാജ്യങ്ങളിൽ, കോമൺ ലോ രാജ്യങ്ങളിൽ നമ്മൾ, അല്ലെങ്കിൽ അതിന്റെ സിസ്റ്റത്തിന്റെ പേര് അഡ്വേഴ്സറിയൽ സിസ്റ്റം അല്ലെങ്കിൽ അക്യൂസിറ്റോറിയൽ സിസ്റ്റം നമ്മൾ പറയണേ. മറ്റേതിനെ നമ്മൾ എന്താണ് കോണ്ടിനെന്റൽ രാജ്യങ്ങളുടെ സിസ്റ്റത്തിന് ഇൻക്വിസിറ്റോറിയൽ സിസ്റ്റം എന്നാ പറയുന്നത്. അപ്പൊ ഇൻക്വിസിറ്റോറിയൽ സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത, ഇൻവെസ്റ്റിഗേഷനിലും കൂടെ ആരുടെ കണ്ണുകളുണ്ട്? ക്രൈം കേസിന്റെ ഇൻവെസ്റ്റിഗേഷനിലും ആരുടെ കണ്ണുകളുണ്ട്? യെസ്. അപ്പൊ ഉണ്ട് ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഈ കോമൺ ലോ രാജ്യങ്ങളിൽ പോലീസുകാരോ അതർ ഏജൻസിയോ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഒരു പാവപ്പെട്ടവനെ ആയിരിക്കും കൊണ്ട് നിർത്തിയിരിക്കുന്നു എന്നൊരു അനുമാനമുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ പോലീസുകാരുടെ അടുത്ത് അത്ര വിശ്വാസക്കുറവുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ ലോ മേക്കേഴ്സ് ഡ്രാഫ്റ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, പോലീസുകാർ കൊണ്ടു നിർത്തുന്ന കുറ്റം ആരോപിതരെല്ലാം ഇന്നസെന്റ് ആയിട്ട് കാണാൻ വേണ്ടി നമ്മുടെ ലോ പറഞ്ഞു വെക്കുന്നതിന്റെ റീസൺ അതാണ്. മനസ്സിലായില്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ നമ്മൾ ഇത്രയും ഒരു ക്രൈം കേസിലെ പ്രതിക്ക് നമ്മൾ ആദ്യമേ കോടതി ഇന്നസെന്റ് ആയിട്ട് കാണാൻ പറഞ്ഞതിന്റെ ലോജിക്ക് മനസ്സിലായല്ലോ? എന്താണ്? വൈ? ബിക്കോസ് പോലീസുകാരോ അതർ ഏജൻസിയോ പ്രതിയാക്കി കൊണ്ടു നിർത്തിയിരിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ അവരുടെ അടുത്തൊരു വിശ്വാസതയുടെ കുറവുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ ജഡ്ജ് അവരെ എന്തായിട്ട് കാണാൻ പറയുന്നേ? യെസ്. അതേ ലോജിക്കലിൽ പോലീസിൽ കൊടുത്ത കൺഫെഷനും ഒരു പ്രോപ്പർ അല്ല എന്നുള്ള വിശ്വാസപ്രകാരം നമ്മുടെ നിയമം അതിനെ തീർത്ത് എഴുതി വെച്ചിരിക്കുക. പോലീസിന്റെ മുന്നിൽ കൊടുത്ത കൺഫെഷന് 0 വാല്യൂ ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലേ? പോലീസുകാരുടെ മുന്നിൽ കൊടുക്കുന്ന കൺഫെഷന് ഒപ്പിട്ട് എഴുതി കൊടുത്താലും ഒരു വെള്ള പേപ്പറിന്റെ വില പോലും അതിനില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ അവിടെ എക്സെപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒരു എക്സെപ്ഷൻ അതിനൊന്നും ലോജിക്ക. പക്ഷേ ജുഡീഷ്യൽ കൺഫെഷന് വിലയുണ്ടോ ഇല്ലയോ? അതിന്റെ റീസൺ എന്താണ്? CRPCക്കകത്ത് നിങ്ങൾ പഠിച്ചതാണ്. ഇപ്പൊ നിങ്ങൾ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആരെങ്കിലും ആവട്ടെ, നിങ്ങളെ മുന്നിൽ ഒരു പ്രതി കുമ്പസരിക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് ഒരു പ്രൊസീജിയർ പാലിക്കാൻ പറഞ്ഞിരിക്കുക. നിങ്ങൾ അങ്ങോട്ട് ആദ്യമേ ബോധവൽക്കരണം ചെയ്ത് കുറ്റാരോപിതന്റെ അടുത്ത് പറയണം, ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, കൺഫസ് ചെയ്യരുതെന്നും, ചെയ്താൽ അപ്പോഴും പ്രതി പറയണം ചെയ്യണം. അപ്പം അങ്ങനെ വീണ്ടും പ്രതി വാശി പിടിച്ചാൽ അത് ഫെയറും ഫ്രീ ആണ്, ത്രെട്ടോ പ്രോമിസോ ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കി അയാളെ പൂർണ്ണമായിട്ട് സ്വമനസാലെ ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് മജിസ്ട്രേറ്റ് എന്ത് ചെയ്യാവുള്ളൂ, റെക്കോർഡ് ചെയ്യാവൂ. അതുകൊണ്ടാണ് ജുഡീഷ്യൽ കൺഫെഷന് വില കൊടുത്തിരിക്കുന്നത്. ഒരു വലിയ പ്രൊസീജിയർ അവിടെ പാലിച്ച് 100% ഫ്രീ ആയിട്ടാണെന്ന് ബോധ്യപ്പെട്ടാലേ മജിസ്ട്രേറ്റോ അല്ലെങ്കിൽ കോർട്ടിനോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതർ ഹാൻഡ് എന്താണ്, പോലീസിന്റെ മുന്നിൽ കൊടുക്കുമ്പോൾ അവിടെ നമ്മൾ എന്ത് അനുമാനിക്കുകയാണ്? പ്രോമിസ്, ത്രെറ്റ്, ഫോഴ്സ്. അതുകൊണ്ടാണ് നമ്മുടെ ലോ ആദ്യമേ പറഞ്ഞിരിക്കുന്നത് കൺഫെഷൻ ബിഫോർ ദ പോലീസ് ഓഫീസർ ഈസ് ഇൻഅഡ്മിസിബിൾ. പഴയ സെക്ഷൻ 25 പറഞ്ഞു പോയിരിക്കുന്നത്. പക്ഷേ പോലീസ് കസ്റ്റഡിയിലുള്ള കൺഫെഷന് വില കൊടുക്കുന്ന 2-3 വകുപ്പുണ്ട്. അതിൽ ഒന്ന് പറയുന്നത് ഇങ്ങനെയാ, പോലീസ് കസ്റ്റഡി കിടന്ന് കൺഫസ് ചെയ്തെങ്കിലും കൺഫെഷൻ റെക്കോർഡ് ചെയ്ത സമയത്ത് ഇമ്മീഡിയറ്റ് പ്രസൻസ് ഓഫ് ദ മജിസ്ട്രേറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ പ്രസൻസ് ഓഫ് ദ മജിസ്ട്രേറ്റ് എന്നല്ല ഞാൻ പറഞ്ഞ വാക്ക് എന്താണ്? ഇമ്മീഡിയറ്റ് പ്രസൻസ് ഉണ്ടെങ്കിൽ ആ മൊഴി, ആ കൺഫെഷൻ നമുക്ക് എടുക്കാം, പരിഗണിക്കാം. ഓക്കെ. രണ്ടാമത്തെ എക്സെപ്ഷൻ എന്തെന്ന് പറഞ്ഞാൽ, അത് പഴയ സെക്ഷൻ 27 പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പൊ അവിടെ തന്നെ ഞാൻ പോലീസിന്റെ അടുത്ത് തന്നെ അടിയിടിയൊക്കെ തന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാണ് കൊന്നിട്ട് ഞാൻ ഉപയോഗിച്ച കത്തി ഞാൻ ഇന്നെ അമ്പലക്കുളത്തിൽ കൊണ്ടിട്ടിട്ടാണ് ഞാൻ ഓടിയതെന്ന് പറഞ്ഞിട്ട് ഞാൻ പോലീസ് മൊഴി കൊടുത്തു. എന്നിട്ട് അപ്പൊ പോലീസ് ഇത് വിശ്വസിച്ച് എന്നെ കൊണ്ട് അമ്പലക്കുളത്തിൽ പോയി ആ കത്തി എടുത്തെങ്കിൽ, കത്തി എടുത്തു എന്നുള്ള ആ പാർട്ട് എനിക്കെതിരെ എടുക്കാം. അപ്പോഴും എനിക്ക് ഏത് മാറി പറയാം? കൊന്നു എന്നുള്ളത് മാറിപ്പറയാം. കണ്ടില്ലേ? അപ്പൊ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ അത് നമ്മൾ സെക്ഷൻ 27 റിക്കവറി എന്നാണ് നമ്മൾ കോടതിയും പോലീസ് ഓഫീസേഴ്സും അങ്ങനെയാണ് ഈ മൊഴി തൊണ്ടി മുതൽ എടുത്തു കൊടുക്കുന്നതിന്റെ അതിനെ നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പൊ അതിന്റെ സെക്ഷൻ 27 റിക്കവറി എന്നുള്ള കോൺസെപ്റ്റ് മനസ്സിലായല്ലോ?
പോലീസിന്റെ കസ്റ്റഡി കടന്ന് കുമ്പസാരം നടത്തുകയും നടത്തിയതിന്റെ കോൺസിക്വൻസ് ആയിട്ട് കേസിന് ആസ്പദമായിട്ടുള്ള എന്തെങ്കിലും നമ്മൾ റിക്കവർ ചെയ്ത് കൊടുത്താൽ ആ റിക്കവർ ചെയ്ത് കൊടുത്ത പോർഷൻ നമുക്കെതിരെ എടുക്കാം. പക്ഷെ അപ്പോഴും ഏത് മാറാം? കോടതി കയറി എനിക്ക് മാറ്റി പറയാം. കോടതിയിൽ എനിക്ക് പറയാം ഞാൻ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കത്തി കൊണ്ട് ഒരാൾ ഇടുന്നത് കണ്ടു എന്ന് പറഞ്ഞപ്പോൾ പോലീസുകാർ എൻ്റെ അടുത്ത് പറഞ്ഞു നീ തന്നെ കൊന്നു എന്ന് എഴുതി വാങ്ങിച്ചു എന്ന് മാറ്റി പറയാം. പക്ഷെ ഏതിന്ന് മാറാൻ പറ്റില്ല എനിക്ക്. ഞാൻ കൊടുത്ത മൊഴി കോൺസിക്വൻസ് ആയിട്ട് ഈ പറഞ്ഞ റിക്കവറി നടന്നു എന്നുള്ളത് എനിക്ക് മാറാൻ പറ്റില്ല. ക്ലിയർ ആണല്ലോ അത്? ഇനി ഒരു എക്സെപ്ഷനും കൂടെ ഉണ്ട്. പോലീസിന്റെ മുന്നിൽ പ്രതി കുമ്പസരിച്ചു, കോടതിയുടെ മുന്നിൽ പ്രതി അത് ചെയ്തത് തന്നെയാണ്, കുറ്റം ചെയ്തത് തന്നെയാണ്. അപ്പൊ കോടതിയിൽ വന്നിട്ടും പ്രതി പറയാണ് ഞാൻ തന്നെയാണ് കൊന്നത്, എനിക്ക് യാതൊരു കുറ്റബോധവും ഇല്ല എന്ന് പറയുമ്പോൾ കോടതിക്ക് വേണമെങ്കിൽ അത് ഒന്നും കൂടെ ഫ്രീ ആയിട്ടും ഫെയർ ആയിട്ടും എൻഷുർ ചെയ്തിട്ട് വേണമെങ്കിൽ അത് എന്ത് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതൊരു ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാണ് എന്താണ് അഡ്മിഷനും കൺഫെഷനും തമ്മിലുള്ള വ്യത്യാസവും. അഡ്മിഷൻ എല്ലാ കേസിലും, ഇപ്പൊ സിവിൽ കേസിലും ക്രിമിനൽ കേസിലും ഒരേപോലെ അഡ്മിഷൻസ് ഉണ്ട്. പക്ഷെ കൺഫെഷൻ വരുമ്പോൾ അത് ഏത് കേസിലോട്ട് മാറും? ഏത് കേസിലാണ് കൺഫെഷൻ വരുന്നേ? ക്രിമിനൽ കോടതികളുടെ മുമ്പാകെയല്ലേ നമ്മളെ കൺഫെഷൻ ആംഗിൾ വരുന്നത്. അപ്പൊ കൺഫെഷൻ 2 തരം ഉണ്ടെന്നും അത് കോടതിയിൽ കൊടുത്ത ജുഡീഷ്യൽ കൺഫെഷൻ വരെ ഉണ്ടെന്നും പറഞ്ഞു വെച്ചു. കോടതിയിൽ അല്ലാത്തതിൽ യാതൊരു വിലയും ആദ്യം കോടതി ലോ കൊടുക്കാത്ത പോലീസിന്റെ മുന്നിലാണെന്നും. പക്ഷെ അതിൽ ഞാൻ മെയിനായിട്ട് 3 എക്സെപ്ഷൻ പറഞ്ഞു തന്നു. പോലീസ് കസ്റ്റഡി കടന്നിട്ട് കൊടുത്തപ്പോൾ ഇമ്മീഡിയറ്റ് പ്രസൻസ് ഓഫ് മജിസ്ട്രേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ആ കൺഫെഷന്റെ ഭാഗമായിട്ട് ആ കേസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംതിങ് ഹാസ് ബീൻ കോൺസിക്വൻസിൽ എന്താണ് സംതിങ് ഹാസ് ബീൻ റിക്കവേർഡ് ആണെങ്കിൽ ആ റിക്കവേർഡ് പോർഷൻ എന്താണ് കൺഫസ് ചെയ്ത് ആക്കെതിരെ ഉപയോഗിക്കാമെന്നും പറഞ്ഞു വെച്ചു. പിന്നെ പറഞ്ഞ എന്താണ് ഫ്രീ ആണ് ഫെയർ ആയിട്ടെന്നുള്ള ഒരു പ്രോമിസോ തെട്ടോ ഒന്നും എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ കോടതിക്കാവുന്നതാണ്. പക്ഷെ കാര്യം മനസ്സിലാക്കണം, ഒരു പീസ് ഓഫ് എവിഡൻസ് വെച്ച് മാത്രം ക്രിമിനൽ കേസിൽ കൺവിക്ഷൻ പറ്റില്ല എന്ന് പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ എന്ത് വേണം? ആ ഒരു പീസ് ഓഫ് എവിഡൻസിനെ മറ്റ് സപ്പോർട്ടിങ് എവിഡൻസ് കൊണ്ടുവന്ന് പ്രൂവ് ചെയ്യണം. അതിന്റെ പേരാണ് കൊറോബറേറ്റീവ് എവിഡൻസ്. എന്ത് എവിഡൻസ്? കൊറോബറേറ്റീവ് എവിഡൻസ്. അപ്പൊ ഞാൻ എക്സാമ്പിൾ ഒരു ഇല്ലസ്ട്രേഷൻ പറയാം. ഇപ്പൊ ഞാൻ ഒരു ക്രൈം സീനിൽ നിന്ന് ഒരാൾ മരിച്ചു കിടന്ന ക്രൈം സീനിൽ നിന്ന് ഞാൻ ഒരു രക്തം പുരണ്ട കൈ കൊണ്ട് ഓടുന്നത് നിങ്ങൾ രണ്ടുപേര് കണ്ടു എന്ന് കോടതി മുന്നിൽ സാക്ഷി പറഞ്ഞു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ എനിക്കെതിരെ ആ 2 സാക്ഷികൾ ഉറച്ചു നിൽക്കുക. കോടതിയിലും വന്ന് അവര് പറയണ എന്താണ്, രക്തം പുരണ്ട കൈകൾ കൊണ്ട് പ്രതി ഓടുന്നത് കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കെതിരെ ഒരു തെളിവല്ലേ ആയുള്ളൂ, അല്ലേ? അപ്പൊ എന്നെ ശിക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. ശിക്ഷിക്കാം. അപ്പൊ അത് എങ്ങനെ കൊറോബറേറ്റ് ചെയ്യും? എന്റെ കയ്യിൽ കണ്ട രക്തം ചിലപ്പോൾ ഞാൻ വല്ല കോഴി എങ്ങണം കൊന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാനിത് ആരെങ്കിലും പറഞ്ഞറിഞ്ഞ് കണ്ടിട്ട് പേടിച്ച് കോഴിയുടെ രക്തം കൊണ്ടായിരിക്കും ചിലപ്പോൾ ഓടിയത്. അപ്പൊ എന്ത് പ്രൂവ് ചെയ്യണം അടുത്തതിനകത്ത്? എന്റെ കൈ കണ്ട രക്തവും മരിച്ചാടെ രക്തവും തമ്മിൽ എന്ത് വേണ്ടേ? അല്ലേ? അങ്ങനെ വേണ്ടേ? അത് കൊറോബറേറ്റ് ചെയ്യണ്ടേ? ഇനി അത് കൊറോബറേറ്റ് ചെയ്തിട്ട് എന്നെ ശിക്ഷിക്കാൻ പറ്റുമോ? ചിലപ്പോൾ എന്റെ ഫ്രണ്ടിനെ ആരോ കുത്തിയിട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, രക്ഷിക്കാൻ വേണ്ടി പോയി കത്തി വലിച്ചൊരു സമയത്ത് മരിച്ചപ്പോഴും ഞാൻ പേടിച്ചിറങ്ങി ഓടിയതാണെങ്കിലോ? അല്ലെ? അങ്ങനെ ആയിക്കൂടെ? അല്ലേ? അങ്ങനല്ലേ? അങ്ങനെ ആവാമല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? മരിക്കുന്നതിന് മുമ്പ് ഞാനും അയാളും തമ്മിൽ എന്തുണ്ടെന്ന് പ്രൂവ് ചെയ്യണം, അല്ലേ? ഉദാഹരണത്തിന് മരിച്ച ആളും ഞാനുമായിട്ടൊരു സിവിൽ കേസ് നടത്തുന്നുണ്ടായിരുന്നു. ഒരാഴ്ച മുമ്പ് ആ കേസിന്റെ സിവിൽ കോടതിയിലെ വിധി വന്നപ്പം ഞാൻ തോറ്റു, ഈ മരിച്ച ആൾ എന്ത് ചെയ്തു? ജയിച്ചു. അതൊരു കൊറോബറേഷൻ അല്ലേ? എന്തിനെ സൂചിപ്പിക്കാം? അത് ഈ കൊലയ്ക്ക് ഇടയാക്കിയ മോട്ടീവ് പ്രൂവ് ചെയ്യാൻ വേണ്ടി അത് പ്രോസിക്യൂഷന് കൊണ്ടുവന്നൂടെ? അല്ല, കൊണ്ടുവരാമോ നിങ്ങളുടെ ഞാൻ ചോദിക്കുക, നിങ്ങൾ ജഡ്ജിന്റെ മുന്നിൽ കൊണ്ടുവരാമോ എന്ന് ചോദിക്കുക. അപ്പൊ ഇങ്ങനെയാണ് ഒരു കേസ് കൊറോബറേറ്റ് ചെയ്ത് പോകണം. ദാറ്റ്സ് കോൾഡ് കൊറോബറേറ്റീവ് എവിഡൻസ്. അപ്പൊ അതാണ്. ഇനി അടുത്ത ഒരു ടോപ്പിക് ഉണ്ട്, കൺഫെഷൻ ഓഫ് ദ കോക്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനും 2-3 പേരും കൂടെയാണ് കൊന്നിരിക്കുന്നതെന്ന് വിചാരിക്കും. അപ്പോ കോടതിയിൽ ഞാൻ കയറി കൺഫസ് ചെയ്താൽ ആ കൺഫെഷൻ ആർക്കെതിരെ എടുക്കാം? കോടതിക്ക് കൂട്ടുപ്രതികളുടെ എതിരെ എടുക്കാം. അപ്പൊ അതിലേക്ക് ചോദിച്ചിട്ടുണ്ട് കൺഫെഷൻ ഓഫ് കോക്യൂസ്ഡ്, കൺഫെഷൻ ഓഫ് അപ്പോഴാണ് അതെടുക്കുക. അപ്പോഴാണ് ഒരാളിപ്പം 4 പേര് നിൽക്കുക. അപ്പോൾ വേണമെങ്കിൽ ഒരു പ്രതിക്ക് കൺഫസ് ചെയ്ത് കോടതിയിലെ സത്യത്തിലേക്ക് കോടതിയെ നയിക്കുമ്പോൾ കോടതിക്ക് വേണമെങ്കിൽ ഈ ഏറ്റു പറഞ്ഞ ആളിനെ മാപ്പ് സാക്ഷിയാക്കാം. അതിന്റെ പേര് അപ്രൂവർ. ഇതാണ് അപ്രൂവർ എന്ന് മനസ്സിലായല്ലോ, അല്ലേ? കൂട്ടുപ്രതി എന്ത് ചെയ്യുന്നു? കൂട്ടുപ്രതി കൺഫസ് ചെയ്തിട്ട് ജഡ്ജിനെ കുറച്ചും കൂടെ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുമ്പോഴാണ് അയാളെ ആരാക്കി ഡിക്ലെയർ ചെയ്യുന്നത്, അപ്രൂവർ ആക്കുന്നു. ഇതൊരു ക്ലിയർ ആണല്ലോ?
ഓക്കെ, അടുത്ത ടോപ്പിക്കിലോട്ട് പൊയ്ക്കോട്ടെ. യെസ് സാർ. അടുത്ത ടോപ്പിക് കോമ്പിറ്റൻസി ആൻഡ് കമ്പലബിലിറ്റി. അടുത്ത എസ് ആണ് കോമ്പിറ്റൻസി ആൻഡ് കമ്പലബിലിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ്. രണ്ടും ഒരുമിച്ച് പറഞ്ഞുതരാം. കോമ്പിറ്റൻസി ആൻഡ് കമ്പലബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം, നിങ്ങൾ കോൺട്രാക്ട് ആക്ട് പഠിച്ചില്ലേ? അത് ഏത് വർഷമാണ് വന്നത്? ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 വന്നത് അല്ലേ? യെസ്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് വന്നത് ഏത് വർഷം? 1872. ഒരേ വർഷം വന്നു. ഇന്ത്യൻ കരാർ നിയമത്തിൽ നിങ്ങൾ പഠിച്ചതല്ലേ? കരാറിലെ കോമ്പിറ്റന്റ് ആരാണെന്നൊരു ലിസ്റ്റ് കൊടുത്തിട്ടില്ലേ? മൈനർ ആവരുത് എന്നൊക്കെ പറയുന്നില്ലേ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. പക്ഷേ അതേ സമയത്ത് ഡ്രാഫ്റ്റ് ചെയ്ത അതേ ലോ മേക്കേഴ്സ് ഡ്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ഇന്ത്യൻ എവിഡൻസ് ആക്ടില് സാക്ഷികൾ ആരാണ് കോമ്പിറ്റന്റ് എന്ന് പറയുന്നില്ല. ആർക്കും ആകാം എന്നാണ് പറഞ്ഞു പോണത്. അപ്പൊ ചൈൽഡ് ആവാം അല്ലേ, ചൈൽഡിനാവാം, മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ളവർക്കാവാം, അല്ലെങ്കിൽ അണേബിൾ ടു സ്പീക്ക്, ഡംബ് ആൻഡ് ഡഫ് എന്നൊക്കെ. ആർക്ക് വേണോ ആരാവാം. അപ്പോ ആർക്ക് ആകാം. അപ്പൊ അതാണ് കോമ്പിറ്റൻസി ആൻഡ് കമ്പലബിലിറ്റി എന്നുള്ള എസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഹൂ ഈസ് കോമ്പിറ്റന്റ് ആസ് എ വിറ്റ്നസ് എന്നുള്ളതിന് ഉത്തരം എഴുതുമ്പോൾ നിങ്ങൾ ഇതും കൂടെ എഴുതാൻ വേണ്ടി മനപ്പോൾ എസ് എ ചോദിച്ചാൽ എഴുതാൻ വേറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് പറഞ്ഞു തരാം. അപ്പൊ നിങ്ങൾ എഴുതണം, ഒരേ വർഷം വന്ന രണ്ട് നിയമങ്ങളിൽ ഒരു നിയമമായ കോൺട്രാക്ട് ആക്ടില് കരാറിൽ ആരൊക്കെ കോമ്പിറ്റന്റ് അല്ല എന്ന് എഴുതി വെച്ച അതേ സമയത്ത് ഇതിൽ അങ്ങനെ പറയാതെ കരാർ നിയമത്തിൽ ഡിസ്ക്വാളിഫൈ ചെയ്ത പലർക്കും ആരാവാം, എവിഡൻസ് ആക്ട് പ്രകാരം ആരാവാം, വിറ്റ്നസ് ആകാം. ഓക്കെ, അപ്പൊ ഓൾ ആർ കോമ്പിറ്റന്റ് എന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഒരു കുട്ടിയാണെന്നോ പ്രായം കുറവെന്നോ ഒന്നും വെച്ച് എന്തല്ല, ദേ ആർ നോട്ട് ദേ ആർ കോമ്പിറ്റന്റ്. പക്ഷെ അവിടെ നമ്മുടെ ലോ ഒരു കാര്യം പറയുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ജഡ്ജായിരുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നു ഒരു കൊച്ചുകുട്ടി വന്നിട്ട് എന്താണ് പറയുന്നതിനകത്തൊരു ആധികാരികത വരുത്തണ്ടേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ആ വിറ്റ്നസിന്റെ അടുത്ത് ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിച്ചു നോക്കി യുക്തിപരമായിട്ട് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ആ ടെസ്റ്റിന്റെ പേരാ ഓയർ ഡയർ ടെസ്റ്റ്. ഓയർ ഡയർ ടെസ്റ്റ്. അത് ചോദിക്കുന്ന ചോദ്യമാണ് വാട്ട് യു മീൻ ബൈ ഓയർ ഡയർ ടെസ്റ്റ്. അപ്പൊ ഓയർ ഡയർ ടെസ്റ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഏതെങ്കിലും ഒരു വിറ്റ്നസ് കോമ്പിറ്റന്റ് ആണോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി കോടതിക്ക് എന്ത് ചെയ്യാം, അവിടെ റാഷണൽ ആൻസേഴ്സ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിച്ചു നോക്കുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നേ? ഓയർ ഡയർ. അപ്പൊ അതിൽ ആ കുട്ടി അല്ലെങ്കിൽ വളരെ കൊച്ചുകുട്ടിയാ, പക്ഷെ ആ കുട്ടി കൃത്യമായിട്ട് പറയാ, ഒരു പ്രതിയെ ആ കുട്ടിയായിരിക്കും കണ്ടത്, ആ കുട്ടി അതിനെ ഐഡന്റിഫിക്കേഷൻ പരേഡിലും അതേ പ്രതിയെ തന്നെ എന്ത് ചെയ്തു, തൊട്ട് കാണിച്ചു. അപ്പൊ അതൊക്കെ കൊറോബറേഷൻ അല്ലേ. അപ്പോ അതും ഒരു റിലവന്റ് ഫാക്ട് ആണ്. ഒരു വ്യക്തിയെ ഐഡന്റിഫിക്കേഷൻ പരേഡിൽ റെക്കഗ്നൈസ് ചെയ്തു എന്നുള്ളതും കോടതി പരിഗണിക്കേണ്ട ഒരു വസ്തുതയാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ വെച്ചിട്ട് അത് തീർന്നു. അപ്പൊ കോമ്പിറ്റൻസി മനസ്സിലായല്ലോ. ഇനി ഇതിന്റെ മറുവശമാണ് കമ്പലബിലിറ്റി. അതൊരു വേറൊരു ഏരിയയാണ്. ഇപ്പൊ നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും കോമ്പിറ്റന്റ് ആയിട്ടുള്ള നമ്മളെ പ്രസിഡന്റ്, ഗവർണറിനെയൊക്കെ നമുക്ക് കോടതിക്ക് നോട്ടീസ് അയച്ച് വരുത്താൻ പറ്റൂ സാക്ഷിയായിട്ട്? ക്വസ്റ്റ്യൻ ചോദിക്കാം നിങ്ങളുടെ അടുത്ത്. വെദർ എ കോർട്ട് ക്യാൻ കമ്പൽ ദ ഇന്ത്യൻ പ്രസിഡന്റ് ടു ഗീവ് എൻ എവിഡൻസ്? പറ്റുമോ? അപ്പൊ അവിടെ കമ്പലബിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ അതാണ് മനസ്സിൽ വെക്കേണ്ടത്. അപ്പൊ കോമ്പിറ്റൻസി എന്നുള്ള ആസ്പെക്ട് മനസ്സിലായല്ലോ. എല്ലാവരും കോമ്പിറ്റന്റ് ആണെന്നാണ് നമ്മുടെ ലോ പറയുന്നത്. ആർക്കും കോമ്പിറ്റന്റ് വിറ്റ്നസ് ആവാം. ഓക്കെ, ഈവൻ അക്യൂസ്ഡ് തന്നെ ഒരു കോമ്പിറ്റന്റ് സാക്ഷിയാണ്. ഓക്കെ, കുട്ടികളാവാം. ഈവൻ അക്യൂസ്ഡ് ഹിംസെൽഫ് ഈസ് എ കോമ്പിറ്റന്റ് വിറ്റ്നസ്. ഇനി അതിന് പുറമെ ഞാൻ അടുത്ത വശമാണ് പറഞ്ഞിരുന്നത്, ഏറ്റവും കോമ്പിറ്റന്റ് ആയിട്ടുള്ള ആളിനെ പോലും ചിലപ്പോൾ കോടതിക്ക് കമ്പൽ ചെയ്യാൻ പറ്റില്ല. അതിനെയാണ് നമ്മൾ പ്രിവിലേജ്ഡ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിക്കും. ഓക്കെ, അപ്പൊ അതിലൊരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 361 പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റും ഗവർണർക്കും ഒക്കെ എന്താണ് ആ പോസ്റ്റ് ഇരിക്കുന്ന സമയത്ത് കോടതിക്ക് ഒരു കേസിൽ വിളിച്ചു വരുത്താൻ പോലും പറ്റില്ല. ഓട്ടെ, പിന്നെ അതേപോലെ ഡിപ്ലോമാറ്റ്സ് അറിയാലോ, വിദേശ നയതന്ത്രജ്ഞന്മാര് അല്ലെങ്കിൽ അംബാസിഡേഴ്സ് അല്ലെങ്കിൽ സോവറിൻ ഇമ്മ്യൂണിറ്റി ഉള്ള ആളുകളെ നമുക്ക് കമ്പൽ ചെയ്യാൻ പാടില്ല. പിന്നെ അതേപോലെ നമ്മുടെ ഡിഫൻസ് അല്ലെ അഫയേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ്, ഡിഫൻസ് രഹസ്യങ്ങൾ എന്താണ്, അവിടുത്തെ എത്ര നമുക്ക് മിസൈൽ ഉണ്ട്, അതിന്റെ കപ്പാസിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കോടതിക്ക് ചോദിക്കാൻ പറ്റില്ല, കമ്പൽ ചെയ്യാൻ പാടില്ല. അതേപോലെ നമ്മളിപ്പോ ക്രൈം സ്റ്റോപ്പറിലൊക്കെ ക്രൈമിനെ പറ്റിയുള്ള സീക്രട്ട് വിവരങ്ങൾ കൊടുക്കില്ലേ അല്ലെ, ഇൻഫർമേഷൻ കൊടുക്കാറില്ലേ, ആ ഇൻഫർമേഷന്റെ സോഴ്സ് കമ്പൽ ചെയ്യാൻ പാടില്ല. അത് പ്രിവിലേജിലാണ്. വേറൊന്നെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ, ഇപ്പൊ ഉദാഹരണത്തിന് ഞാനിപ്പോ ഒരു വക്കീലായ സമയത്ത് കക്ഷി ഇപ്പൊ ഒരു വലിയ ഹാർഡ് കോർ ക്രിമിനൽ വന്നിട്ട് ഡിഫൻസിന് എന്നെ പൈസ എന്തെന്ന് എംപ്ലോയ് ചെയ്യുമ്പോൾ ക്രൈം നടന്ന കംപ്ലീറ്റ് രീതിയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചിട്ടില്ലേ ഞാൻ കേസ് എടുക്കുന്നത് അല്ലേ അങ്ങനല്ലേ? വക്കീലിന്റെ അടുത്ത് ഫുൾ പറഞ്ഞിട്ടല്ലേ കേസ് എടുക്കുന്നത്, അങ്ങനല്ലേ? അതെ.
അപ്പൊ കോടതിയിൽ കൂട്ടിക്കയറി നിർത്തിയിട്ട് ജഡ്ജ് വക്കീലിനെ കയറ്റി നിർത്തിയിട്ട് വക്കീലിന്റെ അടുത്ത് പറയാൻ പറഞ്ഞാൽ പോരെ, എല്ലാം എന്താണ് പ്രതി പറഞ്ഞതെന്ന് പറയാൻ പറ്റുമോ, കമ്പൽ ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലെങ്കിൽ പിന്നെ കേസ് അപ്പം തീരില്ലേ? അപ്പൊ അങ്ങനെ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻസും കമ്പൽ ചെയ്യാൻ പാടില്ല. അതേപോലെ ഒന്നുകൊണ്ട് മാട്രിമോണിയൽ കമ്മ്യൂണിക്കേഷൻസ്, ഭാര്യയും ഭർത്താവും തമ്മിലടിച്ച് രണ്ട് ഓപ്പോസിറ്റ് കേസ് നടത്തുന്ന സാഹചര്യങ്ങളിലല്ലാതെ അവരങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയ കമ്മ്യൂണിക്കേഷൻസിന് എന്ത് ചെയ്യാൻ പാടില്ല, കമ്പൽ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്നും പറഞ്ഞ് വക്കീലിനെ കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്താലും ഞാൻ പ്രിവിലേജ് ഉണ്ടെന്നല്ല പറയുന്നത്. കേസ് കക്ഷിക്ക് വേണ്ടി ഒരു വ്യാജ ഫോർജറി ഡോക്യുമെന്റ് ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ അതൊക്കെ എവിടെ വരാം. അപ്പോൾ വക്കീലന്മാരുടെ അടുത്ത് എന്ത് ചെയ്താലും കോടതി പ്രൊട്ടക്ട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആ പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻസ് എന്നുള്ള ആ ഏരിയ ഒന്ന് നോക്കണം കേട്ടോ. എസ്ഐ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ആ കോൺസെപ്റ്റ് മനസ്സിലായല്ലോ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പീറ്റൻസി ആൻഡ് കമ്പലബിലിറ്റി? ആശയം മനസ്സിലായല്ലോ എന്താണ് ഉദ്ദേശിക്കുന്നതാണ്. അപ്പൊ കോർട്ടിന് ഒരു സൈഡിൽ വളരെ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുക, ആരെ വേണോ കോമ്പീറ്റന്റ് ആക്കി കോടതിക്ക് വിസ്തരിക്കാം, മൊഴി റെക്കോർഡ് ചെയ്യാം, എല്ലാം ചെയ്യാം. ഈവൻ ചൈൽഡിനെ പോലും എടുക്കാം. പക്ഷേ ചെറിയ ഓൾറെഡി ടെസ്റ്റ് നടത്തിയാൽ മതി. പക്ഷെ ഓൺ ദ അതർ ഹാൻഡ് എന്താണ്, പലതും കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ പ്രിവിലേജ്ഡ് ഐറ്റംസ് നമ്മൾ പറയുന്നത്, കോടതിയേക്കാൾ വലുതാവേണം. ഓക്കെ, ഇനി ഇതിന്റെ ലാസ്റ്റ് എസ്സേ പറയാൻ പോണതും രണ്ടെണ്ണം കൂടെ. ഒന്ന് ബേർഡൻ ഓഫ് പ്രൂഫ് പറയാൻ പറ്റും. ബേർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയാലോ, തെളിയിക്കേണ്ട ബാധ്യത. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ഇവിടെ നമ്മൾ ഇൻക്വസിറ്ററൽ സിസ്റ്റം അല്ലല്ലോ. അപ്പൊ ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ പോലീസിന്റെ ഡൊമൈനിൽ കിടക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ കോടതിയിൽ ഒരു പ്രതിയെ കൊണ്ട് നിർത്തുമ്പോൾ കോടതി കാണുന്നത് എന്തായിട്ടാണ് കാണേണ്ടത്? ഹീസ് ഇന്നസെന്റ്, അങ്ങനല്ലേ? ക്രിമിനൽ കേസിൽ എപ്പോഴും പ്രതി ഇന്നസെന്റ് ആയിട്ടല്ലേ നമ്മൾ കാണാൻ പഠിച്ചത്, അങ്ങനല്ലേ? അതുകൊണ്ട് ബേർഡൻ ഓഫ് പ്രൂഫ് ആർക്കാ? പ്രതി ഇന്നസെന്റ് ആയിട്ട് അവിടെ കയറി നിന്ന് ചിരിച്ചുകൊണ്ട് നിന്നാ മതി. പ്രതി ചെയ്തു എന്ന് തെളിയിക്കേണ്ട ബാധ്യത ക്രൈം കേസിൽ ആർക്കാ? അപ്പോ ആണ്. അപ്പൊ അതുകൊണ്ടാണ് ബേർഡൻ ഓഫ് പ്രൂഫ് പ്രോസിക്യൂഷൻ. പക്ഷേ ചില സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, ചില സമയത്ത് ലോ തന്നെ പ്രതിക്ക് എതിരെ അങ്ങ് അനുമാനം എടുത്തിരിക്കുക. ഉദാഹരണത്തിന് ഡൗറി ഡെത്ത് കണ്ടില്ലേ? അസ്വാഭാവികമായിട്ട് ഒരു ഭാര്യ മരിച്ച 7 വർഷത്തിനുള്ളിൽ കല്യാണമാണ് നടന്നെങ്കിൽ എന്താ പ്രശ്നം? ലോ എന്താ അനുമാനിക്കുക? ആര് കൊന്നു? ഭർത്താവും വീട്ടുകാരും കൊന്നു അനുമാനിക്കുന്നുണ്ട്. അവിടെ ബേർഡൻ ആരുടെ തലയിലോട്ട് ഷിഫ്റ്റ് ആവും? ആ കേസുകളിൽ എന്ത് ചെയ്യും? പ്രോസിക്യൂഷനിൽ നിന്ന് ബേർഡൻ ആർക്ക് ഷിഫ്റ്റ് ചെയ്യും? ചോദിച്ചിട്ടുണ്ട്. ഇൻ സർട്ടൺ കേസസ് ദ ബേർഡൻ ഷിഫ്റ്റ്സ് ഫ്രം ദ പ്രോസിക്യൂഷൻ ടു ദ അക്യൂസ്ഡ്. ഡിസ്കസ്. അപ്പൊ എഴുതേണ്ട ആംഗിൾ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞാൽ മറ്റേ ഇതോട്ട് എഴുതി വരണം. എന്താണ് കോമൺ ലോ രാജ്യങ്ങളും കോൺവെന്റ് രാജ്യങ്ങളും രണ്ടാണെന്നും, കോമൺ ലോ രാജ്യങ്ങളിൽ എന്താണ് നിരപരാധികളെ കൊണ്ടു നിർത്താൻ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ കെട്ടിച്ചമച്ച ഒരാളെ കൊണ്ടുവന്ന് ആരോപിതനാക്കി കൊണ്ടു നിർത്താൻ സാഹചര്യം ഉള്ളതുകൊണ്ട് ഇവിടെ എന്താണ് പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് വെച്ചിട്ടാണ് നമ്മൾ ലോ സിസ്റ്റം നടക്കുന്നതെന്നും, അതുകൊണ്ട് ക്രൈം കേസുകളിലൊക്കെ ബേർഡൻ ഓഫ് പ്രൂഫ് പ്രോസിക്യൂഷൻ ആണെന്നും ആദ്യം എഴുതണം. പക്ഷെ അതിന്റെ എക്സെപ്ഷൻ ഏതാ പറഞ്ഞു തന്നത്? ചില സമയത്ത് ലോ തന്നെ എന്ത് പറഞ്ഞിരിക്കുക? ഇൻ സർട്ടൺ കേസസ് ലോ ഇറ്റ് സെൽഫ് എന്താണ്, ഇപ്പൊ എക്സാമ്പിൾ പ്രിസംപ്ഷൻ എവിടെയാ മാറിയതിന്റെ എക്സാമ്പിൾ ക്ലിയർ അല്ലേ? ഏതാ പറഞ്ഞു? ഡൗറി ഡെത്ത് കേസിൽ അല്ലേ 7 വർഷം പ്രൂവ് ചെയ്ത് അല്ലേ, ക്രൂവൽറ്റിയുടെ ഗ്രൗണ്ടും പ്രൂവ് ചെയ്താൽ ലോയ്ക്ക് എന്താ അനുമാനിക്കുക? അത് ആര് കൊന്നു എന്നുള്ളതാ? ഭർത്താവും വീട്ടുകാരും. അപ്പൊ അത് ആ സമയത്ത് എന്ത് ചെയ്യും? ബേർഡൻ ഷിഫ്റ്റ് ഫ്രം ദ പ്രോസിക്യൂഷൻ ടു ദ അക്യൂസ്ഡ്. അല്ലെങ്കിൽ ഞാൻ ചില റേപ്പ് കേസ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ കസ്റ്റോഡിയൽ റേപ്പ്, അങ്ങനെയുള്ള കേസസിൽ ആ സ്ത്രീ പറയാണ് ഞാൻ കൺസെന്റ് കൊടുത്തില്ല എന്നുള്ള അതാണ് അനുമാനം. അപ്പൊ അങ്ങനെ ആ റേപ്പ് കേസിലും ചില റേപ്പ് കേസസിലും പ്രതിക്ക് എന്താണ് പ്രതി ഞാൻ അങ്ങോട്ട് തെളിയിക്കേണ്ട കൺസെന്റ് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് ബേർഡൻ ഓഫ് പ്രൂഫ്. ഇനി സിവിൽ കേസിൽ എന്താണ്? സിവിൽ കേസിൽ പേടിക്കേണ്ട ഒരു കാര്യം, ഒരു ഫാക്ട് ഒരാൾ അസേർട്ട് ചെയ്യുന്നെങ്കിൽ അയാൾ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? അത് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇതാണ് ബേർഡൻ ഓഫ് പ്രൂഫിന്റെ എസ്സേ. ഇനി നമ്മുടെ സിലബസിലുള്ള ലാസ്റ്റ് ടോപ്പിക്കാണ് വിറ്റ്നസിന്റെ മൊഴി എങ്ങനെ നമുക്ക് എക്സാമിൻ ചെയ്യാന്നുള്ളതാണ് അടുത്ത ചോദ്യം. നമുക്ക് അറിയാവുന്നതാണ് എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ്. അത് എയും ബിയും, 2 പാർട്ട്, എയും ബിയും. അപ്പൊ അത് ക്രൈം കേസിൽ നമ്മൾ പ്രോസിക്യൂഷൻ ആൻഡ് അക്യൂസ്ഡ് എന്ന് പറയുന്ന ഒന്നില്ലേ ഉള്ളൂ അല്ലേ? അങ്ങനല്ലേ? 2 സൈഡ് ഉണ്ടല്ലോ. അപ്പൊ അത് എ ബി എന്ന് ഞാൻ പറയാം, എയും ബിയും. അപ്പൊ അവരെ എങ്ങനെയാ മൊഴി റെക്കോർഡ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഫസ്റ്റ്ലി പറയുന്നത് എയുടെ വക്കീല് എക്ക് വേണ്ടി പറയാൻ വരുന്ന സാക്ഷികളെ കൂട്ടിക്കയറ്റി നിർത്തി വിസ്തരിക്കണം. എക്സാമിനേഷൻ ചീഫ് എക്സാമിനേഷൻ എന്നാ പറയുന്നത്. കാര്യം മനസ്സിലായി? അപ്പൊ എയും ബി. അപ്പൊ എയുടെ അഡ്വക്കേറ്റ് എയുടെ ഭാഗത്ത് നിരത്തപ്പെടുന്ന സാക്ഷികളെ എയുടെ വക്കീലാണ് ആദ്യം ചോദിക്കേണ്ടത്, വിസ്തരിക്കേണ്ടത്. അതിന്റെ പേരാണ് ചീഫ്. രണ്ടാമതിന്റെയും എയുടെ വക്കീൽ പതുക്കെ അങ്ങ് മാറും. ആര് വരും? മറു സൈഡിലെ വക്കീല്
ഈ അടുത്ത് വന്ന് ഈ സാക്ഷിയുടെ ചോദിക്കുന്നതിന്റെ പേര് എന്താണ്? ക്രോസ് എക്സാമിനേഷൻ. ഇനി ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ അതിനകത്ത് വെളിയിൽ പറഞ്ഞു വെളിയിൽ വന്നാൽ അടുത്തത് ഈ ഒന്നും കൂടെ എയുടെ വക്കീലിനെ എണീറ്റ് എന്ത് ചെയ്യാം? എയുടെ വക്കീലിനെ എണീറ്റ് ഒന്നും കൂടെ ഈ എയുടെ സാക്ഷി എടുത്ത് അതിന്റെ പേര് എക്സാമിനേഷൻ. അപ്പൊ വീണ്ടും എന്തെങ്കിലുമൊക്കെ പുതിയ തിരിഞ്ഞു വന്നാൽ അത് വ്യക്തത വരുത്താൻ വേണ്ടി കോടതിയുടെ അനുമതിയോടുകൂടി വീണ്ടും ബിയുടെ വക്കീലിനെ കയറി എന്ത് ചെയ്യാം? റീക്രോസ് ചെയ്യാം. ചീഫ് എക്സാമിനേഷൻ, ക്രോസ് എക്സാമിനേഷൻ, റീ എക്സാമിനേഷൻ, ലാസ്റ്റ് റീക്രോസ്. ഇതുവരെ ക്ലിയർ അല്ലേ? ഇനി ഇതേ സിറ്റുവേഷനിൽ ഏയുടെ ഭാഗം പറയാമെന്ന് പറഞ്ഞ് സാക്ഷി വന്നിട്ട് കൂട്ടിക്കയറി നിന്നിട്ട് നേരെ തലതിരിഞ്ഞ് എക്കെതിരെ പറയുമ്പോഴാണ് നമ്മൾ കൂറുമാറിയ സാക്ഷിയായിട്ട് മാറുന്നത്. അയാണ് ഹോസ്റ്റൈൽ വിറ്റ്നസ് എന്നാ പറഞ്ഞു വെക്കുന്നത്. ഹോസ്റ്റൈൽ വിറ്റ്നസ്. ഇപ്പൊ ഹോസ്റ്റൈൽ വിറ്റ്നസ് ആരെന്ന് മനസ്സിലായില്ലേ? വിറ്റ്നസ് ഹൂ ടേൺസ് അഗൈൻസ്റ്റ് ദ കോളിംഗ് പാർട്ടി ഇൻ ദ വിറ്റ്നസ് ബോക്സ്. വിറ്റ്നസ് ബോക്സിൽ എത്തുന്നതിന് മുമ്പ് ആ ഏയുടെ കോളിംഗ് പാർട്ടി മീൻസ് എയുടെ ഭാഗത്ത് ബിയുടേതും ആവല്ലേ. കോളിംഗ് പാർട്ടി ഞാൻ വിളിച്ചു വന്ന പാർട്ടി എന്നാണ് ഉദ്ദേശിക്കുന്നത്. കോളിംഗ് പാർട്ടിയുടെ എതിരെ എവിടെ കയറി തിരിയുന്നു, എവിടെ വെച്ച് മാറുന്നു? അപ്പൊ അയാളെയാണ് ഹോസ്റ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ഹോസ്റ്റൽ വിറ്റ്നസ് ആരാണെന്ന് മനസ്സിലായില്ലേ? ഇനി വേറൊരു ടൈപ്പ് ഓഫ് വിറ്റ്നസ് ജസ്റ്റ് പറഞ്ഞ, ഇപ്പൊ ഒരു കേസിൽ ഒരാൾക്ക് വേണ്ടി സാക്ഷി പറയാൻ അയാളുടെ ഭാര്യയും മകനും വരുന്നു. സാക്ഷി ആവാമല്ലോ അല്ലേ? പക്ഷെ എപ്പോഴും ആ മകനും ഭാര്യയ്ക്കും ആ കേസിലെ ഔട്ട്കമ്മിൽ ഒരു ചെറിയ താല്പര്യം ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവരെ ഇൻട്രസ്റ്റഡ് വിറ്റ്നസ് എന്നോ പാർട്ടിസാൻ വിറ്റ്നസ് എന്നോ പറയേ നമ്മൾ. അപ്പൊ അവർക്ക് അങ്ങനെയുള്ള വിറ്റ്നസ്സുകൾക്ക് വലിയൊരു വില നമ്മൾ കോടതി കൊടുക്കാറില്ല. പക്ഷേ ഈ ബന്ധം ഇല്ലാത്ത ഒരാള്, നമ്മൾ വരെ സിസ്റ്റർ അഭയ കേസിൽ ഓർമ്മയില്ലേ, ഒരു മോഷ്ടിക്കാൻ വന്ന കള്ളൻ തെങ്ങിന്റെ മോളിൽ ഇരുന്ന് കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് പത്രത്തിൽ വന്ന ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അപ്പൊ അയാൾ യഥാർത്ഥത്തിൽ ഈ കേസിന്റെ ഔട്ട്കമ്മിൽ അയാൾക്ക് എന്തെങ്കിലും ഗുണമോ ദോഷമോ ഒന്നും ഇല്ലല്ലോ അല്ലേ? അത് അയാൾ വിളിക്കുന്ന വാക്ക് ചാൻസ് വിറ്റ്നസ് എന്നാണ്. ചാൻസിൽ വന്നപ്പോ കോർട്ടിൽ ജഡ്ജായിട്ടിരിക്കുമ്പോൾ കേസിൽ കക്ഷിയിൽ നിരത്തുന്ന ബന്ധുക്കളെ കൊണ്ടുവരുമ്പോൾ എടുക്കരുതെന്നല്ല ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷെ കുറച്ചും കൂടെ ആധികാരികത ആരെ കൊണ്ടുവരുന്നതാണ്? ബൈ ചാൻസിൽ അവിടെ വന്ന സാക്ഷികളെയാണ്. അപ്പൊ അവർക്ക് അതിന്റെ പേര് ചാൻസ് വിറ്റ്നസ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആയില്ലേ? ഇനി ഒന്നും കൂടെ ഉള്ളൂ. അടുത്ത നമ്മൾ ഇതിനകത്ത് ലീഡിങ് ക്വസ്റ്റ്യൻ ഒരു കോൺസെപ്റ്റ്. ലീഡിങ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്ന ചോദ്യകർത്താവിനെ തന്നെ അറിയാം ഇന്ന ഉത്തരം തരും. അപ്പൊ അത് ആ വിധത്തിലാണ് ചോദിക്കുന്നതിന്റെ പേര് ലീഡിങ് ക്വസ്റ്റ്യൻ. ദ ക്വസ്റ്റ്യൻ ഇറ്റ് സെൽഫ് ഈസ് സജസ്റ്റീവ് ഓഫ് ദ ആൻസർ വിച്ച് ദ പേഴ്സൺ ഹു പുട്ട്സ് ദ ക്വസ്റ്റ്യൻ ഇന്റൻസ്. ഇപ്പൊ നിങ്ങളുടെ തന്നെ ഞാൻ അവിടെ കൂട്ടിക്കയറുന്നിട്ട് എറണാകുളം ലോ കോളേജിലെ പഠിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് തന്നെ പറയും? അപ്പൊ അപ്പൊ അതിനെയാണ് ലീഡിങ്. അപ്പൊ അത് നമുക്ക് ചീഫിൽ അനുവദനീയമല്ല, ക്രോസ് എക്സാമിനേഷനിലാണ് അത് അനുവദിക്കുന്നത്. ക്ലിയർ അല്ലേ? അത് ഈ പ്രൊഡിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിറ്റ്നസ് സാക്ഷിയെ കൂട്ടിക്കയറ്റി നിർത്തിയിട്ട് സാക്ഷിയെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ നിന്ന് കോൺട്രഡിക്റ്റ് ചെയ്ത് കേസിൽ ഡൈല്യൂഷൻ നടത്താൻ വേണ്ടി നമ്മൾ വക്കീലന്മാരത് ഉപയോഗിക്കാറുണ്ട്. ലീഡിങ് ക്വസ്റ്റ്യൻ അനുവദനീയമാണ്, പക്ഷെ അത് ക്രോസിലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇത്രയാണ് നിങ്ങളുടെ ലോ ഓഫ് എവിഡൻസ് ആക്ട് ഓഫ് 1872 റീപ്ലേസ്ഡ് ബൈ BSI. ഏതെങ്കിലും ഏരിയ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞു എല്ലാം കവർ ചെയ്തു എന്നാണ് എന്റെ ഓർമ്മ. നോക്കൂ, ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. സാർ ഒരു ഡൗട്ട് ഉണ്ട്. ചോദിക്കാം. ഈ കൺഫസ് ചെയ്തിട്ട് മാപ്പ് സാക്ഷിയാവെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അവർക്ക് എന്തെങ്കിലും ശിക്ഷ കുറഞ്ഞു കിട്ടുമോ? ശിക്ഷ അതെ, അവർക്ക് കോടതിക്ക് അവർക്ക് പരിഗണിക്കാനോ ശിക്ഷ ഇളവോ അല്ലെങ്കിൽ അത് കോടതിയുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് ഗ്രാവിറ്റി വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു സർ. അപ്പൊ നിങ്ങൾ അത് കൂടുതലും ഞാൻ പഠിക്കേണ്ട. അപ്പൊ അതിന്റെ ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് കിട്ടിയല്ലോ. എന്താണ് ഈ തെളിവ് നിയമം ഇന്ത്യയിൽ നമ്മൾ വന്നതിന്റെ ആപ്ലിക്കബിലിറ്റി ക്ലിയർ ആണല്ലോ. നിങ്ങൾ ഒരു ഇന്ത്യയിലെ ഒരു സിവിലോ ക്രിമിനലോ കോടതിയിൽ ഇരിക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. അപ്പൊ നിങ്ങൾ പ്രൊസീഡിങ്സ് നടത്തുമ്പോൾ അത് പക്ഷെ ആർബിട്രേറ്റർ ആകുമ്പോൾ ആർബിട്രേഷന്റെ ഏരിയയിൽ ആർബിട്രേറ്ററുടെ ലോയിൽ ഇതിൽ വരില്ല എന്ന് മനസ്സിലായില്ല. അപ്പൊ എവിഡൻസ് ആക്ട് മൊത്തത്തിൽ ആർബിട്രേഷൻ പ്രോസസ്സിൽ വരില്ല. ഇതൊന്നും അവിടെ നോക്കണ്ട. പക്ഷെ ഇവിടെ നമ്മൾ അല്ലാതെ ഈ പറഞ്ഞ കോടതിയിൽ കയറിയിരിക്കുമ്പോൾ തെളിവ് സ്വീകരിക്കേണ്ടതാവുമ്പോൾ നിങ്ങൾ ഈ ആക്ടിലെ ഏത് ചാപ്റ്റർ റിലവൻറ്റ് ഫാക്ട്സ് വേറെ ഒരുപാടുണ്ട്. ഇപ്പം ഒരു കേസിൽ ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ സംഭവം നടക്കുന്നതിന് മുമ്പുള്ള ഒരു കണ്ടക്ട്, അതിന്റെ പേര് പ്രീവിയസ് കണ്ടക്ട്. അല്ലെങ്കിൽ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ സംഭവം നടന്നതിന് ശേഷമുള്ള ഒരു കണ്ടക്ട്.
അതും ഞാൻ എക്സാമ്പിൾ ജസ്റ്റ് പറഞ്ഞു. ഒരു പെൺകുട്ടി ഒരു വീട്ടിൽ തൂങ്ങി മരിച്ചു നിൽക്കുക. ഓക്കെ, പിറ്റേ ദിവസം തൊട്ടടുത്തുള്ള അയൽവക്കത്തെ ഒരു പയ്യനെ അവിടെ നിന്ന് കാണാനില്ല, മിസ്സിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഈ കേസിൽ ചുറ്റിപ്പറ്റി പോലീസ് അന്വേഷിച്ചിട്ട് ഈ പയ്യനാണ് അതിന്റെ ഉത്തരവാദി എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുന്നിൽ കൊണ്ട് നിർത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു പോയിന്റിലോട്ട് എത്തിക്കൂടെ? ഈ കേസും ആ പയ്യനോട്ടൊരു ബന്ധം നിങ്ങൾക്ക് തോന്നില്ലേ? കാരണം ഒരു കാര്യമില്ലെങ്കിൽ ഈ പയ്യൻ അന്നോട്ട് മുങ്ങില്ലല്ലോ ആ നാട്ടിൽ നിന്ന്, അല്ലേ? അപ്പൊ ആ മുങ്ങി എന്നുള്ള വസ്തുത നമ്മളൊക്കെ എന്തായിട്ടാ കൂട്ടേണ്ടത്? ഫാക്ട് ഷോയിങ് സബ്സീക്വന്റ് കണ്ടക്ട്. അതായത് തൂങ്ങി മരിച്ചിരുന്ന് നിൽക്കുന്നു, നാളെ തൊട്ട് കാണാനില്ല, അല്ലേ? അപ്പൊ അതേപോലെ ഒരു വ്യക്തിയുടെ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് സംഭവം നടക്കുന്നതിന് മുമ്പിലുള്ള ഒരു പ്രവൃത്തികൾ എല്ലാം ഇവിടെ വരും. പിന്നെ പ്രിപ്പറേഷൻ. ഇപ്പൊ ഒരു കേരളത്തിൽ തന്നെ ഒരു കേസിലെ ഭാര്യയെ പാമ്പിനെ കൊണ്ട് കൊത്തിക്കൊന്നില്ലേ, അല്ലേ? പാമ്പിനെ കൊണ്ടുവന്ന് കൊത്തിച്ചു കൊന്ന കേസൊക്കെ കേട്ടില്ലേ നിങ്ങൾ? അതെ സർ. അപ്പൊ അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? അയാൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തു, ഏത് വിഷമാണ് നല്ല സ്ട്രോങ് ആയിട്ട് ഏക്കുന്നത്, ഇത് എവിടെ കിട്ടും, ഇതൊക്കെ ചെയ്തില്ലേ? അതെല്ലാം ആ വസ്തുതയൊക്കെ ഏതിനെ സൂചിപ്പിക്കുന്നതാണ്? പ്രിപ്പറേഷനെ സൂചിപ്പിക്കും. അതെല്ലാം പ്രോസിക്യൂഷൻ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ജഡ്ജ് എടുക്കുന്ന എന്തുകൊണ്ടാണ്? എവിഡൻസ് ആക്ട് പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പ്രിപ്പറേഷനെ സൂചിപ്പിക്കുന്നതോ ഇനി ഞാൻ ചോദിച്ചു, ഒരു പഴയ കേസിൽ ഒരു ജഡ്ജ്മെന്റ് നിങ്ങൾ ജഡ്ജായിട്ടിരിക്കുമ്പോൾ ആ പഴയ കേസിൽ ജഡ്ജ്മെന്റ് കൊണ്ടുവന്നാൽ നിങ്ങൾ സ്വീകരിക്കുക, അത് റെലവന്റ് ആണോ ഈ കേസിൽ? എടുക്കാമോ? ഏത് കേസ്? അല്ല, നിങ്ങളിപ്പോ ഒരു ജഡ്ജായിട്ടിരുന്ന സമയത്ത് ഞാൻ വക്കീലാണ്, എന്റെ കക്ഷിയില്ല, ഞാനൊരു പഴയ ഒരു കോടതി വിധി കൊണ്ടുവന്ന് തെളിവായിട്ട് കൊണ്ടുവന്നാൽ നിങ്ങൾ ആ തെളിവ് എടുക്കുവോ? ആ ജഡ്ജ്മെന്റ് നിങ്ങളൊരു തെളിവായിട്ട് എടുക്കും? പ്രസിഡന്റ് അല്ല, പ്രസിഡന്റ് അല്ല, എയും ബിയും തമ്മിലൊരു സിവിൽ കേസിലെ ഡിഗ്രി ജഡ്ജ്മെന്റ് എടുക്കണം. ബിക്കോസ് ഒരു എക്സാമ്പിൾ നിങ്ങൾ തന്നെ പഠിച്ചില്ലേ, CPC പഠിച്ചില്ലേ? മാറ്റർ വൺസ് ഫൈനലി ഹേർഡ് ആൻഡ് ഡിസൈഡ് ബൈ എ കോമ്പിറ്റന്റ് കോർട്ട് ഷാൽ നോട്ട് ബി റീഓപ്പൺഡ് അഗൈൻ എന്ന് പഠിച്ചില്ലേ? അപ്പൊ ഇതേ കേസ് വേറൊരു കോടതിയുടെ മുമ്പിൽ നടന്ന് അവിടെ ഓർഡർ വാങ്ങിച്ചു എന്ന് തെളിയിക്കാൻ വേണ്ടി ആ കോടതിയുടെ വിധി കൊണ്ടുവന്ന ഈസ് ഇറ്റ് റെലവന്റ്? റെലവന്റ് ആണ്. നിങ്ങളിപ്പോ ഈ 5-55 എടുത്ത് വായിച്ചു നോക്കാം, അവിടെ റെലവൻസി ഓഫ് ജഡ്ജ്മെന്റ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. റെസ്റ്റുഡിക്കേറ്റ് എന്ന് പറഞ്ഞ് പഠിച്ചില്ലേ നിങ്ങൾ? അല്ലേ, പഠിച്ചില്ലേ? ഒരു കാര്യം ഒരു കോടതിയിൽ ആദ്യം തീർത്താൽ അത് പിന്നെ അതേ പാർട്ടി തമ്മിൽ സെയിം ഒരു കോടതിയിൽ മുന്നിൽ റീഓപ്പൺ ചെയ്തുകൂടല്ലോ. അപ്പൊ റെസ്റ്റുഡിക്കേറ്റ് ആണെന്നുള്ള ഒരു വാദം എടുക്കുമ്പോൾ ഉറപ്പായിട്ട് അത് ചുറ്റിപ്പറ്റിയുള്ള ജഡ്ജ്മെന്റ് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ എടുക്കണം. ഞാൻ പറഞ്ഞില്ല, ജെയിംസ് സ്റ്റീഫൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ജഡ്ജ്മെന്റ്സ് ആർ ഓൾസോ ഈ രണ്ട് കക്ഷികൾ തമ്മിൽ ഒരു കേസ് നടന്നിട്ടുണ്ടെന്നും അതിൽ ഇന്ന കോടതി ഒരു ജഡ്ജ്മെന്റ് ഇറക്കിയിട്ടുണ്ടെന്നും ഒരു റിലവന്റ് ഫാക്ട് ആണോ അല്ലയോ? ആണ്. ക്ലിയർ അല്ലേ? പിന്നെ മോട്ടീവിന്റെതും കോൺസ്പിറസിയുടേതും ഒക്കെ പ്രൂവ് ചെയ്യുന്ന ഫാക്ട്സ് എല്ലാം റിലവന്റ് ആണ്. ഏകദേശം ഐഡിയ ഞാൻ ഫുൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതൊന്നും സ്കിപ്പ് ചെയ്തില്ല എന്നാണ് എന്റെ വിശ്വാസം. ഓവറോൾ ഐഡിയ കിട്ടിയില്ലേ എന്താണ് ഈ പേപ്പർ എന്നും? അപ്പൊ പിന്നെ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ശരി, ഓക്കെ, കാണാം എല്ലാവരും ഒരു ദിവസം. ശരി, താങ്ക് യു വെരി മച്ച് സർ. ബൈ, ഓൾ ദ ബെസ്റ്റ്. നല്ലോണം പ്രിപ്പയർ ചെയ്ത് കേട്ടോ. ബൈ, ഓൾ ദ ബെസ്റ്റ്. ബൈ.
sir.